Okay, so good afternoon. Hello everyone. Welcome back to Physics Wala. Hi everybody. Krishna, good afternoon. Okay, there is one more comment. Who is that? Shinishi. Okay. Hello. Hi everybody. Hi. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? സോ നമ്മളുടെ എക്സാമിലേക്ക് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? വെരി ഫ്യൂ ഡേയ്സ്. ഇന്ന് വെനസ്ഡേ. സോ സൺഡേ നമ്മൾ എവിടെയായിരിക്കും? സൺഡേ ഈ ഒരു സമയത്ത് നമ്മൾ എക്സാം ഹാളിന്റെ സ്ഥലത്തേക്ക് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിരിക്കുമല്ലോ. നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എത്താനായില്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു സമയം. യെസ്, ഹലോ, ഹായ് എവ്രിബഡി. ഹായ്, എനിക്ക് എല്ലാവരുടെയും മെസ്സേജ് കാണാം. യൂസർ മീതു, നിധാൻ, ആയിഷ, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിബഡി. കൃഷ്ണ, ഹായ്. ഓക്കെ, അപ്പൊ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. മേക്ക് ഷുവർ നിങ്ങൾ ഈ ലാസ്റ്റ് വരെ ഇരിക്കുന്നു എന്നത് മേക്ക് ഷുവർ ചെയ്യാട്ടോ. സോ ഇന്ന് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അല്ലെ? അപ്പൊ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ സൺഡേ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, 4 more days, only 4 more days റിമൈനിങ് അല്ലെ? അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി ഒരു നീറ്റ് എക്സാം എഴുതി നമുക്കൊരു സെക്കൻഡ് ചാൻസ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഹായ്, എന്താണ് കോട്ട് ഹർജി എന്തായി? നിത, ഓക്കെ, കോട്ട് ഹർജി അവിടെ നടക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഇനി റീനീറ്റ് എക്സാം ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. മിക്കവാറും സൺഡേ, മിക്കവാറും അല്ല, മോസ്റ്റ്ലി എല്ലാ പ്രോബബിലിറ്റിയും സൺഡേ എക്സാം നടക്കാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, 4 മണി വരെ ഉണ്ടോ? എത്ര മണി വരെ വേണം നിങ്ങൾക്ക് എത്ര മണി വരെ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര മണി വരെ ഇവിടെ നിൽക്കും. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫിസിക്സും കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തു. എടാ മക്കളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ഇപ്പൊ ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. എത്ര പേരുണ്ട്? 10-12 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളും ജോയിൻ ചെയ്തു. സോ നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കുക. ഈ സ്റ്റാർട്ടിങ്ങില് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. വെറും 4 ദിവസം മാത്രമാണ് നീറ്റ് എക്സാമിന് ബാക്കിയുള്ളത്. ഒരുപാട് നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒരു പുതിയ ടോപ്പിക് ഒന്നും പഠിക്കാനുള്ള സമയം നമ്മളുടെ മുൻപിൽ ഇല്ല. ഈ 4 ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, 4 ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് PYQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 years PYQs നിങ്ങൾക്ക് ഈ 4 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിൽ കൂടുതൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 10 വർഷത്തെ PYQ നിങ്ങൾ കവർ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ടോപ്പിക്സും തന്നെ നിങ്ങൾ അതിൽ കവർ ചെയ്ത് പോകുന്നു. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ലൈവ് സെഷൻസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും വേണമെങ്കിൽ PYQs പ്രാക്ടീസ് ചെയ്യാം. സോ എന്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 300 ക്വസ്റ്റ്യൻസ് ആണ്. PYQസും പല സോഴ്സുകളിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഓരോ ചാപ്റ്ററിനും പ്രത്യേകം ടോപ്പിക്സ് ടച്ച് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തിരിക്കുന്ന 300ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സുവോളജിയുടെ കേസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ പോവുക. ഓരോ ചാപ്റ്ററിന്റെയും എല്ലാ തിയറീസും തൊട്ടുകൊണ്ടായിരിക്കും, ഇമ്പോർട്ടന്റ് തിയറീസ് തൊട്ടുകൊണ്ടായിരിക്കും നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസും പോവുക. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. സോ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ദാറ്റ് ഡസന്റ് മാറ്റർ. അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, അത് തന്നെയാണ് ചെയ്യേണ്ടത്. സോ PYQs ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ബാക്കി ഒരു നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചില ആൾക്കാർക്ക് 2 hours മതിയായിരിക്കും, ചില ആളുകൾക്ക് 3 hours മതിയായിരിക്കും, 4 hours, 6 hours. ഓക്കെ, അത് ഡ്യൂറേഷൻ അനുസരിച്ച്, നിങ്ങളുടെ നെസസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റുകൾ, നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്ട് ഒരു ദിവസം റിവൈസ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. ഫുൾ എടുത്ത് റിവൈസ് ചെയ്യാനല്ല പറയുന്നത്. ഫോർമുലാസ്, അതേപോലെ നെയിംസ്, ഇക്വേഷൻസ്, റിയാക്ടൻസ്, റിയേജൻസ്, സയന്റിസ്റ്റിന്റെ നെയിം, ഇയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഫുൾ ഇരുന്ന് വായിക്കാനല്ല പറയുന്നത്. ജസ്റ്റ് ആ കാര്യങ്ങൾ, ഇപ്പം Na+ എത്ര എണ്ണം ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു, K+ എത്ര എണ്ണം ഉള്ളിലേക്ക് പുറത്തേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഓക്കെ, മിസ് ടൈമർ വെക്കാവോ എന്ന ക്വസ്റ്റ്യൻസിനാണോ? പോളോ? യെസ്, പോളിന്റെ പ്രശ്നം എന്താണെന്നറിയോ? പോള് നമുക്ക് ഒരുപാട് സമയം പോകും. ഓക്കെ, നമ്മൾ മുൻപ് പോള് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നീറ്റ് എക്സാമിന്റെ സമയത്ത്, റീനീറ്റ് അല്ല, നീറ്റിന്റെ സമയത്ത് പോള് ട്രൈ ചെയ്തിരുന്നു. അപ്പം
ലൈക്ക് നമുക്കത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുന്നില്ല, കാരണം ഇന്റർനെറ്റ് ത്രൂ നെറ്റ്വർക്ക് ത്രൂ ആണല്ലോ വരേണ്ടത്. സോ നിങ്ങളുടെ കമന്റ്സ് ഇവിടെ വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും, ലാഗ് എടുക്കും. പിന്നെ ഞാൻ അതിൽ കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചധികം സമയം പോകുന്നു. നമുക്ക് കളിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടും സമയം മാക്സിമം സേവ് ചെയ്ത് അത്രയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക എന്നത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ പോൾ ഒഴിവാക്കിയതാണ് കേട്ടോ. പോൾ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോൾ അന്നത്തോടെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. നമ്മൾ ചെയ്ത് നോക്കിയതാണ്, അതിനേക്കാൾ ബെറ്റർ ഇത് തന്നെയാണ്. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ നമുക്ക് പ്രോബ്ലം ആയതുകൊണ്ട് നമ്മുടെ മുൻപിൽ ഒറ്റ കാര്യങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ റിവൈസ് ചെയ്യേണ്ടത്ര സമയം അലോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഒറ്റ സെക്കൻഡേ. അത് നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, പിന്നെ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക. ഒരു ദിവസം നിങ്ങൾ എത്ര സമയം ഉറങ്ങും, ഒരു ദിവസം എത്രത്തോളം സമയം ഉറങ്ങും? ഇനിയുള്ള ദിവസങ്ങളിൽ 7 hours നിങ്ങൾ ഉറങ്ങണം. അതിൽ കൂടുതൽ ഉറങ്ങേണ്ട ആവശ്യമില്ല, അതിൽ കുറവ് ഉറങ്ങാൻ പാടില്ല. ഓക്കെ, സ്ട്രെസ് മാനേജ് ചെയ്യുക, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ നീറ്റ് എക്സാമിന് എത്രയായിരുന്നു നിങ്ങളുടെ മാർക്ക്? ഓക്കെ, അപ്പം അതിൽ കൂടുതൽ നമുക്ക് എന്താണെങ്കിലും വേണം. എവിടെയാണ് നമുക്ക് മാർക്ക് പോയിട്ടുള്ളത്? ഓക്കെ, എന്ത് മിസ്റ്റേക്സ് ആണ് നമ്മൾ അവിടെ വരുത്തിയത്? സില്ലി മിസ്റ്റേക്സ് ആണോ, അറിയാണ്ട് മാർക്ക് ചെയ്തത് കൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് വന്നാണോ, ടെൻഷൻ ആണോ, സ്ട്രെസ് ആണോ? ആ റീസൺ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക, അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുക. ഇതും നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ പ്രത്യേകമായിട്ട് 3 കാര്യമാണ് ഈ 4 ദിവസങ്ങളിൽ ചെയ്യാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം PYQs നിങ്ങൾ ഒരു 10 years PYQ ടാർഗറ്റ് ചെയ്യുക. ബാക്കി സമയം നിങ്ങൾ റിവൈസ് ചെയ്യുക. എന്തൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വന്നുപോയ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് പല എക്സാമിലും മോക്ക് ടെസ്റ്റിലൊക്കെ കുറഞ്ഞു പോകുന്നത്, ആ റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, സ്ട്രെസ് മാനേജ് ചെയ്യുക, പിന്നെ എന്താണ്, ഉറങ്ങുക. ഓക്കെ, പിന്നെ ഇനി എക്സാം എടുത്ത് വരികയാണ്. നിങ്ങളുടെ ഫുഡ് വാട്ടറൊക്കെ നിങ്ങൾ ഒന്ന് കൺട്രോൾ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ വയറിന് ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, ഫുഡ് കഴിക്കാതിരിക്കരുത്, ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കേണ്ട, ഭയങ്കര കുറച്ചും കഴിക്കരുത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ നല്ലപോലെ കാലറി ഇൻടേക്ക് നടത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു ഐ ഹാവ് 300 ക്വസ്റ്റ്യൻസ്, നിയർലി 300 ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആണ്. എല്ലാ തിയറീസും ഉറപ്പാണ്. ട്രസ്റ്റ് മീ, മാർക്ക് മൈ വേർഡ്സ്. എത്ര എനിക്ക് പറയാനുള്ളൂ, മാർക്ക് മൈ വേർഡ്സ് and come back after your Re-Neet examination. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ തിരിച്ചു വരൂ. നിങ്ങളുടെ +2 കഴിഞ്ഞ ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവര് നമ്മുടെ സുവോളജിയിലെ ഫിസിക്സ് വാലയുടെ സുവോളജിയുടെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം all the questions, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ സുവോളജിയിലെ ഫസ്റ്റ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾക്ക് ഈ ലൈവ് കണ്ടുകൊണ്ട് നീറ്റ് എക്സാം എഴുതിയ സ്റ്റുഡൻസിനും അറിയാം എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തത് വന്നത് എന്ന് വെച്ചാൽ ആ തിയറി ബേസ് ആക്സിച്ച് ഞാൻ പോയി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയ പോലെ വന്നു എന്നല്ല. ഇതില് യൂസ്ഫുൾ ആയിട്ട് നമ്മൾ റിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ അവിടെ. അപ്പൊ ആ സമയം നമ്മളുടെ ലൈവ് കണ്ട സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞിരുന്നു നമ്മളുടെ ലൈവ് വർക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. സോ മേക്ക് ഷുവർ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് വരെ ഇവിടെ ഇരിക്കുന്നു. ഈ 300 ക്വസ്റ്റ്യൻസ് ഇന്ന് പഠിക്കുന്നു. 300 ക്വസ്റ്റ്യൻ പഠിക്കുക എന്ന് പറയുമ്പോൾ 300 തിയറീസ് ആണ് നിങ്ങൾ സുവോളജിയിൽ പഠിക്കാൻ പോകുന്നത്. ഓൺലി സുവോളജി. ഇത് തന്നെയായിരിക്കും നാളെ ബോട്ടണിയിലും സംഭവിക്കുക. ഓക്കെ, റെഡി? സോ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലുണ്ടായിരിക്കുക. സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് വരെ നിങ്ങൾ ഇവിടെ നിൽക്കുക ആൻഡ് ഫുൾ മാർക്സ് ബയോളജിയിൽ സ്കോർ ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓരോ ക്വസ്റ്റ്യനും, അതായത് നിങ്ങളുടെ അടുത്ത് ഞാൻ പല വീഡിയോസിലും ഷോർട്സിലും ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും ആദ്യം ഷോ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു തൊട്ട് മുൻപുള്ള ഞാൻ ചെയ്തൊരു വീഡിയോയില് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏറ്റവും ആദ്യം ഷോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ലാസ്റ്റ് 15 to 20 മിനിറ്റ്സിൽ ഗസ്റ്റ് വർക്ക് നടത്തുക ആൻഡ് ചില ക്വസ്റ്റ്യൻസ് ടൈം സേവ് ചെയ്യാൻ പറ്റും. സോ ഓരോ ക്വസ്റ്റ്യനും ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ പെക്യുലാരിറ്റി ഞാൻ പറയും. എന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഗസ്റ്റ് വർക്ക് നടത്താൻ പറ്റുമോ, എങ്ങനെയാണ് ഗസ്റ്റ് വർക്ക് നടത്താൻ പറ്റുക, ചില പ്രത്യേക ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം ഞാൻ പറയും. ഓക്കെ, സോ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ ടോപ്പിക്സ് ഡിസ്കഷൻ ലൂസ് ടോക്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകും കേട്ടോ. ഓക്കെ, യെസ്, വെരി ഗുഡ് മുഹമ്മദ്, സോ ഹാപ്പി ഫോർ യു. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം, among the following. ഓക്കെ, അപ്പം മേക്ക് ഷുവർ നിങ്ങൾ ആൻസർ ചെയ്തു. ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, റെഡി? സോ ലെറ്റ് സ്റ്റാർട്ട്. among the following which one is not a dominating trait?
മെന്റല് 14 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് 7 ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്തു. ഇതില് ഡോമിനേറ്റിംഗ് ട്രേറ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സ്പീഡ്, ആക്യുറസി, ആൻഡ് ടൈം മാനേജ്മെന്റ് മാട്രിയൽ നിങ്ങൾ തന്നെ നോക്കിക്കോളാം. ഇതിൽ ആരാണ് ഫസ്റ്റ് കമന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈം അതിലേക്ക് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാം. സോ ആക്സിയൽ പൊസിഷൻ ഓഫ് ഫ്ലവർ, green color of pod, violet color of flower, green color of seed. Okay. എയും ഡിയും ഒക്കെ പറയുന്നുണ്ട്. Why this is happening still now? Okay. അപ്പം ഒന്ന് നോക്കൂ വേഗം നോക്കൂ. എയും ഡിയും ഒക്കെ പറയുന്നുണ്ട് യെസ് ആക്സിയൽ പൊസിഷൻ ഓഫ് ഫ്ലവർ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആണ്, ടെർമിനൽ ആണ്, റെസസീവ്. ഓർത്ത് വെച്ചോളാം പഠിക്കുമ്പോൾ ആ തിയറീസ് ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചോളാം. ഒന്ന് റിവൈസ് ചെയ്യുക. ഗ്രീൻ കളർ ഓഫ് പോഡ് ഡോമിനന്റ്, യെല്ലോ ആണ് റെസസീവ് വരുന്നത്. വയലറ്റ് കളർ ഡോമിനന്റ്, വൈറ്റ് ആണ് റെസസീവ്. പക്ഷെ ഗ്രീൻ കളർ ഓഫ് സീഡ് വരുമ്പോ എന്താണ്, അത് റെസസീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൗണ്ട് യെല്ലോ ഡോമിനന്റ്, റൈറ്റ്. റിങ്കിൾഡ് ഗ്രീൻ ആണ് റെസസീവ്. സോ സ്വാഭാവികമായിട്ട് the right answer for this question is option D. Okay. അപ്പം ക്വിക്ക് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മുഹമ്മദ് എന്താണ് സി പറഞ്ഞത്? വയലറ്റ് കളർ ഡോമിനന്റ് ആണല്ലോ, വൈറ്റ് അല്ലേ റെസസീവ്. ഓക്കെ. സോ അടുത്ത ചോദ്യമേ, the genotypes of a husband and wife are AB and AI. Okay. Among the blood types of their children, how many different genotypes and phenotypes are possible? പെട്ടെന്ന് ക്രോസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും ആദ്യം ചെയ്യണം. അതിനുശേഷം വന്നിട്ട് അതായത് ഒറ്റ നോട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ഒന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മറിച്ച് നോക്കുന്നതിനിടെ തന്നെ ചെയ്യണം. അതിനുശേഷം 1 by 1 ആയിട്ട് ഷോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ബയോളജി അറ്റൻഡ് ചെയ്യുക, പിന്നെ കെമിസ്ട്രി അറ്റൻഡ് ചെയ്യുക, പിന്നെ ഫിസിക്സ് അറ്റൻഡ് ചെയ്യുക. എത്ര ടൈം അലോട്ട് ചെയ്യണം എന്ന് ഞാൻ ഒരു തൊട്ടു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? അതിനുശേഷമാണ് ഗസ് വർക്ക് നടത്തേണ്ടത്. അത് പ്രത്യേകം ഓർക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഒരു 40 സെക്കൻഡ് ഒക്കെ അതിൽ തന്നെ സ്റ്റക്ക് ആവുകയാണ്, കൺഫ്യൂഷൻ ടെൻഷൻ വരികയാണെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. കഴിഞ്ഞ ക്വസ്റ്റിനെ കുറിച്ച് പിന്നെ ആലോചിക്കരുത്, വരാൻ പോകുന്ന ക്വസ്റ്റിനെ കുറിച്ച് ആലോചിക്കരുത്. മൈൻഡ് എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യനിൽ മാത്രമായിരിക്കണം. ഓക്കെ ഫൈൻ. സോ യെസ് IAIB ഇപ്പുറത്ത് IA അല്ലേ? എത്ര ഫീനോടൈപ്പും എത്ര ജീനോടൈപ്പും പോസിബിൾ ആണ്? ഇവിടെ ഞാൻ പെട്ടെന്ന് എഴുതുകയാണ്. AA നിങ്ങളുടെ പോളാണ്, ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവെക്കട്ടെ, ഇവനെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ. AA AI AB and BI, റൈറ്റ്. അപ്പൊ എത്ര ജീനോടൈപ്പും എത്ര ഫീനോടൈപ്പും 1 2 3 4 ജീനോടൈപ്പ്, റൈറ്റ്. അല്ല സോറി 4 ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് എത്ര എണ്ണം? ഇത് A, ഇത് AB, B. ഓക്കെ 3 ഫീനോടൈപ്പ്. അപ്പൊ ആൻസർ ഏതാ വരാ? യെസ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. കൺഫ്യൂഷൻ ഇല്ലാലോ? ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ യെസ്. അപ്പൊ മക്കളെ അടുത്ത ചോദ്യമേ, മാച്ച് ദ ഫോളോയിങ്, മാച്ച് കോളം 1 വിത്ത് കോളം 2, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി കോഡ്സ് ഗിവൻ ബിലോ. ഞാൻ മാച്ച് ദ ഫോളോയിങ്ങിന് ഒരുപാട് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് മറ്റൊരു ട്രിക്ക് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോവാണേ. അപ്പൊ നോക്കിക്കേ, ഇതിൽ A നിങ്ങൾ എടുത്തു നോക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാ മാച്ച് ഫോളോയിങ്ങിലും ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്ക്, ഇവിടെ നോക്കുകയാണെങ്കിൽ A4 A3 A1 A2 ഇതേപോലെ B1 B2 B3 B4 C 2 3 2 4 3 1 D ആണെങ്കിലും എന്ന് വെച്ചാൽ ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസ് അവിടെ വരുന്നില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, വെറും ഒരെണ്ണം മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആൻസർ കിട്ടും. നോക്ക്, A4 ആണോ 3 ആണോ 1 ആണോ 2 ആണോ എന്ന് അറിയില്ല. സോ A ഏതാണ്, അല്ലെങ്കിൽ B ഏതാണ്, C ഏതാണ്, D ഏതാണ് എന്നത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആൻസർ കിട്ടും. അത് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് എൻഷുർ ചെയ്തുകൊണ്ട് ബബിൾ ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. So dominance, codominance, incomplete dominance, pleiotropy, ABO blood group, pink flower, snapdragon, star synthesis, appearance of white flowers. So നമുക്ക് ഡോമിനൻസ് തന്നെ ചെയ്ത് നോക്കാം. ഡോമിനൻസിൽ ഏതാണ് വരാ? ഡോമിനൻസിൽ A4 വരും അല്ലേ? സോ A4 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ A ആണ്. ഓക്കെ, ഓപ്ഷൻ A ആണ്. ബാക്കി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കോഡോമിനൻസ് ABO ബ്ലഡ് ഗ്രൂപ്പ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പിങ്ക് ഫ്ലവർ, പ്ലിയോട്രോപ്പി, സ്റ്റാർ സിന്തസിസ്, റൈറ്റ്. കറക്റ്റ് ആണോ? ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാണ്. ഇനിയിപ്പോ നിങ്ങൾ A അല്ല ചെയ്തതെന്ന് വിചാരിച്ചോ, ജസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം B ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് A അറിയില്ല, B ആണ് ചെയ്യുന്നത്. അപ്പൊ B ചെയ്യുമ്പോൾ കോഡോമിനൻസ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് എന്ന് അറിയുകയാണെങ്കിൽ B1 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. C ഫൈൻഡ് ഔട്ട് ചെയ്താലും ആൻസർ ചെയ്യാം,
ഡി ഫൈൻഡ് ഔട്ട് ചെയ്താലും ആൻസർ ചെയ്യാം. എന്ന് വെച്ചാൽ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസിലാണ് ഏറ്റവും കൂടുതൽ ഗസ് വർക്ക് നടത്തുന്നത്. ഇതിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ അറിയത്തില്ല, വേറെ ഒരെണ്ണം അറിയത്തുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ മാത്സ് ഫോളോയിങ് ഫുൾ മാച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, അതങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ ക്വസ്റ്റിന്റെ മുകളിൽ ഒന്നൊരു ബുദ്ധി ഉപയോഗിക്കുക, ഒന്നൊരു സ്മാർട്ട് വർക്ക് പ്രയോഗിക്കുക കേട്ടോ. മാം ABO ബ്ലഡ് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ അലീലിസം ആൻഡ് AB ബ്ലഡ് ഗ്രൂപ്പ് കോഡോമിനൻസ് അല്ലേ? യെസ്, നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തില് AB ബ്ലഡ് ഗ്രൂപ്പ് വരുന്നതാണ് കോഡോമിനൻസിന്റെ എക്സാമ്പിൾ. ABO ബ്ലഡ് ഗ്രൂപ്പിംഗില് അലീൽസ് നോക്കുമ്പോൾ, അതായത് നമുക്ക് IA എന്ന് പറഞ്ഞ അലീലുണ്ട്, IB എന്ന് പറഞ്ഞ അലീലുണ്ട്, സ്മോൾ i 3 അലീൽസ് ഉണ്ട്. നോർമലി ഡിപ്ലോയിഡ് ഓർഗാനിസംസിലും മിക്ക ജീൻസിലും 2 അലീൽസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ABO ബ്ലഡ് ഗ്രൂപ്പ് ആ ഒരു പെർട്ടിക്കുലർ ജീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 അലീൽസ് ഉണ്ട്, മൾട്ടിപ്പിൾ, മോർ ദാൻ 2. അതുകൊണ്ട് അത് മൾട്ടിപ്പിൾ അലീലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, യെസ്, ഓക്കെടാ. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ ആൻഡ് റീസൺ. സോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിന്റെ ടെക്നിക്സ് നമ്മൾ ഇവിടെ പറയും. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഇവിടെ പറയും. 2 സോൾവ് 1 റോഡ് നിങ്ങളുടെ യങ് ലിൽ ബ്രദർ ആണ്. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും പറയുന്നുണ്ട്. ഹീസ് ഫ്രം 8th സ്റ്റാൻഡേർഡ്. ഓക്കെ, 2 സോൾവ് 1 റോഡ്. താങ്ക്സ് ടോ. അപ്പൊ അസേർഷൻ, a person having IA-IB genotype has AB blood group. We know that IA and IB alleles are codominant. Okay. എക്സാം അറ്റൻഡ് ആവും എന്ന് കേൾക്കുന്നു. ഇന്ന് കോട്ട് ഇല്ല, നമുക്ക് എക്സാം ഇനിയും നീണ്ടു പോകത്തില്ല, സൺഡേ തന്നെ നടക്കും എന്ന് വിശ്വസിക്കാം. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി സൺഡേ തന്നെ നടക്കും, നമ്മൾ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാം. എനിവേ, നമുക്ക് ഇതിൽ നിങ്ങൾ അതില് നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ആയി പോകണ്ട, അത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്താണെങ്കിലും ഇപ്പോഴത്തെ വിധി പ്രകാരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം സൺഡേ തന്നെയാണ്, അത് ഇതുവരെ നിലവിൽ മാറ്റിയിട്ടില്ല. സോ നമുക്ക് ആ രീതിയിൽ മുൻപോട്ടേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ മക്കളെ, ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, ശരിയാണ്. അപ്പം റീസൺ അസേർഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? റീസൺ ആദ്യം വായിക്കുക, IA and IB alleles are codominant, ശരിയാണ്. അതുകൊണ്ട് a person having IB genotype has AB blood group എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഫഹ്മ എന്താ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. A1 പറഞ്ഞതാണ് അല്ലെ? ഓക്കെ, പറ്റുമോ? പറ്റും. നോക്ക്, Aയും Bയും കോഡോമിനന്റ് ആയതുകൊണ്ടാണ് AB ഒരുമിച്ച് വരുന്ന ഒരാൾക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് അല്ലെ? സോ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? അസേർഷനും റീസണും ട്രൂ ആണ്, ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഈ രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ മെൻഡൽ ക്രോസ്ഡ് ട്രൂ ബ്രീഡിംഗ് ടോൾ. ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ക്യാപിറ്റൽ ടി അല്ലെ? ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്സ്, രണ്ടും ട്രൂ ബ്രീഡിംഗ് ആയിരുന്നു. ഇൻ F1 ജനറേഷൻ ഓൾ പ്ലാന്റ്സ് വർ ടോൾ. ഓക്കെ, അവിടെ കിട്ടിയ എല്ലാ പ്ലാന്റ്സും ടോൾ ആയിരുന്നു. ഓൺ സെൽഫ് ക്രോസിംഗ് ഇൻ F2 ജനറേഷൻ ഹി ഒബ്റ്റെയിൻഡ്. ഇതിനെ സെൽഫ് ക്രോസ് ചെയ്യുമ്പോൾ, അതായത് മെന്റൽ ചെയ്ത ക്രോസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, അതിന്റെ ഇപ്പൊ ഇതിന്റെ പ്രൊപ്പോർഷൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തോളൂ. ഹായ് KB ഫാൻ. എന്താണ് ആ KB ഫാൻ? ബ്രില്ലി. എനിക്ക് എല്ലാവരുടെയും പേര് വായിക്കണമെന്നുണ്ട്, പക്ഷെ ഞാനത് വായിക്കുന്നില്ല. ഇനിയുള്ള ക്വസ്റ്റ്യൻ തൊട്ട് ആരാണ് ഫസ്റ്റ് ആൻസർ ചെയ്തത് ഞാൻ വായിക്കാം കേട്ടോ. അത് മാത്രം വായിക്കാം. എല്ലാവരുടെയും ആൻസർ പേര് വായിച്ച് ഞാൻ ടൈം കളയുന്നില്ല, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ മക്കളെ, ഇതിന്റെ ആൻസർ പറയൂ. യെസ്, റൈറ്റ്. 1/4 ഡ്വാർഫ് ആണ്, ബാക്കി 3/4 എന്താണ്? ടോൾ ആണ്. ഫൈൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. Again മാത്സ് ഫോളോയിങ്. യെസ്, YAKEEN ബാച്ച് ഉണ്ടാവും കേട്ടോ. നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. YAKEEN ബാച്ച് 2027 ഉണ്ടാവും. മാച്ച് കോളം 1 with column 2 and choose the correct option from the code given below. Okay, genes, alleles, genotype and phenotype. ഇതും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം എല്ലാ ഓപ്ഷൻസ് ഡിഫറെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാത്സ് ഫോളോയിങ് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻസിന്റെ മുകളിലാണ് ഒന്ന് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഡിഫറെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ഓപ്ഷനും ഡിഫറെന്റ് ആണെങ്കിൽ, ആ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷന്റെ മാത്രം ഒരു ആൻസർ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ആൻസർ കിട്ടും. യെസ്, സ്പീഡിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഒരെണ്ണം മാത്രം നമുക്ക് എടുക്കാം. ജീൻസ് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. A4 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇനി നിങ്ങൾ B ആണ് നോക്കുന്നതെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം ഓഫ് ജീൻ എന്ന് വെച്ചാൽ B1 ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ജീനോടൈപ്പ് നോക്കുകയാണെങ്കിൽ ജനറ്റിക് കമ്പോസിഷൻ, അത് മാത്രമാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫിനോടൈപ്പ് ഫിസിക്കൽ അപ്പിയറൻസ്, അത് മാത്രമാണ് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ A. ഓക്കെ, അടുത്ത ചോദ്യം. Mendel's work remained unrecognized for many years. Find out the true reason for the same.
എന്തുകൊണ്ടാണ് മെന്റലിന്റെ വർക്ക് ഒരുപാട് വർഷം അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് നിന്നത്? ഓക്കെ, അപ്പം 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. Mendel's concept of genes was not accepted by his contemporaries as an explanation for the continuous variation seen in nature. Okay, the approach of using mathematics was new and unacceptable by other biologists. He could not provide any physical proof for the existence of factors. Communication was not easy in those days and his works could not be widely published. Okay. യെസ്, അപ്പൊ ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യന്റെ മുകളിലും എങ്ങനെ ഗസ് വർക്ക് നടത്താം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്റെ മുകളിലാണ് ഗസ് വർക്ക് നടത്താൻ പാടില്ലാത്തത്, റിസ്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നതും ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂ കേട്ടോ. എടാ മക്കളെ നോക്കുക, അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഓൾ ഓഫ് ദീസ് ഓപ്ഷൻ കാണാം അല്ലെ. അപ്പൊ ഓൾ ഓഫ് ദീസ് ഓപ്ഷൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾ ഓഫ് ദീസ് ആൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും എന്നതല്ല, ഒരു 85% സമയത്തും ഓൾ ഓഫ് ദീസ് ഓപ്ഷൻ ആയി വരുന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് ദീസ് ആൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ 15% കേസിൽ എന്താണ്, ഓൾ ഓഫ് ദീസ് ആൻസർ ആകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഗസ് വർക്ക് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അല്ലെങ്കിൽ 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യാത്തതിൽ ഓൾ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗസ് വർക്ക് നടത്തുമ്പോൾ നിങ്ങൾക്ക് ഓൾ ഓഫ് ദീസ് ആൻസർ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഗസ് വർക്ക് നടത്തുമ്പോൾ ഓൾ ഓഫ് ദീസിന് ഒരു കൺസിഡറേഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഗസ് വർക്ക് നടത്തുന്നത് ഉപകാരമാണോ, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ദോഷമാണോ എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഗസ് വർക്ക് നടത്തുന്നത് സേഫ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ ഡി ആണ്. എന്ന് വെച്ചാൽ ഈ എക്സ്പ്ലനേഷൻസ് എല്ലാം കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. കമ്മ്യൂണിക്കേഷനും മാത്തമാറ്റിക്സും ഫിസിക്കൽ പ്രൂഫ് കൊടുക്കാൻ പറ്റാത്തതും ബാക്കിയുള്ളവർ ഇത് ആക്സെപ്റ്റ് ചെയ്യാത്തതും ഒക്കെ റീസൺ ആണ്. സോ ഓൾ ഓഫ് ദിസ് ഈസ് ദ ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, എടാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അഗൈൻ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞ പോലെ മിക്ക ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയാണ് നമുക്ക് നീറ്റിന് വരുന്നത്. സോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാച്ച് ചെയ്താൽ തന്നെ ആൻസർ കിട്ടുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുന്നത്. സോ ജസ്റ്റ് മാച്ച് യു ലിങ്കേജ്, റീകോമ്പിനേഷൻ, സ്റ്റാർട്ട് വൺ, സെന്റി മോർഗൻ, ഇത് മാച്ച് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം മാച്ച് ചെയ്താൽ തന്നെ ആൻസർ കിട്ടുന്ന കൈൻഡ് ഓഫ് മാത്സ് ഫോളോയിങ് ആണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും അല്ലാത്ത രീതിയിൽ വേറെ രീതിയിലുള്ള മാത്സ് ഫോളോയിങ് ഉണ്ട്, അതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അത് സിയും ഡിയും വന്നത്, ശരി, സി ഡി ഇങ്ങനെ വരുന്നുണ്ടല്ലോ, നോക്കട്ടെ അതെങ്ങനെയാ സിയും ഡിയും വരുന്നത്. ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നോക്ക്, ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് അല്ലെ. അപ്പൊ A4 വരുന്ന ഓപ്ഷൻ ഏതാ? A4 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ കിട്ടും. ഇനി അത് പോട്ടെ, റീകോമ്പിനേഷൻ നിങ്ങൾക്ക് അത് അറിയില്ല, റീകോമ്പിനേഷൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ എന്താ? നോൺ പാരലൽ ജീൻ കോമ്പിനേഷൻ. ഓക്കെ, അതാണ്. അയ്യോ മൈ ഗോഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് B1 അതേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ B1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അടുത്ത് നോക്കുക, സ്റ്റാർട്ട് വൺ എന്താ? ജനറ്റിക് മാപ്പ്, മോർഗന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലെ, അതേ അറിയുള്ളെങ്കിലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. സെന്റി മോർഗൻ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ ആണ്, അതേ അറിയുള്ളെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ഡി അല്ല കേട്ടോ, ടി പറഞ്ഞ ആരൊക്കെ ഉണ്ടായിരുന്നു? സി ആണ്. റൈറ്റ്. അപ്പൊ അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. യെസ്, അപ്പൊ നമുക്ക് ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനും അതേപോലെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതാണ് നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അസേർഷൻ റീസൺ. മെൻഡൽ പ്രൊപ്പോസ് ദ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓൺ ദ ബേസ് ഓഫ് റിസൾട്ട്സ് ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഫൈൻ. When two pairs of traits are combined in a hybrid, right? നമ്മൾ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 pairs of characters ആണ് അവിടെ സെലക്ട് ചെയ്തിരുന്നത്. segregation of one pair of characters independent of the other pair of character. ഒരെണ്ണത്തിന്റെ segregation മറ്റതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, യെസ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, ഈ പറഞ്ഞ റീസൺ അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണോ എന്ന് നോക്കാട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കട്ടെ. When two pairs of traits are combined in a hybrid, segregation of one pair of characters is independent of the other pair of character. Yes. അതുകൊണ്ട് മെൻഡൽ പ്രൊപ്പോസ്ഡ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ബേസ് ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ്. റൈറ്റ്. യെസ്, ഓപ്ഷൻ എ ആണ്. അപ്പം അസേർഷൻ റീസൺ ഇങ്ങനെയാണ് നോക്കേണ്ടത്. അറിയില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, റീസൺ വായിക്കുക. ആദ്യം ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണോ നോക്കുക. നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ അസേർഷൻ
explanation ആണോ റീസൺ നോക്കാൻ പോകണ്ട. ഇത് കറക്റ്റ് ആണെങ്കിൽ റീസൺ ഒന്ന് വായിച്ചു നോക്കുക. When two pairs of traits are combined in a hybrid, segregation of one pair of characters independent of the other pair of characters. Okay. അതുകൊണ്ട് Mendel proposed the law of independent assortment on the basis of results of the hybrid cross. Correct ആണ്. Okay. So the answer is option A. അടുത്ത ചോദ്യം. Again, assertion reason question. നോക്കിക്കോ. Morgan coined the term linkage to describe the physical association of genes on a chromosome. നേരത്തെ പറഞ്ഞ ടെക്നിക്കിൽ ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്ക്. Linkage shows more non-parental type of combination of genes. Linkage ഉണ്ടെങ്കിൽ more non-parental type recombination of genes ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇതിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താ? സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ എന്നതാണ് നോക്കേണ്ടത്. സോ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കാട്ടോ. ഓക്കെ. സോ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഒരു ലൈക്ക് ബട്ടൺ ഒക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ. യെസ്, പറയൂ. സി പറയുന്നുണ്ട്. മോർഗൻ കോയിൻഡ് ദ ടേം ലിങ്കേജ് ഫിസിക്കൽ അസോസിയേഷൻ പറഞ്ഞു. ലിങ്കേജ് ഷോസ് മോർ നോൺ പാരന്റൽ ആണോ? അല്ല, മോർ പാരന്റൽ ആണ്. സോ അവിടെ നിന്ന് തന്നെ തെറ്റിട്ടു. ഭാഗ്യം, നമുക്ക് പെട്ടെന്ന് assertion is true and reason is false എന്ന് മനസ്സിലായി. എക്സ്പ്ലനേഷൻ ആണോ എന്നത് നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, മാത്സ് ദ ഫോളോയിങ്. യെസ്, നോക്കൂ. ഇതും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മാത്സ് ഫോളോയിങ് തന്നെയാണ്. ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ ബാക്കി ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഒന്ന് മാച്ച് ചെയ്യാം കേട്ടോ. എക്സ് ബോഡി, എക്സ് ഇൻ വൈ, സിമാറ്റിക് ക്രോമസോം, X0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, ഓട്ടിസം, ഹെൻകിൻ, ഗ്രാസ്ഹോപ്പർ ആൻഡ് അലോസോംസ്. വേഗം മാച്ച് ചെയ്യൂ. ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്താൽ മതി. ഒന്ന് മാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് പോയിട്ട് ആൻസറിലേക്ക് കുത്താൻ നിൽക്കരുത്. അപ്പൊ നിങ്ങൾ എക്സ് ബോഡി നോക്കുകയാണ്. എക്സ് ബോഡി ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത ആരാണ്? ഹെൻകിൻ. ഓക്കെ. അപ്പം ഇതിലൊക്കെ നോക്കൂ. ഇപ്പം ഗ്രാസ് ഹോപ്പർ ഉണ്ടല്ലേ, അപ്പൊ പെട്ടെന്ന് എക്സ് ബോഡി പോയിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഗ്രാസ് ഹോപ്പറിലൊക്കെ മാച്ച് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒന്ന് മാച്ച് ചെയ്തിട്ട് ബാക്കി ആ ഓപ്ഷൻ വെച്ചൊന്ന് കൺഫേം ചെയ്യണം. നോക്ക്, എക്സ് ബോഡി ഹെൻകിൻ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ A2 എന്നത് ഐഡന്റിഫൈ ചെയ്തു. A2 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ. വേഗം പോയിട്ട് ബബിൾ ചെയ്യാൻ നിൽക്കരുത്. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് കറക്റ്റ് ആണോ എന്നൊന്ന് കൺഫേം ചെയ്യണം. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് അല്ലോസോംസ് ആണ്. സൊമാറ്റിക് ക്രോമസോംസിനെ നമ്മൾ ഓട്ടോസോംസ് വിളിക്കും. X0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഗ്രാസ് ഹോപ്പറിലാണ്. ഓക്കെ. അപ്പൊ ഇത് കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്തു. സോ നമുക്ക് എ ബബിൾ ചെയ്യാം. റൈറ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. അസേർഷൻ നോക്കിക്കോ. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസും വേണ്ടത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിലാണ്. അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ തെറ്റൊക്കെ വരാനുള്ള സാധ്യത. സോ grasshoppers show male heterogamety. Male grasshoppers produce 2 types of gametes. Okay. നോക്കിക്കേ, കറക്റ്റ് ആണോ എന്നതൊന്ന് പറയാ. എന്താ സ്ലൈഡ്സ് എവിടുന്നാ കിട്ടുക? നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് സ്ലൈഡ്സ്. ഓക്കെ. എയും സിയും വരുന്നുണ്ട്. ബ്രില്ലി സി പറഞ്ഞു, ഗീത എ പറഞ്ഞു. മുൻപത്തെ ചോദ്യത്തിനാണോ സി പറഞ്ഞല്ലോ? സി എന്തിനാണാവോ പറഞ്ഞത്? നോക്കട്ടെ, ലെറ്റ് മീ ചെക്ക്. അപ്പം ഗ്രാസ്ഹോപ്പേഴ്സ് മെയിൽ ഹെട്രോഗമേറ്റി കാണിക്കുന്നു. മെയിൽ ഗ്രാസ്ഹോപ്പേഴ്സ് പ്രൊഡ്യൂസ് 2 types of gametes. ഓക്കെ. നമുക്ക് മെയിൽ ഗ്രാസ്ഹോപ്പേഴ്സ് 2 type of gametes പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരെ മെയിൽ ഹെട്രോഗമേറ്റി ഉള്ളവർ എന്ന് വിളിക്കുന്നത്. ഹെട്രോഗമേറ്റി എന്ന് വെച്ചാൽ 2 types of gametes ഉണ്ടാവുക എന്നുള്ളത്. സോ മെയിൽ ഗ്രാസ്ഹോപ്പേഴ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദ ഗ്രാസ്ഹോപ്പേഴ്സിന്റെ കേസിൽ മെയിൽ ഹെട്രോഗമേറ്റി നമുക്ക് കാണാൻ പറ്റും. സോ അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അടുത്ത ചോദ്യമേ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടുന്നില്ല. പറയാട്ടോ, ആഡ് ചെയ്യാൻ പറയാം. അവര് ആഡ് ചെയ്യാറുണ്ടെന്നാണ് പറയാറ്. അപ്പൊ അതിന്റെ ഒരു ഇത് കിട്ടാറുണ്ട് എന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. അപ്പൊ അടുത്ത ചോദ്യം, assertion Klinefelter syndrome is caused due to the presence of an additional copy of X chromosome. നമുക്കറിയാം XXY ആണ് Klinefelter syndrome അല്ലെ? അഡീഷണൽ X ഉണ്ട്, റൈറ്റ്? Such individuals are sterile. Yes, അതായത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ ഈ ഇൻഡിവിജ്വൽസ് സ്റ്റെറൈൽ ആയതുകൊണ്ട് Klinefelter syndrome ഉള്ളവരിൽ ഒരു അഡീഷണൽ X കോപ്പി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം മക്കളെ. സോ ഡിയർ ആസ്പിറന്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം ഒരാഴ്ചക്ക് ശേഷം ഇപ്പൊ ഞാൻ നിങ്ങളെ
മക്കളെ എന്നും ആസ്പിറൻസ് എന്നൊക്കെ വിളിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് തിരുത്തണം. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്ന നിലയിലേക്ക് എത്തണം. സോ കൺട്രോൾ യുവർ സ്ട്രെസ്, ആൻസൈറ്റി മാനേജ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള 4 ദിവസം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത് ക്രോമസോമൽ അബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ. ക്രോമസോമൽ ഡിഫക്ട്സ് നമുക്ക് എവിടെയാണ് മെയിൻലി കാണാൻ പറ്റുക? കാർഡിയാക് സെൽ, ക്യാൻസർ സെൽ, സ്കെലിറ്റൽ സെൽ ആൻഡ് നൺ ഓഫ് ദീസ്. ഇതിൽ എവിടെയാണ് ക്രോമസോമൽ അബറേഷൻസ് നമുക്ക് മെയിൻലി കാണാൻ പറ്റുക? ക്രോമസോമൽ അബറേഷൻസ്, യെസ്, കാർഡിയാക് സെൽ, ഹാർട്ട് സെൽ, സ്കെലിറ്റൽ സെൽ, നൺ ഓഫ് ദീസ്. നോക്ക്, അപ്പൊ ക്യാൻസർ സെൽസ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ട്രിക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാല് നൺ ഓഫ് ദീസ് ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിൽ വരുന്നുണ്ടെങ്കിൽ, നൺ ഓഫ് ദീസ് വരുന്നുണ്ടെങ്കിൽ, ഗസ് വർക്ക് നടത്തുന്നവർക്കാണ് പറയുന്നത്, നൺ ഓഫ് ദീസ് ആൻസർ ആകാനുള്ള സാധ്യത വെറും 10%, വളരെ കുറവാണ്. മിക്കവാറും അപ്പൊ നൺ ഓഫ് ദീസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അതിനെ എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ളതിൽ ഏതെങ്കിലും ആൻസർ ആകാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. ഓക്കെ, എലിമിനേഷൻ സമയത്ത് ഇതൊക്കെ പ്രയോഗിക്കുക. അടുത്തത് മാച്ച് ദ ഫോളോയിങ്, കോളം 1 വിത്ത് കോളം 2. അപ്പൊ കുറെ കാര്യങ്ങൾ ഇവിടെ മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഓപ്ഷനിലേക്കാണ് നോക്കേണ്ടത്. നോക്ക്, അപ്പൊ ഇതിൽ നോക്കിക്കേ, ബി ഓപ്ഷൻ നോക്ക്. ബി ഓപ്ഷനിൽ 1 പറയുന്നുണ്ട്, 3 തവണ 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ബീനെ ചെക്ക് ചെയ്യുന്നതല്ല സേഫ്. ഇനിയിപ്പോ സി നോക്കുക, 2 തവണ 2 ഉണ്ട്, 2 തവണ 1 ഉണ്ട്. സോ അതും സേഫ് അല്ല. ഡിയുടെ കേസിൽ 3 തവണ 3 റിപ്പീറ്റ് ചെയ്യുന്നു, 1 തവണ 2 അല്ലേ. അപ്പൊ ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം മാത്സ് ഫോളോയിങ്ങിൽ. പക്ഷെ നമ്മൾ എ നോക്കുകയാണെങ്കിൽ 1 2 3 4 എന്ന് വെച്ചാൽ എ ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സോ ബി നോക്കുകയാണെങ്കിൽ ഇത് 3ഉം ചെക്ക് ചെയ്യണം അല്ലെ, എന്നിട്ട് മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ 1 ആണോ 4 ആണോ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 ആണെന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ 4 ആണെന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ 3 ഓപ്ഷന്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതുകൊണ്ട് എ എപ്പോഴും ചെക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് എ അറിയാമെങ്കിൽ അത് വെച്ച് ചെക്ക് ചെയ്ത് ആൻസറിലേക്ക് പോകാം. സോ നോക്കൂ, മൈറ്റോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് ഡിസോർഡർ ആണ്? മൈറ്റോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്നത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. സോ A4 എന്ന് മാച്ച് ചെയ്യുമ്പോൾ തന്നെ നോക്കുക, A4 എന്ന് മാച്ച് ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി ആൻസർ കിട്ടും. ഇനി ബാക്കി ഒന്ന് കൺഫേം ചെയ്താൽ മതി. 1 2 3 B1 C2 D3 അല്ലെ. അപ്പൊ നോക്കാം, B1 സിക്കിൾ സെൽ അനീമിയ, ഓട്ടോസോമൽ റെസസീവ്, ഹീമോഫീലിയ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ആൻഡ് റെഡ് സിൻഡ്രോം സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്. നമുക്ക് ഡയറക്ട്ലി NCERT പഠിക്കാനുള്ളതല്ല, പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, റെഡ് സിൻഡ്രോം എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസോർഡർ ആണ്. ക്ലിയർ? ഓക്കെ ആണോ? യെസ്, such individuals sterile ആണ്. എന്താണ് പ്രശ്നം? സ്റ്റെറൈൽ ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ എക്സ്പ്ലനേഷൻ അല്ല. നോക്ക്, ഈ ഇൻഡിവിജ്വൽസ് സ്റ്റെറൈൽ ആയതുകൊണ്ട് ക്ലൈൻഫെൽഡർ സിൻഡ്രോം ഉള്ളവർക്ക് അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് കേട്ടോ. ആരാണ് ചോദിച്ചത്? അപ്പൊ അടുത്ത ചോദ്യം, ഹീമോഫീലിയ A and B are due to deficiencies of respectively clotting factor. സോ എയുടെ ക്ലോട്ടിംഗ് ഫാക്ടറും ബിയുടെ ക്ലോട്ടിംഗ് ഫാക്ടറും ഏതാണെന്നത് ഐഡന്റിഫൈ ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ മുകളിലൊക്കെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ, ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ലെങ്കിൽ ഗസ് വർക്ക് നടത്താതിരിക്കുന്നതാണ് ഭേദം. അതായത് ആസ് സച്ച് തിയറി എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെമ്മറി ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള നമ്പറൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പോയിട്ട് റിസ്ക് എടുക്കാത്തതാണ് ഭേദം. ഇതിൽ നമുക്ക് ഒന്നും ആക്ച്വലി പ്രത്യേകിച്ച് അറിയില്ലാതെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, എല്ലാ ഓപ്ഷൻസും ഇങ്ങനെ ഷഫിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിലൊരു കോമൺ പാറ്റേൺ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ ഗസ് വർക്ക് നടത്താതിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്. ഇത് അറിഞ്ഞിരിക്കണം. ഹീമോഫിലിയ എ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസിയും 9ന്റെ ഡെഫിഷ്യൻസി ഹീമോഫിലിയ ബിയിലേക്കുമാണ് പോകുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, sickle cell anemia is transferred from parents to offsprings when father is affected and mother is not normal, father is normal and mother is carrier, father is normal and mother is affected. Okay, all of these പറഞ്ഞ പോലെ തന്നെ രണ്ട് ഓപ്ഷൻസും കറക്റ്റ് എന്നൊക്കെ പറയുന്ന, അതായത് ബോത്ത് എ ആൻഡ് ബി ആൻസർ ആണ്, ബോത്ത് ബി ആൻഡ് സി ആൻസർ ആണ്, മോർ ദാൻ വൺ ഓപ്ഷൻ ഇസ് റൈറ്റ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ നടത്തും. ഞാൻ നേരത്തെ പറഞ്ഞു all of these, both B and C, both A and D, ഇങ്ങനെയുള്ള ഓപ്ഷൻസും ആൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ചെക്ക് ചെയ്യാ. സിക്കിൾ സെൽ അനീമിയ എങ്ങനെ വരും? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ ഏത് കൈൻഡ് ഓഫ് ഡിസോർഡർ ആണ്?
സിക്കിൾ സെൽ അനീമിയ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ് അല്ലെ. അപ്പൊ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ വരണമെങ്കിൽ രണ്ട് പേരൻസും അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം, രണ്ട് പേരൻസും അറ്റ്ലീസ്റ്റ് ക്യാരിയേഴ്സ് ആയിരിക്കണം. കാരണം റെസസീവ് എന്ന് പറയുമ്പോൾ രണ്ടുപേരെ ആ ക്യാരിയേഴ്സ് ആണ് ഒരുമിച്ച് വരുമ്പോഴാണ് റെസസീവ് ഡിസോർഡർ വരുള്ളൂ. സോ ഫാദർ ഇസ് അഫക്റ്റഡ് ആൻഡ് മദർ ഇസ് നോർമൽ. അപ്പൊ മദർ നോർമൽ ജീനാ പാസ് ചെയ്യുക, അവിടെ വർക്ക് ആവില്ല. ഫാദർ നോർമൽ എന്ന് പറയുമ്പോൾ ഫാദർ നോർമൽ ജീൻ കൊടുക്കും, വർക്ക് ആവില്ല. ഫാദർ നോർമൽ, മദർ ഇസ് അഫക്റ്റഡ്, അവിടെയും എന്താണ്, വർക്ക് ആവില്ല. ഫാദർ ഇസ് നോർമൽ, ബോത്ത് മദർ ആൻഡ് ഫാദർ ആർ ക്യാരിയേഴ്സ് അല്ലെ. അപ്പൊ റെസസീവ് ഡിസോർഡർ ഒരാൾക്ക് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് പേരൻസും ക്യാരിയേഴ്സ് എങ്കിലും ആയിരിക്കണം. അവർ ഡിസീസ്ഡ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ക്യാരിയേഴ്സ് ആയിരിക്കണം. ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഈ കോൺസെപ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കണം. ബിക്കോസ് ഇതൊക്കെ പഠിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. ഇതൊക്കെ പഠിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ചില ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതായിരിക്കും, പക്ഷെ അത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ട്രസ്റ്റ് മീ, ട്രസ്റ്റ് മീ, ട്രസ്റ്റ് മീ. ഇതാണ് ലാസ്റ്റ് ഡേയ്സിൽ വർക്ക് ആവാൻ പോകുന്ന കാര്യങ്ങൾ. ലാസ്റ്റ് ഡേയ്സിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, എന്നാലും അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക എന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്തെങ്കിലും പോയി പഠിക്കാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അത് പോയി ചെയ്യരുത്. ഓക്കെ, സോ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ മുൻപിലുള്ള അവസരങ്ങൾ. വെറുതെ ആരും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയില്ല. കുറച്ച് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും, പക്ഷെ അത് നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ഗെയിൻ വേണമെങ്കിൽ, സക്സസ് വേണമെങ്കിൽ, ഒരു ഗെയിനിന് മുൻപ് ഒരു പെയിന്റെ പീരീഡ് ഉണ്ട്. മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ലേണിംഗ് ഫേസ് അല്ല, റിവൈസിങ് ഫേസ് ആണ്, റിവിഷൻ ഫേസ് ആണ്. ലേണിംഗ് ഫേസ് കഴിഞ്ഞു, ഹാർഡ് വർക്കിന്റെ സമയവും കഴിഞ്ഞു. നൗ ദീസ് ആർ ദ ടൈം ഫോർ സ്മാർട്ട് വർക്ക്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് എ കളർ ബ്ലൈൻഡ് മാൻ marries a woman who is homozygous for normal color vision, the probability of the son being color blind is. Okay, color blindness എന്താണ്? sex linked recessive disease ആണ്. So ഈ man എങ്ങനെയാണ്? man is color blind, marries a woman who is homozygous, mother normal ആണ്. ഓക്കെ, അപ്പൊ probability of the son being color blind, son color blind ആവാനുള്ള സാധ്യത നോക്ക്. Y ആണ് അച്ഛൻ എപ്പോഴും കൊടുക്കുക, അമ്മ ഈ രണ്ട് എക്സിൽ ഏതെങ്കിലും കൊടുക്കും അല്ലെ. അപ്പൊ അമ്മ ഏത് എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും, ഞാൻ ഒരുമിച്ച് ക്രോസ് ചെയ്തു എന്നേ ഉള്ളൂ, അമ്മ ഏത് കൊടുത്തിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് എന്താണ്, കുട്ടിക്ക് അസുഖം വരുന്നില്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വെരി ഗുഡ്. അന്ന, മുഹമ്മദ്, നിദാൻ, ബ്രില്ലി, കൃഷ്ണ, അഫ്ന, എല്ലാവരും അടിപൊളി ട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, match the following. Match column 1 with column 2. Match the following വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ആദ്യം എവിടേക്കാ പോവുക? ഓപ്ഷനിലേക്കാണ് പോവുക. സോ ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഏത് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല. ഇത് മാച്ച് ചെയ്തിട്ട് കാര്യമില്ല, ഇത് മാച്ച് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഇവിടെ എന്താണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, 1 2 3 4 1 2 3 4. സിഒ ഡിഒ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. സിഒ ഡിഒ കണ്ടുപിടിക്കുമ്പോൾ സിഒ ഡിഒ മാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ട്രൈസോമി ആൻഡ് മോണോസോമി മാച്ച് ചെയ്യുക. ട്രൈസോമി എന്താണ്? 2n+1 ആൻഡ് മോണോസോമി 2n-1 അല്ലെ. അപ്പം C2 ആൻഡ് D4 മാച്ച് ചെയ്യുക. C2 ഞാൻ ഇങ്ങനെയാണല്ലേ നോക്കിയേ. ഓക്കെ, ഇങ്ങനെയായിരുന്നില്ല കേട്ടോ നോക്കണ്ടേ, ഇങ്ങനെയാണല്ലേ നോക്കേണ്ടത്. അല്ല, ഇങ്ങനെ തന്നെയാണ്. അപ്പം C2 ആൻഡ് D4, C2 and D4 വരുന്നത് അങ്ങനെ തന്നെയാണ്, C2 D4. അപ്പം C2 ആൻഡ് D4 ആൻസർ വരുന്ന ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. റൈറ്റ്, വേറെ എവിടെയും C2 D4 ഒരുമിച്ച് വരുന്നില്ല. സോ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യമേ, nucleotide contains. Okay, very good, very good. Anna, user, Meethu, Afna, Nidan, Brilli, very good. Appo makkale adutha chodyam, a nucleotide contains. Krishna, nucleotide inde ullil endokke undu? Hexose sugar, nitrogenous base phosphate group, pentose sugar, nitrogenous base phosphate group, hexose, nitrogenous sulfate, pentose, nitrogenous base sulfate. Oh my god.
ഓക്കെ, വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നോക്കിയിട്ട് കാര്യമില്ല അല്ലെ, ഇത് എല്ലായിടത്തും സെയിം ആണ്, നൈട്രജനസ് ബേസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പെൻഡോസ് ഷുഗർ ആണോ, ഹെക്സോ ഷുഗർ ആണോ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണോ, സൾഫേറ്റ് ഗ്രൂപ്പ് ആണോ? ഡയറക്റ്റ് ആണ്, നമുക്കറിയാം പെൻഡോസ് ഗ്രൂപ്പ് ആണ് എന്ന് മനസ്സിലായി. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഫോസ്ഫേറ്റ് ആണോ സൾഫേറ്റ് ആണോ? ഇറ്റ്സ് ഫോസ്ഫേറ്റ്, റൈറ്റ്. ഓപ്ഷൻ ബി. ഗുഡ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഫ്രീ എൻഡ്സ് ഓഫ് ഗിവൻ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, ഇത് കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഫ്രീ എൻഡ് എന്താണെന്ന് ചോദിച്ചിട്ട് ഫ്രീ എൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 1ഉം 2 ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. 1ഉം 2 ഐഡന്റിഫൈ ചെയ്യാം. 3' ഫോസ്ഫേറ്റ്, 5' ഫോസ്ഫേറ്റ്, 5' ഹൈഡ്രോക്സിൽ, 3' ഹൈഡ്രോക്സിൽ. ഇപ്പുറത്തും അത് തന്നെ. പ്രോപ്പർലി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തോളുക. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇത് 5th കാർബൺ ആണ് അല്ലെ പുറത്തേക്ക് നിൽക്കുന്നത്. ഇവിടെ ആണെങ്കിൽ 3rd കാർബണിന്റെ മുകളിലാണ് OH, 5th കാർബണിന്റെ മുകളിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നിൽക്കുക, റൈറ്റ്. അപ്പൊ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ദിസ് ഇസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 5' ഫോസ്ഫേറ്റും, 3rd വൺ എന്ന് പറയുന്നത് 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ. ആരും ആൻസർ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ആൻസർ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് പോയിട്ട് ആൻസർ ചെയ്തേ. കൺഫ്യൂഷൻ ഉണ്ടോ? എനി കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൺഫ്യൂഷൻ ഉള്ള ഏതെങ്കിലും ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് പറയണം. കൃഷ്ണ, വൈറ്റ് ഇസ് ബി. അഫ്ന, നിദാൻ സി പറഞ്ഞു. 2 പേര്, മുഹമ്മദ്, ഒരുപാട് പേര് ബി പറയുന്നുണ്ട്. എന്താണ് ബി പറയാനുള്ള കാര്യം? കണ്ണ് കാണൂലേ? ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ ഇത് ഫോസ്ഫേറ്റ് അല്ലേ? പിന്നെ ഇങ്ങനെ അവിടെ പോയിട്ട് ഹൈഡ്രോക്സിൽ എന്ന് പറയാ. ഇവിടെ നോക്കി, ഇവിടെയാണ് OH പറഞ്ഞിരിക്കുന്നത്. ഇതല്ലേ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. 3' 5' മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. അല്ലാതെ കണ്ണ് തുറന്ന് നോക്കി ഇതിന്റെ ആൻസർ കിട്ടും. നോക്ക്, ഇതാണ് 5ാമത്തെ കാർബൺ അല്ലെ പുറത്തേക്ക് നിൽക്കുന്നത്. നമ്മള് നമ്പർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? 5ാമത്തെ കാർബൺ ആണ് ഈ പുറത്തേക്ക് നിൽക്കുന്നത്, ശരിയല്ലേ? 5ാമത്തെ കാർബൺ ആണ് പുറത്തേക്ക് നിൽക്കുന്നത്. ഇത് ഫസ്റ്റ് വൺ. 1ലേക്കാണ് നൈട്രജനസ് ബേസ് പിടിക്കുന്നത്. 2, 3, 4, 5 പുറത്തേക്ക് നിൽക്കുന്ന 5ാമത്തെ കാർബൺ, അതിലാണ് ഫോസ്ഫേറ്റ് ഇരിക്കുന്നത്. ഇത് പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെയാണെങ്കിലോ സെയിം രീതിയിൽ തന്നെ നൈട്രജനസ് ബേസ് പിടിക്കുന്ന 1ാമത്തെ ആള്, 2, 3, 3' 4, 5ാമത്തെ 5 പുറത്തേക്ക് ഉള്ളത് കാണിച്ചിട്ടില്ല. പുറത്തേക്കുള്ളതിലാണ് ഫോസ്ഫേറ്റ് പിടിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഈ 3' അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ ഫോസ്ഫേറ്റ് വന്ന് ജോയിൻ ചെയ്യുന്നത് അല്ലെ. 3' 5' ബോണ്ടാണ് ഇവിടെ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത് അല്ലെ, റൈറ്റ്. അതായത് പോളിമറൈസേഷൻ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ നടക്കും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? 5ാമത്തേന്ന് 3ാമത്തേലേക്ക് 5' 3' പൊസിഷനിലേക്ക് ഇങ്ങനെ നടക്കും. ഇവിടുന്നാണ് പുതിയത് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ടെംപ്ലേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ 3, ഇവിടെ 5, ഈ രീതിയിലായിരിക്കും ടെംപ്ലേറ്റ്. 3' 5' പോളിമറൈസേഷൻ 5' 3' ഡയറക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ബി പറഞ്ഞത്. ഓക്കെ, ആയിക്കോട്ടെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഈ കോൺസെപ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എൻഷുർ ചെയ്യാട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ബേസ് പെയറിംഗ് ഇൻ DNA? ഓക്കെ, അഡിനിൻ ഫോംസ് 2 ഹൈഡ്രജൻ ബോണ്ട് 3 ഹൈഡ്രജൻ ബോണ്ട്. കൺഫേം ചെയ്യാം. ഗ്വാനിനും ആയിട്ടാണോ തൈമിനും ആയിട്ടാണോ എന്നത് കൺഫേം ചെയ്യാം. ഓക്കെ, റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചോളൂ. ഞാൻ ഇവിടെ ഉണ്ട്. ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യൂ. കുറച്ച് വെള്ളം കുടിച്ചതാ. ഓക്കെ, ആൻസർ ചെയ്തോ? സി, അഡിനിൻ 2 ഹൈഡ്രജൻ ബോണ്ട് തൈമിനുമായിട്ട്. ഓക്കെ, ഗ്വാനിൻ 3 ഹൈഡ്രജൻ ബോണ്ട് സൈറ്റോസിനുമായിട്ട്. അടുത്ത ചോദ്യം, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ.
In E. coli, DNA is scattered throughout the cell. Okay. E. coli il നോക്കുകയാണെങ്കിൽ DNA ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു. In E. coli, there is no defined nucleus. E. coliക്ക് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. എങ്ങനെ ആൻസർ ചെയ്യും? ഫൈൻഡ് ഔട്ട്. അസേർഷനും റീസണും കറക്റ്റ് ആണോ എന്ന് ആദ്യം നോക്കുക. കറക്റ്റ് ആണെങ്കിൽ റീസൺ അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണോ എന്നതും നോക്കുക. ഫൈൻഡ് ഇറ്റ് സൂൺ. പെട്ടെന്ന് ടൈമില്ലേ? ടൈം മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ബി. ആരാ ഫസ്റ്റ് പറഞ്ഞത്? മുഹമ്മദ് ബി പറഞ്ഞിരിക്കുന്നു. ബി ഓർ എ. അതെന്താ മുഹമ്മദ് അങ്ങനെ ബി ഓർ എ? രണ്ട് ആൻസർ ഉണ്ടോ? അസേർഷൻ റീസൺ ബിയും എയും കറക്റ്റ് ആണോ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ റീസൺ അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണോ എന്നത് കൺക്ലൂഡ് ചെയ്ത് കൂട്ടി വായിക്കാൻ അറിയില്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നോക്ക്. ഇനി ഈക്വലി DNA സ്കാറ്റർഡ് ത്രൂ ഔട്ട് ദ സെൽ. കറക്റ്റ് ആണ്. ഈ രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം ഇനി ഈക്വലി there is no defined nucleus. ഇനിയിപ്പോ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് മാത്രം മനസ്സിലായി. റീസൺ അസേർഷൻ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? റീസൺ ഒന്ന് വായിക്കുക. ഇൻ ഈക്വലി there is no defined nucleus എന്നിട്ട് അതുകൊണ്ട് എന്നൊരു വേർഡ് ഒന്ന് ഉപയോഗിച്ച് അടുത്ത് വായിച്ചുകൊണ്ട് നോക്കുക. ഈക്വലി there is no defined nucleus. പ്രോപ്പർ ആയിട്ട് ന്യൂക്ലിയസ് ഇല്ല. അതുകൊണ്ട് DNA scattered throughout this. ശരിയല്ലേ? ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുവോ? ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ടാണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. യെസ്, കൺഫ്യൂഷൻ ഇല്ലാലോ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. ഇൻ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റില് ആസ്ട്രീൻ ട്രാൻസ്ഫോം ടു എസ്ട്രീൻ ആൻഡ് ബിക്കേം വിറുലന്റ്. ഓക്കെയാണ്. ആസ്ട്രീൻ എസ്ട്രീൻ ആയി മാറി, ലോസ്റ്റ് വിറുലൻസ്. എസ് ആറായി മാറി, വിറുലന്റ് ആയി മാറി. എസ് ആസ്ട്രീൻ ആയി മാറി, വിറുലൻസ് ലോസ് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ആറ് വിറുലൻസ് ഇല്ലാത്ത ആളാണ്, എസ് ആണ് വിറുലൻസ് ഉള്ള ആള്. ഓക്കെ, പക്ഷേ എന്താണ് രണ്ടുപേരെ നമ്മളുടെ എസിനെ, വിറുലൻസ് ഉള്ള എസിനെ ഹീറ്റ് കിൽ ചെയ്ത് ആറിന്റെ കൂടെ കൂട്ടിയപ്പോ എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ സംഭവിച്ചത്? ആരാണ് ട്രാൻസ്ഫോം ചെയ്തത്? എസ് അല്ലേ ട്രാൻസ്ഫോം ചെയ്തത്? ആറിനാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്. സോ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ആസ്ട്രെയിൻ ട്രാൻസ്ഫോംഡ് ഇൻടു എസ്ട്രെയിൻ. ഓക്കെ, ഇവിടെ വരെ രണ്ടും കറക്റ്റ് ആണ്. ആൻഡ് ബിക്കേം വിറുലന്റ്. റൈറ്റ്, അവർക്ക് വിറുലൻസ് ഇല്ലായിരുന്നു, പക്ഷെ എസ് ആയി മാറിയപ്പോഴത്തേക്കും എസിന്റെ വിറുലൻസ് അവർക്ക് കിട്ടി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം ബേസ്ഡ് ഓൺ മീസൽസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ്. സെമി കൺസർവേറ്റീവ് മെക്കാനിസം ആണ് അവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഐഡന്റിഫൈ ദ കറക്റ്റ് ലേബൽ. ഇവിടെ ഇതാണ് 1 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് രണ്ടുമാണ് 2 എന്ന് പറയുന്നത്, ഇത് മാത്രമാണ് ഇത്. ഓക്കെ, ഇത് മാത്രമാണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് വൺ A1, ഇത് രണ്ടും B ആൻഡ് ഇതാണ് തേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനൊന്ന് മാച്ച് ചെയ്യാം, ഒന്ന് മാച്ച് ചെയ്യാം. ഇതിലും ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ആൻസർ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. നമുക്ക് കോൺസെപ്റ്റ് വെച്ച് കണ്ടുപിടിക്കാം. തീരെ അറിയില്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇത് രണ്ടും ലൈറ്റ് ആണല്ലേ, രണ്ടും ഒരേപോലെ ഇരിക്കുന്നത് അല്ലെ. ആ ഒരു ലൈറ്റ് സ്ട്രെയിൻ തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലെ, ഇതെന്താണ്? N14 ആണ്. ഓക്കെ, നമ്മളുടെ ഗ്രീൻ എന്ന് പറയുന്ന N14 ആണ്, റെഡ് ആണ് N15 ഹെവി വന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഹൈബ്രിഡ്. സോ ദീസ് 2 ആർ ലൈറ്റ് ആൻഡ് ഇതെന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ്. റൈറ്റ്, അപ്പൊ 1 എന്ന് പറയുന്ന ലൈറ്റ്, 2 എന്ന് പറയുന്ന ഹൈബ്രിഡ് ആൻഡ് 3 എന്ന് പറയുന്ന ലൈറ്റ് ആണ് എന്ന് നമുക്കറിയാം. സോ ലൈറ്റ്, ഹൈബ്രിഡ് ആൻഡ് ലൈറ്റ് വരുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നോക്കൂ. ഒരു ഓപ്ഷൻ നമുക്ക് തീരെ അറിയില്ല,
അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നോക്ക്, ഇവിടെ 3 ഓപ്ഷനിൽ ഹൈബ്രിഡാ പറയുന്നത്, വെറും ഒരെണ്ണത്തിൽ മാത്രമാണ് ഹെവി എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പൊ ഓഡ് വൺ ആയിട്ടിരിക്കുന്നത് ആൻസർ ആകാനുള്ള സാധ്യത കുറവാണ്. എന്നുവെച്ചാൽ മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആകാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ഈ 3 എണ്ണമാണ് ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റിംഗ്. എന്ന് വെച്ചാൽ 2 ഹൈബ്രിഡ് വരുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. സോ ഈ ഓപ്ഷൻ ആൻസർ ആകാനുള്ള സാധ്യത കുറവാണ്. എല്ലാത്തിലും വർക്കാവില്ല. ഗസ് വർക്ക് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ ഒരു കളിയാണ് അല്ലെ. സോ ഇത് നമുക്ക് ശരിയാകാനുള്ള, ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോ അടുത്തതിലേക്ക് നോക്കൂ. യെസ്, അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ, ഒന്ന് നിങ്ങൾക്ക് ലൈറ്റ് ഹെവി എന്തെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. അടുത്ത ചോദ്യം വാട്ട് ഇസ് കോഡിംഗ് സ്റ്റാൻഡ് ഓഫ് ഗിവൻ ടെംപ്ലേറ്റ്? ഈ തന്നിരിക്കുന്ന ടെംപ്ലേറ്റിന്റെ കോഡിംഗ് സ്റ്റാൻഡ്, ഇത് ടെംപ്ലേറ്റ് ആണ്. 3-5- ഡയറക്ഷൻ കാണാം. കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും 5-3- ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, കോഡിംഗ് സ്റ്റാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്? DNA തന്നെയാണ് അല്ലെ. ഓക്കെ, DNA തന്നെയാണ്. നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ സ്ട്രക്ചറൽ ജീനിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അവിടെ യുറാസിലായിരിക്കില്ല, തൈമിനായിരിക്കും ഉണ്ടായിരിക്കുക എന്നത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, യെസ്. അപ്പം യുറാസിലായിരിക്കില്ല എന്ന് അറിയുമ്പോഴത്തേക്കും ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ഇനിയിപ്പോ എന്താ? ഇതിന്റെ ഓപ്പോസിറ്റ് സീക്വൻസ് ആയിരിക്കും TCGTA-CGT. അതെവിടെയാ വരുന്നത്? യെസ്, TCG-TAC. അപ്പൊ ഇത് തെറ്റ്, ഇത് ശരി. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. ഇതല്ലേ നിങ്ങൾ സി പറഞ്ഞേ? നിങ്ങൾ ഇത്തിരി സ്ലോ ആണല്ലോ. യെസ്, നിഡാൻ കറക്റ്റ്. ഒമാൻ കൃഷ്ണ പഴയ ആൻസർ ആണോ അല്ലെങ്കിൽ ഇതാണോ? ഡി പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും തെറ്റാണ്. ബ്രില്ലി അന്ന. ഓക്കെ, ലൂസർ മീതു. റൈറ്റ്, കുഴപ്പമില്ല, തെറ്റിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇനിയുള്ള ബാക്കി 4 ദിവസം എന്ന് പറയുന്നത്. ഇവിടെ തെറ്റിക്കുമ്പം എന്തുകൊണ്ട് തെറ്റി എന്നത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഇനി ഞായറാഴ്ച പോയിട്ട് തെറ്റിക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇവിടെ തെറ്റിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല, തെറ്റിക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്തുകൊണ്ട് തെറ്റിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അതിൽ ജസ്റ്റ് ഓക്കെ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ട് അത് തെറ്റി, അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. അങ്ങനെ കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം, ഞാൻ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും, നോ ഇഷ്യൂസ്. അടുത്തത്, ട്രാൻസ്ലേഷൻ ഓഫ് RNA വുഡ് ബി പ്രിവെന്റഡ് ഇഫ്. നോക്ക്, RNAയുടെ ട്രാൻസ്ലേഷൻ നമ്മുടെ mRNA ആണ് 5-3-. ഓക്കെ, അപ്പം ഇതിന്റെ ട്രാൻസ്ലേഷൻ വുഡ് ബി പ്രിവെന്റഡ് ഇഫ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ എപ്പോഴാ പ്രിവെന്റ് ചെയ്യപ്പെടാ? RNA സിംഗിൾ സ്റ്റാൻഡേർഡ്. ഇത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയാൽ, RNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയാൽ, RNA is produced by both strand of DNA. DNAയുടെ 2 സ്റ്റാൻഡുകൾ, ഈ DNA ആണ് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന RNA മാറിയത് അല്ലേ. അപ്പൊ ഈ 2 സ്റ്റാൻഡുകളും ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ both B and C. ഞാൻ മുൻപേ പറഞ്ഞിരുന്നു, all of the above, B and C അല്ലെങ്കിൽ A and B, അങ്ങനെ 2 ഓപ്ഷൻ ആൻസർ ആയി വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം കൺസിഡറേഷൻ കൊടുക്കണം. മോസ്റ്റ് കേസിലും അത് ആൻസർ ആകാനുള്ള ചാൻസ് ഉണ്ട്, ആൻസർ ആകാതിരിക്കാനുള്ള ചെറിയ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതൽ കേസിലും ആൻസർ ആകാനുള്ള സാധ്യതയാണുള്ളത്. ഓക്കെ, അറിയാമെങ്കിൽ ആ പണി പോയി ചെയ്യരുത്. ഗസ് വർക്ക് നടത്തുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യനിലും പോയിട്ട് ഗസ് വർക്ക് നടത്തരുത് കേട്ടോ. ആദ്യം ഒരുപാട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം വളരെ ചുരുങ്ങിയ ഒരു 10-20 ക്വസ്റ്റ്യനിൽ മാത്രമേ ഗസ് വർക്ക് നടത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫുൾ നെഗറ്റീവ് ആയി പോകും. യെസ്, അതന്നെ. അതായത് RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് നമ്മുടെ mRNA. പക്ഷെ RNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്താണ്, ഇതിന്റെ ഇടയിൽ കൂടെ എൻസൈംസിന് നീങ്ങാൻ പറ്റില്ല. ഇനിയിപ്പം നമ്മുടെ DNA-യുടെ 2 സ്റ്റാൻഡുകളും RNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ഡ്യൂപ്ലെക്സ് ഫോം ചെയ്യും, ഡബിൾ സ്റ്റാൻഡേർഡ് ഡ്യൂപ്ലെക്സ് ഫോം ചെയ്യും. എഗൈൻ അവിടെ ട്രാൻസ്ലേഷൻ ബുദ്ധിമുട്ടിലാവും. സോ ഇത് രണ്ടും കറക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ബോത്ത് B and C is the right answer. ഓപ്ഷൻ ഡി. ക്ലിയർ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, സിസ്ട്രോൺ ഈസ്. എന്താണ് സിസ്ട്രോൺ? സെഗ്മെന്റ് ഓഫ് DNA
coding for a polypeptide, segment of RNA coding for a polypeptide, segment of DNA that are non-coding sequence, segment of RNA that have not any coding sequence. അപ്പോൾ എന്താണ് സിസ്ട്രോൺ? സെഗ്മെന്റ് ഓഫ് DNA ആണോ RNA ആണോ എന്ന് ആദ്യം മനസ്സിലാക്കുക. കോഡിംഗ് സീക്വൻസ് ഉള്ളവരാണോ നോൺ കോഡിംഗ് സീക്വൻസ് ഉള്ളവരാണോ പോളിപെപ്റ്റൈഡ് ആണോ എന്നതൊക്കെ പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്നവരാണോ എന്നതൊക്കെ മനസ്സിലാക്കുക. കോഡ് ചെയ്യാത്തവരാണോ കോഡ് ചെയ്യുന്നവരാണോ? ഡിയും എയുവോ? പഴയതിന്റെ ആയിരിക്കൂലേ ഡി തന്നിരിക്കുന്നത്. അവന്തിക ആൻഡ് അണ്ണ. നിദാൻ എ പറയുന്നു. സെഗ്മെന്റ് ഓഫ് DNA കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ്. യെസ്, സെഗ്മെന്റ് ഓഫ് DNA ആണോ RNA ആണോ സിസ്ട്രോൺ എന്ന് ചോദിച്ചാൽ RNA അല്ല, DNAയുടെ സെഗ്മെന്റിനാണ് നമ്മൾ പറയുന്നത്. കോഡ് ചെയ്യുന്നുണ്ടോ കോഡ് ചെയ്യുന്നില്ലോ? ഉറപ്പായിട്ടും പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന DNA-യുടെ സെഗ്മെന്റിനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഒരു സംശയവും വേണ്ട അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. 4 സ്റ്റേറ്റ്മെന്റ്സ്. എ ആൻഡ് ബി ഇവിടെ ഉണ്ട് കേട്ടോ. മിക്ക കേസിലും എ ആൻഡ് ബി ആകാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ചില കേസിൽ ആകാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, നോക്കിക്കോ. ചൂസ് ദി കറക്റ്റ് സീക്വൻസ്. നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഏതെങ്കിലും ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റിംഗ് കൊണ്ട് ആൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് മോണോസിസ്റ്റോണിക് 2 തവണ വരുന്നുണ്ട്. സോ അത് ആൻസർ ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷനും ഗസ് വർക്ക് നടത്തുമ്പോൾ സാധ്യത കൂടുതലാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു പ്രോപ്പർ അനാലിസിസ് നടത്തണം. എന്താണെങ്കിലും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. Monocystronic eukaryotic structural gene have interrupted coding sequence. Polycystronic prokaryotic structural gene have interrupted coding sequence. Monocystronic prokaryotic structural gene have interrupted coding sequence. അതായത് ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ പറയുന്നത്, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? എന്ന് വെച്ചാൽ മോണോസിസ്റ്റോണിക് യൂക്യാരിയോട്സ് ആണോ മോണോസിസ്റ്റോണിക് പ്രോക്യാരിയോട്സ് ആണോ, അവിടെ ഇന്ററപ്റ്റഡ് ആണോ അൺഇൻറ്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് ഇന്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഇതിൽ ഏതോ ഒരെണ്ണം മാത്രമേ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. സെയിം സ്റ്റേറ്റ്മെന്റ് മോണോസിസ്റ്റോൺ യൂക്യാരിയോട്സിലാണോ പ്രോക്യാരിയോട്സിലാണോ, അവിടെ ഇന്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസ് ആണോ അല്ലയോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ എ ആൻഡ് ബി എന്ന് പറയാൻ സാധ്യത കുറവാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എവിടെ ചോദിക്കുന്നു. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ഒരേപോലത്തെ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകാനുള്ള സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എ ആൻഡ് ബി വന്നാലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലാണ് എ ആൻഡ് ബി ഒഴിവാകുന്നത്. കാര്യം മനസ്സിലായോ? സ്മാർട്ട് വർക്ക്, ഇന്റലിജന്റ് ആയിട്ട് ആലോചിക്കൂ. ഓക്കെ, ബ്ലൈൻഡ് ആയിട്ട് ഒന്നും നോക്കാണ്ട് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് മോണോസിസ്റ്റോണിക് യൂക്യാരിയോട്ട്, പോളിസിസ്റ്റോണിക് പ്രോക്യാരിയോട്ട്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്ന എന്താണെങ്കിലും മോണോസിസ്റ്റോണിക് ആണ്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് മോണോസിസ്റ്റോണിക് യൂക്യാരിയോട്ട് ആണോ മോണോസിസ്റ്റോണിക് പ്രോക്യാരിയോട്ട് ആണോ പോളിസിസ്റ്റോണിക് പ്രോക്യാരിയോട്ട് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ നമുക്കറിയാം പോളിസിസ്റ്റോണിക് ആണ് പ്രോക്യാരിയോട്ട്, മോണോസിസ്റ്റോണിക് യൂക്യാരിയോട്ട് ആണ്. ഇതിന് വേണ്ടി ഒരു കോഡ് ഓർത്ത് വെച്ച് പഠിച്ചോളൂ, PP ആണ്. കാരണം പ്രോക്യാരിയോട്ട് ഫോർ പോളിസിസ്റ്റോൺ. ഓക്കെ, അപ്പം ഇതാണ് കറക്റ്റ്. അതേപോലെ മോണോസിസ്റ്റോൺ എന്ന് പറയുന്നത് യൂക്യാരിയോട്ട് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എലിമിനേറ്റ് ചെയ്യാം. ഇതിൽ 2 ഏതോ ഒന്നാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇവിടെ ആരിലാണ് ഇന്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസ് ഉള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പൊ യൂക്യാരിയോട്സിലാണ് ഇന്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസ് ഉള്ളത്, എക്സോണും ഇൻട്രോണും ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇവിടെ എന്തിനാണ് മക്കളെ നിങ്ങൾ കുറെ പേര് പോയിട്ട് സി തന്നിരിക്കുന്നത്? സി എങ്ങനെയാ കറക്റ്റ് ആവുക? മോണോസിസ്റ്റോണിക് പ്രോക്യാരിയോട്സ്, പ്രോക്യാരിയോട്സിന് ഒരുപാട് സിസ്ട്രോൺ ഇല്ലേ, പോളിസിസ്റ്റോണിക് അല്ലേ? നിങ്ങൾക്ക് ലാക്കോപ്രോണിന്റെ കാര്യം അറിയില്ലേ? ലാക് ZYA എത്രയെണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. പ്രോക്യാരിയോട്സിലാണ് പോളിസിസ്റ്റോണിക് വരുന്നത്, യൂക്യാരിയോട്സിലാണ് മോണോസിസ്റ്റോണിക് വരുന്നത്. ഇത് തെറ്റിപ്പോകരുത്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. PP പ്രോക്യാരിയോട്ട്, പോളി PP. ഓക്കെ, അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും മോണോസിസ്റ്റോണിക് യൂക്യാരിയോട്ടിലാണ് എന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ മോണോസിസ്റ്റോണിക് യൂക്യാരിയോട്സിലാണ് ഇന്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസ് ഉള്ളത്. കാരണം എക്സോൺ ഇൻട്രോൺ ഒക്കെ നമുക്ക് എവിടെയും കാണാൻ പറ്റുക? യൂക്യാരിയോട്ടിലാണ് കാണാൻ പറ്റുക, അത് പ്രോക്യാരിയോട്ടിൽ കാണാൻ പറ്റില്ല. അപ്പൊ ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് 18S rRNA is done by dash in eukaryote. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ റിവൈസ് ചെയ്യേണ്ടത്. RNA പോളിമറൈസ് അവര് സിന്തസൈസ് ചെയ്യുന്ന RNAs ഏതൊക്കെയാണ്?
tRNAs ഏതൊക്കെ അല്ല, അതായത് tRNA rRNA അതായത് ടൈപ്സ് ഓഫ് RNA ഏത് ഏത് പോളിമറൈസ് ആണ്, ഏത് RNA പോളിമറൈസ് ആണ് സിന്തസൈസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കറക്റ്റ് മെമ്മറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ഏതോ ഒരാൾ മാത്രം 18S RRNA സിന്തസൈസ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ പോയിട്ട് ഓൾ ഓഫ് ദീസ് കൊടുക്കാൻ പാടില്ല. ഓൾ ഓഫ് ദീസ് ഉണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പോയിട്ട് ഓൾ ഓഫ് ദീസ് കൊടുക്കാൻ പറ്റില്ല. ഇത് കറക്റ്റ് ഇത് ആരാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, യെസ്, പോളിമറേസ് 1 ആണ് srRNA സിന്തസൈസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ചോദ്യത്തിൽ ഗസ് വർക്ക് നടത്താനും പറ്റത്തില്ല. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, in sickle cell anemia resultant effect of mutation is change of amino acid residue. ഏതായി മാറുന്നതാണ് സിക്കിൾ സെൽ അനീമിയ? ഐഡന്റിഫൈ ചെയ്തോളൂ. സിക്കിൾ സെൽ അനീമിയ എന്തായി മാറുന്നു? യെസ്, ഡയറക്റ്റ് ഗ്ലൂട്ടാമിക് ആസിഡ് വാലിൻ ആയിട്ട് മാറുന്നു. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ജീവി ഗോവിന്ദ് എന്നെങ്ങാനും പഠിക്കുക. അതായത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് വാലിൻ ആയിട്ട് മാറുന്നത്. തലതിരിഞ്ഞു പോകരുത്, VG എന്നൊന്നും പഠിക്കരുത്, ജീവിയാണ് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം, ജോർജ് ഗാമോ ആർഗ്യൂഡ്. ഇതിൽ ജോർജ് ഗാമോ എന്താണ് പറഞ്ഞത്? ജോർജ് ഗാമോ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. അപ്പൊ ഇതിലും 2 സ്റ്റേറ്റ്മെന്റ്, ജോർജ് ഗാമോ 2 കാര്യം പറഞ്ഞു എന്ന് പോയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ജോർജ് ഗാമോ ആർഗ്യൂഡ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എടുത്തതും. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലും ഇങ്ങനത്തെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലാണ് ഗസ് വർക്ക് നടത്താൻ പറ്റുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ജോർജ് ഗാമോ, there are only 5 bases and if they code for 20 amino acids and the code should constitute a combination of bases. There are only 4 bases code for 20 amino acids, code should constitute a combination of bases. Genetic code is triplet B and C. ഏത് ആൻസർ വരും? വിച്ച് വൺ? സിയും ഡിയും വരുന്നുണ്ടോ? ജോർജ് ഗാമോ സിയും ഡിയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത് ബ്രില്ലി. ജോർജ് ഗാമോ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ നമുക്കറിയാം. കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോർജ് ഗാമോ ഒറ്റ കാര്യം പറഞ്ഞതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ 2 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ബി ആൻഡ് സി പോയി കൊടുക്കരുത്, ഗസ് വർക്ക് നടത്തരുത്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ഗസ് വർക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതൊന്ന് നിങ്ങൾ സ്വയം ഒരു പാറ്റേൺ മനസ്സിലാക്കി എടുക്കണം. ക്ലിയർ? യെസ്. അപ്പം ജോർജ് ഗാമോ 2 കാര്യം പറഞ്ഞോ? ഇല്ല, ജോർജ് ഗാമോ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. There are only 4 bases. ഇതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, tRNA was also called. ഓക്കെ, ഈ ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗസ് വർക്ക് നടത്താൻ പറ്റില്ല. കാരണം അത് കറക്റ്റ് ആയിട്ട് അറിയണം. സോലിബിൾ, സിംഗിൾ, സ്മാർട്ട്, സിമ്പിൾ, ഇത് നമുക്ക് എന്ത് ഗസ് വർക്ക് നടത്താനാ? ഇത് കൃത്യമായിട്ട് അറിയത്തില്ല, അത് ഗസ് വർക്ക് നടത്താൻ പറ്റില്ല. സോ ഇതിനൊറ്റ ആൻസറേ ഉള്ളൂ, tRNA was also called. വേഗം ആൻസർ ചെയ്യൂ. tRNA was also called. യെസ്, tRNAയുടെ ആദ്യത്തെ പേര് അല്ലെങ്കിൽ tRNA is also known as soluble RNA, sRNA. അടുത്ത ചോദ്യം, for initiation of translation. മിസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി അല്ലേ? ഇതാണോ? യെസ്, ബി ആണ്. ബി ആണല്ലോ നിധാൻ, ബി ആണ് ട്ടോ. അടുത്ത ചോദ്യം, യെസ്, ബി ആണ്. ഇതാണോ നിങ്ങൾ ബി പറയുന്നത്? സിംഗിൾ RNA എന്നോ? അല്ല, സോലിബിൾ RNA. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, for initiation of translation only tRNA carries initiator amino acid to the site, specific rRNA carries initiator amino acid to the site.
Any rRNA carries initiator amino acid to the site. Specific tRNA carries initiator amino acid to the site. Okay. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? 1:30 ആവുമ്പം ഫുഡ് ബ്രേക്ക് തരാം കേട്ടോ. 1:30 ആവുമ്പം ബ്രേക്ക് തരാം. ഓക്കെ. യെസ്, ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. ഇതിന്റെ ആൻസർ ഫോർ ഇനീഷ്യേഷൻ ഓഫ് TR translation, only tRNA carries initiator amino acid to the site. Specific rRNA carries initiator amino acid to the site. അത് നമുക്ക് ഇപ്പോഴേ തെറ്റിടാം, കാരണം rRNA അല്ല tRNA ആണ് ഓരോ അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നത്. എനി rRNA carries initiator amino acid, ഏതെങ്കിലും rRNA കൊണ്ടുവന്നാൽ മതിയോ? പോരാ. സ്പെസിഫിക് tRNA carries initiator amino acid to the site. ഓക്കെ. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മോർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? only tRNA carries initiator amino acid to the site. ഓക്കെ, tRNA മാത്രമേ കൊണ്ടുവരുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? സ്പെസിഫിക് tRNA ആണ് ഇനീഷ്യേറ്റർ അമിനോ ആസിഡിനെ ആ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഓപ്ഷൻ ഡി. തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ള ചോദ്യമാണ്, കാരണം only tRNA. ശരിയാണല്ലോ, ഇനീഷ്യേറ്റർ അമിനോ ആസിഡിനെ tRNA മാത്രമല്ലേ കൊണ്ടുവരുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. മിക്കവാറും ഇതൊക്കെ കോൺട്രവേഴ്സി ഒക്കെ നടന്നിരിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പൊ എന്താണെങ്കിലും സ്പെസിഫിക് tRNA, അതാണ് നമ്മുടെ NCERT ആസ് സച്ച് സെന്റൻസ്. സ്പെസിഫിക് ആയിട്ടുള്ള tRNA ആണ് ഇനീഷ്യേറ്റർ അമിനോ ആസിഡിനെ കൊണ്ടുവരുള്ളൂ. ഈ tRNA എന്ന് പറയുമ്പോൾ ഏത് tRNAക്കും കൊണ്ടുവരാൻ പറ്റില്ലേ എന്നൊരു അർത്ഥമുണ്ട്? ഇല്ല. ഓക്കെ, സ്പെസിഫിക് tRNA ആണ് കേട്ടോ. ഓക്കെ പോൾ. ഓക്കെ, ശരി, ബൈ. അല്ല, ബൈ പറയില്ല, ഇപ്പൊ വരാന്നല്ലേ പറഞ്ഞ, പെട്ടെന്ന് വരണം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സൈൻ ആസ് ബിഗിനിങ് ഓഫ് ട്രാൻസ്ലേഷൻ? ഇതിൽ എന്താണ് ട്രാൻസ്ലേഷൻ ഇപ്പൊ ബിഗിൻ ചെയ്യും എന്നതിന്റെ സിമ്പിൾ അടയാളം? When the large subunit of protein factory of cell encounters an mRNA, when the small subunit of protein factory of cell encounters an mRNA, when the small subunit of protein factory of cell encounters a tRNA, and the large subunit of protein factory of the cell encounters a tRNA. Yes, attend ചെയ്തോളൂ. Please attend this question. വേഗം ചെയ്യൂ. ബിഗിനിങ് ഓഫ് ട്രാൻസ്ലേഷൻ. tRNAയുടെ മുകളിലാണോ mRNAയുടെ മുകളിലാണോ ട്രാൻസ്ലേഷൻ നടക്കുന്നത്? mRNAയുടെ മുകളിലാണ്. സോ tRNAനെ റൈബോസോം പോയിട്ട് എൻകൗണ്ടർ ചെയ്തിട്ട് കാര്യമില്ല. tRNA പിന്നീട് വരികയാണ് ചെയ്യുക. റൈബോസോം ഒരിക്കലും tRNAനെ എൻകൗണ്ടർ ചെയ്ത് അവർ ഒരുമിച്ചല്ല mRNAക്ക് വരുന്നത്. എൻകൗണ്ടർ നടക്കുന്നത് റൈബോസോമിന്റെ എൻകൗണ്ടർ നമ്മളുടെ mRNAയിലേക്കാണല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ലാർജ് സബ് യൂണിറ്റ് ആണോ സ്മോൾ സബ് യൂണിറ്റ് ആണോ ജോയിൻ ചെയ്യുന്നത്? ഇന്ന് എത്ര മണി വരെയാ ലൈവ് എന്നാ? ഒരു 6 മണി വരെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 6. നമ്മൾ തീരുന്ന അത്രയും പെട്ടെന്ന് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യൻസ് എത്തിയിട്ടുള്ളൂ. 1 മണിക്കൂറിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കയ്യിൽ എനിക്ക് തോന്നുന്നത് 250 + 300 അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, യെസ്, ഇതിന് ആൻസർ പറയൂ. യെസ്, സ്മോൾ സബ് യൂണിറ്റ് ആണ് ഫസ്റ്റ്. ഇത് നമ്മളുടെ mRNA ആണെങ്കിൽ സ്മോൾ സബ് യൂണിറ്റ് വന്ന് എൻകൗണ്ടർ ചെയ്യും. അതിന്റെ മുകളിൽ പിന്നീട് ലാർജ് സബ് യൂണിറ്റ്. ഫസ്റ്റ് സ്മോൾ വരും, സെക്കൻഡ് ആണ് ലാർജ് വരുന്നത്. ആർക്കും മാറി പോകരുത് കേട്ടോ. ദ റൈബോസോം ആക്ട് ആസ് കാറ്റലിസ്റ്റ് ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ ആസിൻ. ഓക്കെ, അതായത് റൈബോസോമിന് കുറെ ലാർജ് സ്മോൾ എന്നതിനപ്പുറം റൈബോസോം ഇസ് കമ്പോസ്ഡ് ഓഫ് rRNAs പ്ലസ് പ്രോട്ടീൻസ് അല്ലെ. അപ്പം ഏത് rRNA ആണ് റൈബോസോമിലെ ഏത് rRNA പാർട്ടാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, കാറ്റലിറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്നത് ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷന്റെ സമയത്ത് കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷന്റെ സമയത്ത് കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന ആരാണ്? ലൈക്ക് ബാക്ടീരിയ, യൂക്കാരിയോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മറ്റേ സംഭവം അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്ടീരിയ യൂക്കാരിയോട്ട് ബാക്ടീരിയ വരുന്നത് കൊണ്ട് ഇതാകാനുള്ള സാധ്യത കുറവാണ്. കൂടുതലും ബാക്ടീരിയയുടെ കേസ് ആയിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. സോ 28, 23 റൈറ്റ്. അപ്പൊ ഇതിലേതാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാം? ബാക്ടീരിയയുടെ കേസിൽ ഏതാണ് വരുന്നത്? ബാക്ടീരിയയുടെ കേസിൽ 23, യൂക്കാരിയോട്സിലേക്കാണ് 28 പോകുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആയിട്ട് ബി ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് പല രീതിയിൽ മിസ്മാച്ച് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് മാച്ച് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഗസ് വർക്ക് നടത്താൻ പറ്റും. യെസ്, ബി. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ അബൌട്ട് ഇലോങ്ങേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ.
ട്രാൻസ്ലേഷൻ ഇലോങ്ങേഷനെ കുറിച്ചാണ് ചോദ്യം. കോംപ്ലക്സസ് കമ്പോസ്ഡ് ഓഫ് an amino acid linked to tRNA sequentially bind to appropriate codon in mRNA by forming complementary base pairs with tRNA anticodon. ഓക്കെ, ഒന്നും മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടെ വായിച്ചു നോക്കാം. എനിവേ അടുത്തത് വായിക്കാം. The ribosome moves from codon to codon along the mRNA in 3' to 5' direction. Complexes composed of an amino acid. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നേ ശരിയാകാനുള്ള സാധ്യതയുള്ളൂ. Complexes composed of an amino acid linked to tRNA sequentially bind to appropriate codon or anticodon in mRNA by forming complementary base pair with the tRNA codon. മനസ്സിലായോ? എന്താ കാര്യം എന്ന് മനസ്സിലായോ? അമിനോ ആസിഡ് ലിങ്ക്ഡ് ടു tRNA, അതായത് tRNA വരുന്നു, ആ tRNA അമിനോ ആസിഡിനെ ബൈൻഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അവര് സീക്വൻഷ്യലി ബൈൻഡ് ടു അപ്രോപ്രിയേറ്റ് കോഡോൺ ഇൻ mRNA ആണോ അല്ലെങ്കിൽ ആന്റികോഡോൺ ഇൻ mRNA ആണോ? mRNAയുടെ കോഡോണിലേക്കാണോ ആന്റികോഡോണിലേക്കാണോ അവർ ബൈൻഡ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും കോഡോണിലേക്കാണ്. ബൈ ഫോമിങ് കോംപ്ലിമെന്ററി ബേസ് പെയർസ് വിത്ത് tRNA ആന്റികോഡോൺ. tRNAയിലാണോ കോഡോൺ ഉള്ളത്, mRNAയിലാണോ കോഡോൺ ഉള്ളത്, എവിടെയാണ് ആന്റികോഡോൺ ഉള്ളത്? ഇതാണ് ലിറ്ററലി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം tRNAയുടെ ആന്റികോഡോൺ mRNAയുടെ കോഡോണുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ട് ഇതെന്താണ്? ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരിക? Ribosome moves from codon to codon along the mRNA in 3' to 5' direction. ആൻസർ പറയൂ, ആൻസർ പറയൂ, ആൻസർ പറയൂ. Come on, ആൻസർ ചെയ്യൂ, ആൻസർ ചെയ്യൂ. ബി ഇതിന്റെ ചോദ്യമാണോ കൃഷ്ണ ബി പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണ ബി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ചോദ്യമാണോ? വേഗം ആൻസർ പറയൂ ട്ടോ. കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും ആൻസർ ചെയ്തിട്ടില്ല. വേറെ ആരും ആൻസർ ചെയ്തിട്ടില്ല. ഇവിടെ നിന്നൊരു കോൾ വന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ആൻസർ ചെയ്യൂ, ആൻസർ ആൻസർ. എ. യെസ്, ഏത് ഡയറക്ഷനിലാ മൂവ്മെന്റ് നടക്കുന്നത്? നമ്മൾ mRNAയുടെ 5' 3' ഡയറക്ഷനിലാണ് മൂവ്മെന്റ് നടക്കുന്നത്. സംശയം എന്നുള്ള കാര്യമില്ല. സോ ദിസ് ഇസ് റോങ് ആൻഡ് റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ മാം, ദർ ഇസ് നോ വേ ഫോർ ദ നീറ്റ് ഗെറ്റിംഗ് പോസ്റ്റ്പോൺ, റൈറ്റ്? ലൈക്ക് യെസ് യെസ്, നീറ്റ് പോസ്റ്റ്പോൺ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ചാൻസ് ഉണ്ടാവില്ല. സൺഡേ തന്നെയായിരിക്കും എക്സാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ബീറ്റാ ഗാലക്ടോസിഡേസ് ഈസ് യൂസ്ഡ് ടു കാറ്റലൈസ് ദ ഹൈഡ്രോലൈസിസ് ഓഫ്. ബീറ്റാ ഗാലക്ടോസിഡേസ്, റൈറ്റ്, നമ്മുടെ ലാക് സെഡ് ബൈ എ അല്ലെ, അതിലെ സെഡ് സിന്തസൈസ് ചെയ്യുന്ന ബീറ്റാ ഗാലക്ടോസിഡേസ് ഹൈഡ്രോലൈസിസ് ഓഫ് എന്ത്? ലാക്ടോസ് ഇൻറ്റു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്, ലാക്ടോസ് ഇൻറ്റു ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്, ലാക്ടോസ് ഇൻറ്റു ഫ്രക്ടോസ് ആൻഡ് ഫ്രക്ടോസ്. നോക്കുക, നൺ ഓഫ് ദീസ് ആൻസർ വരാനുള്ള സാധ്യത എപ്പോഴും തന്നെ കുറവാണ്. ഓക്കെ, അപ്പം ബീറ്റാ ഗാലക്ടോസിഡേസ് എന്തിന്റെ ഹൈഡ്രോലൈസിസ് ആണ് നടത്തുന്നത്? എന്തിന്റെ നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. ലാക്ടോസിനെ എന്തോ ആക്കി മാറ്റുന്നുണ്ട്. ലാക്ടോസ് എന്ന് പറയുന്നത് ഡൈസാക്രൈഡ് ആണ്. ഏത് രണ്ട് മോണോസാക്രൈഡ്സ് കൂടിയിട്ടുള്ളതാണ്? ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്, റൈറ്റ്, വെരി ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യം. HGP വാസ് കോർഡിനേഷൻ ബൈ. സെന്റൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കോർഡിനേഷൻ ആരുടെ കോർഡിനേഷനിലാണ്, അല്ലെങ്കിൽ ആരാണ് കോർഡിനേറ്റ് ചെയ്തതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഞ്ചിനീയറിംഗ്, എനർജി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഓഫ് ബയോടെക്നോളജി ഓഫ് ഹെൽത്ത്. ഇത് നമുക്ക് ഗസ് വർക്ക് നടത്താൻ പറ്റാത്ത ചോദ്യമാണ്. അപ്പൊ എനിവേ ആൻസർ ചെയ്യാം. ഇത് നമുക്ക് തീരെ ഗസ് വർക്ക് നടത്താൻ പറ്റാത്ത ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ഓപ്ഷൻ 2. ഇത് തന്നെയാണോ നിങ്ങൾ 2 പറയുന്നത്? ടു അല്ല കൃഷ്ണ, 2 അല്ല. കമോൺ, മോർ ഓപ്ഷൻസ്. ഇത് പഠിച്ചു വെക്കുക. അറിയില്ലാത്ത ആളുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.
എനിവേ 2 അല്ല. 2 അല്ല. വേറെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, നിഡാൻ. ഡി ആണ്. അറിയില്ലാത്ത ആളുകൾ പഠിച്ചു വെക്കുക കേട്ടോ. സിയും ഡിയും എല്ലാം വരുന്നുണ്ട്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. NCERT എടുത്തൊന്ന് മറിച്ച് നോക്കിക്കേ. NCERT എടുത്തൊന്ന് മറിച്ച് നോക്കുക. ആ മിസ് പറഞ്ഞല്ലേ? ഓക്കെ, ഡി ആണ്. മിസ് പറഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് പഠിച്ചേക്കുക കേട്ടോ. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. റൈറ്റ്. ഓക്കെ, ആരും മറന്നു പോകണ്ട. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം പഠിച്ചേക്കണേ. അടുത്ത ചോദ്യം, സീക്വൻസ് അനോട്ടേഷൻ റിഫേഴ്സ് ടു. ഹ്യൂമൻ ജീനോം പ്രൊജക്ടിലെ സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐഡന്റിഫൈങ് all genes expressed as RNA and then sequencing the whole set of genome and then assigning different regions with a function, identifying and sequencing the genome simultaneously. More than one option is correct. More than one option is correct. ഏതാണ്? A. നോക്കാം. സീക്വൻസ് അനോട്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സീക്വൻസ് അനോട്ടേഷൻ, അടുത്തത് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ഓക്കെ, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ഓക്കെ, അപ്പൊ സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ? കംപ്ലീറ്റ് ജീനോമിനെ സീക്വൻസ് ചെയ്യുന്നു. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറയുമ്പോൾ ആ മീൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്, ലൈക്ക് അവിടെ നമ്മളുടെ ജീൻ എക്സ്പ്രസിംഗ് ആയിട്ടുള്ള പ്രോസസ്, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ അതൊക്കെ നടക്കുന്ന എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗിൽ ആ എക്സ്പ്രസ് ചെയ്യുന്ന റീജിയൻസിനെ മാത്രമേ നമ്മൾ സീക്വൻസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ സീക്വൻസ് അനോട്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സീക്വൻസിങ്, ഐഡന്റിഫൈങ് ഓൾ ജീൻസ് എക്സ്പ്രസ്ഡ് ആസ് RNA. RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നവരെ മാത്രമല്ല സീക്വൻസ് ചെയ്യുന്നത്. ഐഡന്റിഫൈങ് സീക്വൻസിങ് ദ ജീനോം സൈമൾട്ടേനിയസ്ലി. അങ്ങനെയൊന്നും അല്ല. മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ്. തെറ്റ്. സീക്വൻസിങ് ദ ഹോൾ സെറ്റ് ഓഫ് ജീനോം. ഫുൾ ജീനോമിനെ സീക്വൻസ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ റീജിയൻസിനെയും ഫംഗ്ഷൻസ് അസൈൻ ചെയ്യുന്നു. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ദ ലാസ്റ്റ് ഓഫ് ദ 24 ഹ്യൂമൻ ക്രോമസോംസ് ടു ബി സീക്വൻസ്ഡ്. നമ്മൾ 23 പെയേഴ്സ് ആണ്, പ്ലസ് എക്സും വൈയും രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ടാണ് 24 ടൈപ്സ് പറയുന്നത് അല്ലെ. ഓക്കെ, അതിൽ ഫുൾ ഹ്യൂമൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് സീക്വൻസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ട് സീക്വൻസ് ചെയ്ത ക്രോമസോം ഏതാണ്? ദ ലാസ്റ്റ് ക്രോമസോം ടു ബി സീക്വൻസ്ഡ്. സീക്വൻസ് ചെയ്ത് തീർന്ന, അവസാനം സീക്വൻസ് ചെയ്ത് തീർന്ന ക്രോമസോം ഏതാണ്? ലാസ്റ്റ് വൺ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നൊക്കെ പറയാം അല്ലെ. യെസ്, ക്രോമസോം 1 ബിഗ് ആയിരുന്നു, വലുതായിരുന്നു, സമയമെടുത്തു. അടുത്ത ചോദ്യം, dystrophin was found to be dystrophin, largest non-human gene with 2.4 million bases, smallest non-human gene with a 2.4 million bases, largest one 4.8 million, smallest one 4.8. ഇത് നമുക്ക് ഗസ് വർക്ക് നടത്താൻ ഒരു രീതിയിലും ഗസ് വർക്ക് നടത്താൻ പറ്റാത്ത ചോദ്യമാണ്. അല്ലെങ്കിൽ കുറഞ്ഞത് ലാർജ് ആണോ സ്മോൾ ആണോ എന്ന് അറിയണം, അല്ലെങ്കിൽ കുറഞ്ഞത് 2.4 മില്യൺ ബേസസ് ആണോ 4.8 മില്യൺ ബേസസ് ആണോ എന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് 50-50 പ്രോബിലിറ്റി എടുക്കാം. തീരെ അറിയില്ലെങ്കിൽ ഈ ചോദ്യത്തിൽ ഗസ് വർക്ക് നടത്താൻ പാടില്ല. ഓക്കെ, യെസ്, ഡിസ്ട്രോഫിൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, 2.4 മില്യൺ ബേസസ് ആയിരുന്നോ 4.8 ആയിരുന്നോ? യെസ്, ഇറ്റ് ഇസ് 2.4. ഓർത്തിരുന്നോളൂ, അറിയില്ലാത്ത ആളുകൾ 2.4 മില്യൺ ബേസസ് ആണ്. ക്ലിയർ? അടുത്ത ചോദ്യം, which chromosome was found to have fewest genes? ഈ ക്രോമസോമുകളിൽ X, Y, 1 and 5 ഉണ്ട്. ഇതിൽ ഏറ്റവും കുറവ് നമ്പർ ഓഫ് ജീൻസ് ഉള്ള ക്രോമസോം ഏതാണ്? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ പല രീതിയിൽ ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാണ്. യെസ്, 2.4 ആണ് അന്ന, കറക്റ്റ് ആണ്. ഇതും കൂടി ഒന്ന് പറയാമോ? ഫ്യൂവസ്റ്റ് ജീൻസ്, ഏറ്റവും കുറവ് ജീൻസ് ഉള്ള ക്രോമസോം, കുറവ് ജീനുള്ള ക്രോമസോം. Okay, fewest gene, option B. Yes, chromosome Y, male chromosome അല്ലെ, അതാണ് ഏറ്റവും കുറവ് ജീനുള്ള ക്രോമസോം. അടുത്തത്, DNA polymorphism is observed more in. DNA polymorphism എവിടെയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്? So we have non-coding DNA, coding DNA, non-coding DNA, coding DNA. So non-coding ആണോ coding ആണോ എന്നത് കണ്ടുപിടിക്കണം. ഇനി അതിനുശേഷം affects reproduction,
അല്ലെങ്കിൽ നോട്ട് അഫക്ട് റീപ്രൊഡക്ഷൻ. അതായത് നോൺ കോഡിംഗ് ആൻഡ് അഫക്ട്സ് റീപ്രൊഡക്ഷൻ, നോൺ കോഡിംഗ് ആൻഡ് നോട്ട് അഫക്ട് റീപ്രൊഡക്ഷൻ, കോഡിംഗ് അഫക്ട് റീപ്രൊഡക്ഷൻ, നോൺ കോഡിംഗ് അഫക്ട് റീപ്രൊഡക്ഷൻ. അവരുടെ മ്യൂട്ടേഷൻ അഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ DNA പോളിമോർഫിസം എവിടെ കാണുന്നു? പോളിമോർഫിസം നോൺ കോഡിംഗ് DNA സീക്വൻസിലാണോ കോഡിംഗ് സീക്വൻസിലാണോ? ആൻഡ് ഇവിടെ മ്യൂട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്രൊഡക്ഷനെ അഫക്ട് ചെയ്യുമോ ഇല്ലയോ? DNA പോളിമോർഫിസം ആണ് നമ്മളുടെ സാറ്റലൈറ്റ് ഇതൊക്കെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുക്കുന്ന DNA പോളിമോർഫിസം. ഓക്കെ, ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കിയേ, ബി തന്നെയാണോ? എപ്പോഴും ബി തന്നെയാണോ? ബി ആൻഡ് ഇറ്റ്സ് മ്യൂട്ടേഷൻ. DNA പോളിമോർഫിസം നോൺ കോഡിംഗ് DNA സീക്വൻസ്. നമ്മളുടെ നോൺ കോഡിംഗ് DNA സീക്വൻസ് ഒരുപാടുണ്ട്. സാറ്റലൈറ്റ് മേജർ പീക്ക് മൈനർ പീക്ക് കിട്ടിയില്ലേ? അപ്പൊ സാറ്റലൈറ്റ് അതായത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കിടക്കുന്ന നോൺ കോഡിംഗ് റിപ്പിറ്റേറ്റീവ് സീക്വൻസ് അല്ലേ? അവരെല്ലാം പോയിട്ട് നമുക്ക് കോഡ് ചെയ്യുന്നുണ്ടോ? ജീൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. റിപ്പിറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന നോൺ കോഡിംഗ് സീക്വൻസിലും DNA പോളിമോർഫിസം കാണുന്നുണ്ട്. ഓക്കെ, എടാ നിങ്ങൾ എന്താ ഡിയും ബിയും പറയുന്നേ? DNA പോളിമോർഫിസം കാണുന്ന കോഡിംഗ് DNA സീക്വൻസ് അല്ല, നോൺ കോഡിംഗിലാണ് അല്ലേ? റിപ്പിറ്റേറ്റീവ് സീക്വൻസ്, മിനി സാറ്റലൈറ്റ്സ് ആൻഡ് മൈക്രോ സാറ്റലൈറ്റ്സ് അവർ നമുക്ക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണോ? അല്ല, നോൺ കോഡിംഗ് ആയിട്ടുള്ളവരാണ് ബേസിക്കലി. ഓക്കെ, ആൻഡ് എന്താ നോൺ കോഡിംഗ് ആണ് ആൻഡ് റിപ്പിറ്റേറ്റീവ് സീക്വൻസ് ആണ്, നമുക്ക് പ്രോട്ടീൻ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നവരല്ല ബേസിക്കലി. അതുകൊണ്ട് തന്നെ അവർക്ക് മ്യൂട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇൻഹെറിറ്റൻസിനെ അത് ബാധിക്കുന്നില്ല. മനസ്സിലായോ? അത് ലൈക്ക് നോൺ കോഡിംഗ് സീക്വൻസ് അല്ലേ? അവിടെ മ്യൂട്ടേഷൻ വന്നാലും നമ്മളുടെ ഒരു ജീൻ എക്സ്പ്രഷനെ, ഒരു പ്രോട്ടീൻ പ്രൊഡക്ഷൻ, നമ്മുടെ ഫീനോടൈപ്പിൽ വരുന്ന ഒരു ചേഞ്ചിനെ അത് എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. നോൺ കോഡിംഗ് മ്യൂട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്രൊഡക്ഷനെ അഫക്ട് ചെയ്യുന്നില്ല. കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ, ഈ DNA പോളിമോർഫിസം ഉള്ള റീജിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് യെസ്. ഓക്കെ, സോ ഞാൻ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു ബ്രേക്ക് തരാം എന്നാണ് വിചാരിച്ചത്. സോ നൗ ലെറ്റ്സ് ഹാവ് ഫുഡ് ബ്രേക്ക്. 1:30 ആയി അല്ലേ? സോ കം ബൈ 2:15. at 2:15 PM. ഓക്കെ, 2:15 ആകുമ്പോൾ തിരിച്ചു വരൂ. ഞാൻ നിങ്ങൾക്ക് 45 മിനിറ്റ്സ് ബ്രേക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് വരൂ. ക്ലിയർ? അപ്പം കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് വായോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ഓർത്ത് വെച്ച് ചോദിക്കുക. ഓക്കെ, ലൈവിന് ശേഷം കാണാം. ബൈ. അല്ല സോറി, ബ്രേക്കിന് ശേഷം കാണാം. ബൈ.
ഹലോ മക്കളെ, ഇവിടെ ഉണ്ട്. ഇപ്പൊ വരാവേ, ഒറ്റ സെക്കൻഡ്. ഓക്കെ. സോ യൂസർ മീതു, അന്ന, കൃഷ്ണ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ വരാം, ഒറ്റ സെക്കൻഡ്, ജസ്റ്റ് എ സെക്കൻഡ്. Okay, so let's start. Ready ആണോ? So ready? Ready? Ready ആണോ? ഫുഡൊക്കെ കഴിച്ചോ? ഫുൾ എനർജി ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? എനി കൺഫ്യൂഷൻസ്? സ്റ്റാർട്ട് ചെയ്യാനായോ? ഓക്കെ അല്ലേ? റീസ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും തിരിച്ച് ജോയിൻ ചെയ്യൂ. നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലല്ലോ. യെസ്, ഓക്കെ. ഹായ്, രണ്ടുപേര് മാത്രമേ ഉള്ളോ? കാണാനില്ലല്ലോ. റീസ്റ്റാർട്ട് റീജോയിൻ ചെയ്തിട്ടില്ലല്ലോ എല്ലാവരും. ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ. So next let's start with animal kingdom. Okay, ഇനി നമുക്ക് ഫുഡ് കഴിച്ചു. ഞാൻ റെഡി. ഞാൻ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. നിങ്ങളും ഫുഡ് കഴിച്ച് റെഡി ആയോ? ഹായ്. ആരാണ്? നിധാൻ. ഹലോടാ നിധാൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. സോ നമ്മള് മെയിൻ ആയിട്ട് ഏറ്റവും വെയിറ്റേജ് ഹോൾഡ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ജെനറ്റിക്സിലെ മെയിൻ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് അല്ലേ. ഇനി അടുത്തത് അനിമൽ കിങ്ഡം. വെയിറ്റേജ് ക്യാരി ചെയ്യുന്ന ചാപ്റ്റർ തന്നെയാണ്. അനിമൽ കിങ്ഡം നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. റെഡി? ഓക്കെ. അപ്പൊ നോക്കിക്കോ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് column 1 with column 2 and choose the correct option from the chords given below. Okay, അപ്പോൾ porifera, ash helminthus, annelida, arthropoda, echinodermata, canal system, autovascular system, muscular pharynx, jointed appendages and metameres. നമുക്കറിയാം. പക്ഷേ ഓരോന്നും ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കണ്ട. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഓപ്ഷൻ നോക്കാം. ഇവിടെ 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെയും 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നു. സോ ബെറ്റർ ബി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിയുടെ 4 ഓപ്ഷനും ഡിഫറെന്റ് ആണ്. സോ ബി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം യെസ്, വേഗം ആൻസർ കണ്ടുപിടിച്ചോളൂ. യെസ്, ആഷ് ഹെൽമിന്തസ് എന്താണ്? മസ്കുലാർ ഫാരിങ്സ് അല്ലേ. അപ്പൊ B3 നമുക്ക് കിട്ടി. അപ്പൊ B3 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ല, സോറി ബി അല്ല, സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അനലിഡ വളരെ ഈസിയാണ്. അനലിഡ മെറ്റാമെറിസം ആണ്. സോ C5 അല്ലേ. ഓക്കെ, C5 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ ആണെന്ന് കിട്ടി. ബാക്കി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. പോറിഫെറ, വാട്ടർ കനാൽ സിസ്റ്റം, ആഷ് ഹെൽമിന്തസ്, മസ്കുലർ ഫാരിങ്സ്, ആർത്രോപോഡ, ജോയിന്റഡ് അപ്പൻഡേജസ് ആൻഡ് എക്കിനോഡെർമേറ്റ, വാട്ടർ വാസ്കുലർ സിസ്റ്റം. കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം. യെസ്, വെരി ഗുഡ്. ഓക്കെ, നക്ഷത്ര, കൃഷ്ണ, നിധാൻ, അന്ന, യൂസർ മീതു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. സോ ദ അസേർഷൻ, the primary character of chordates is the presence of dorsal hollow nerve cord. Okay, vertebral column is derived from notochord. Okay, അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുക. കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ എന്നത് നോക്കാം കേട്ടോ. ഓക്കെ ഹിലാൽ. ഓക്കെ, ഹായ് ഹിലാൽ, യു ആർ ലിറ്റിൽ ലേറ്റ് ടുഡേ. Okay, we started it by 12. Okay, now it's almost 2:20. Okay. Okay, fine. So, ഈ ഒരു question attend you. Hilal, you can also attend all the questions. Okay. So, the primary character of chordates is the presence of dorsal hollow nerve cord. Vertebral column is derived from notochord. Okay. So, വേഗം ആൻസർ ചെയ്യൂ. വേഗം. സ്ലോ ആണല്ലോ, നമുക്ക് സമയം കളയാനില്ല. പെട്ടെന്ന്. എന്താണ് ഒരു ലാഗ്? നെറ്റ് തീർന്നോ? Why there is a small lag? വേഗം പറയൂ.
എന്ത് പറ്റി? അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നതാണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഡി പറഞ്ഞിട്ടുണ്ട്. ഡി ആണോ? ഡി എന്താണ് കൃഷ്ണ? Assertion is false but reason is true. Okay. D alla Krishna. The primary character of chordates is the presence of dorsal hollow nerve cord. Correct ആണ്. നമ്മളുടെ നോട്ട് chordatesന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാ? chordatesന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ pharyngeal gill slits, നോട്ട് കോഡ്, അതേപോലെ nerve cord ഫീച്ചർ അല്ലേ? യെസ്, അപ്പം പ്രൈമറി ക്യാരക്ടർ ആണ് presence of dorsal hollow nerve cord. പിന്നെ എന്തിനാ assertion false എന്ന് പറഞ്ഞത്? കറക്റ്റ് ആണ്. അടുത്തത് vertebral column is derived from notochord. നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ടാണ് vertebrates vertebral column വരുന്നത്. ശരിയാണ്. ഇനി റീസൺ അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണോ നോക്കുക. vertebral column is derived from notochord. അതുകൊണ്ട് chordatesന്റെ പ്രൈമറി ക്യാരക്ടർ ആണ് presence of dorsal hollow nerve cord. Makes no sense. Okay. So ആൻസർ എന്ന് പറയുന്നത് both are true statements, പക്ഷേ പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല. That means option B. Okay. Sweet ma'am, cause he okay, messy. Okay, എനിക്ക് തോന്നുന്നു I think you guys woke up at 6 today to watch the match. Okay, do it for your examination. Okay. Okay, yes, B. Okay, Hilal, fine. So B is the right answer. Okay. Okay, Krishna. അപ്പൊ അടുത്ത ചോദ്യം, no problem. അടുത്തത് ഇങ്ങനെ മാറിപ്പോകരുത് കേട്ടോ. നീറ്റ് എക്സാമിന് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറിപ്പോകരുത്, നെഗറ്റീവ് മാർക്ക് വരും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓർ ആർ ദ ഫംഗ്ഷൻ ഓഫ് സീലോം? സീലോമിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, absorb shock or provide hydrostatic skeleton, support shock or provide hydrostatic skeleton, allow muscles to grow independently of the body wall. All of these. Okay, സീലത്തിന്റെ ഫംഗ്ഷൻ ഷോക്ക് അബ്സോർബ് ചെയ്യുന്നു, സപ്പോർട്ട് ഷോക്ക് ഓർ ഹൈഡ്രോസ്റ്റാറ്റിക് സ്കെലിറ്റൻ കൊടുക്കുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് ബോഡി വോളിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് തട്ടൊന്നും ചെയ്യാണ്ട് പ്രോപ്പർ ആയിട്ട് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. സീലോമിക് ക്യാവിറ്റി, അതായത് സീലോം, അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ഡി. ഓൾ ഓഫ് ദിസ് എല്ലാം നമ്മളുടെ സീലത്തിന്റെ ഫങ്ഷൻസ് ആണ്. അപ്പൊ അടുത്ത ചോദ്യം, ഇൻ മോസ്റ്റ് സിമ്പിൾ ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം ഓഫ് പോറിഫെറൻസിലാണ് നമുക്ക് കനാൽ സിസ്റ്റം കാണാൻ പറ്റുന്നത്. വാട്ടർ ഫ്ലോ ത്രൂ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേസ്? ഇതിൽ ഏത് വഴിയാണ് വാട്ടർ ഫ്ലോ നടക്കുന്നത്? ഓക്കെ, വാട്ടർ ഫ്ലോ നടക്കുന്നത്. അപ്പൊ നോക്കിക്കോ, നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾക്കറിയാം, ഞാൻ പിന്നെയും വരയ്ക്കുന്നില്ല. വാട്ടർ കനാൽ സിസ്റ്റം, സോ ഓസ്റ്റി ഉണ്ട്, ഓസ്ക്യുലം ഉണ്ട്, സ്പോഞ്ചോസീൽ ഉണ്ട് അല്ലേ? അപ്പൊ ഏത് വഴിയാണ് വാട്ടർ പോകാന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തോളൂ. ഏറ്റവും ആദ്യം ഓസ്റ്റിയ വഴി പോകും, അത് സ്പോഞ്ചോസീലെത്തും, ഓസ്ക്യുലം വഴി പുറത്തേക്ക് പോകും. സോ യെസ്, ഓസ്റ്റിയയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓസ്റ്റിയെന്ന് സ്പോഞ്ചോസീലിൽ പോകും, ഓസ്ക്യുലത്തിന് പുറത്തേക്ക്. റൈറ്റ്, ബാക്കിയെല്ലാം തെറ്റാണ്. ഇവിടെ സ്പോഞ്ചോസീലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓസ്ക്യുലത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതെല്ലാം എന്താണ്? റോങ് ആണ്. അപ്പൊ അടുത്ത ചോദ്യമേ, അനിമൽ കിങ്ഡത്തിലെ അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് നിഡേറിയൻസ്. ഓക്കെ, സീലൻഡ്രൻസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ ഹിലാൽ, അപ്പം ദേ ഹാവ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. Digestion is extracellular and intracellular. Corals secrete calcium bicarbonate which form a skeleton. Corals may harbor some photosynthetic dinoflagellates for taking nutrition. They possess a central gastrovascular cavity with a single opening mouth on hypostome. Okay. Options. Statement 1 and 3 are correct. 2, 4, 5 correct. 1, 2, 3 correct. 1 and 4 are correct. Okay. നോക്കാം. Okay, they have tissue level of organization and triploblastic. നിഡേറിയ എന്ന് പറയാം, പോറിഫെറ നിഡേറിയ അല്ലെ? ഇത്ര പെട്ടെന്ന് അവര് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലേക്ക് they have tissue level of organization, triploblastic. Wrong statement ആണ്. Digestion is extracellular, intracellular. Correct. Corals secrete calcium bicarbonate which forms skeleton. Wrong. Corals may have some photosynthetic dinoflagellates for taking nutrition. They possess a central vascular cavity with a central single opening mouth on the hypostome. Okay. അപ്പൊ ആക്ച്വലി നമ്മൾ 2, 4 and 5 ആണ് ഇവിടെ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, അനിമൽ കിങ്ഡത്തിലെ എല്ലാ ഫൈലത്തിനെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചോളുക. ഓക്കെ, ആരും ആൻസർ ചെയ്തില്ലല്ലോ. വൈ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്? അന്ന, നിദാൻ, യെസ്, ഓപ്ഷൻ 2. എനിക്ക് തോന്നുന്നു കമന്റിൽ ആയതാണെന്ന് തോന്നുന്നു. 2 ആണ് കറക്റ്റ് ആൻസർ.
അപ്പൊ ഫൈലത്തിലെ അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഫൈലത്തിന്റെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആരൊക്കെയാണ് ടിഷ്യൂ ലെവൽ, ആരൊക്കെയാണ് സെല്ലാർ ലെവൽ, ആരൊക്കെയാണ് ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, അതേപോലെ സ്യൂഡോസീലോമേറ്റ്സ് ആരാ, അസീലോമേറ്റ്സ് ആരാ, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, ഓരോ ഫീച്ചേഴ്സും ആ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷനുള്ള 6 ഫീച്ചേഴ്സും ഓരോ ഫൈലത്തിൽ എങ്ങനെയാണ് എന്നത് കൃത്യമായിട്ട് നോക്കി പഠിച്ചോളൂ കേട്ടോ. ജസ്റ്റ് റിവൈസ് ദാറ്റ്. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾ ലാസ്റ്റ് ഡേയ്സിൽ റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ? അതേപോലെ അനിമൽ കിങ്ഡത്തിലെ എക്സാമ്പിൾസ് ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് വായിക്കേണ്ട, നിങ്ങൾക്ക് അറിയാം ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചോദ്യം വരുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, സോ അടുത്ത ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം അസേർഷൻ ആൻഡ് റീസൺ. അസേർഷൻ പറയുന്നു കോണോസൈറ്റ്സ് ഓഫ് കോളൻ സെൽസ് ലൈൻ ദി സ്പോഞ്ചോസീൽ ആൻഡ് കനാൽസ് ഇൻ പോറിഫെറൻസ്. ഓക്കെ, കോണോസൈറ്റ്സ് കോളൻ സെൽസ് സ്പോഞ്ചോസീൽ ലൈൻ ചെയ്യുന്നു പോറിഫെറൻസിന്റെ കേസിൽ. പോറിഫെറൻസ് ഫോം സ്പിക്യൂൾ ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. പോറിഫെറൻസിൽ സ്പിക്യൂൾസ് ഓഫ് സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഉണ്ട്. അപ്പം അസേർഷൻ റീസണും കറക്റ്റ് ആണോ നോക്കുക, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ നോക്കുക, അല്ലെങ്കിൽ തെറ്റാണോ എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തില് ഞാൻ നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരമാണോ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്? എനിവേ നിങ്ങളുടെ ആൻസറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ബി 2. യെസ്, രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ പോറിഫെറൻസിന് സ്പിക്യൂൾസോ സ്പോഞ്ചിൻ ഫൈബേഴ്സോ ഉള്ളത് കൊണ്ട് കോണോസൈറ്റ്സ് സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്യുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, റൈറ്റ് ആൻസർ ഇസ് ബി. റൈറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് കറക്റ്റ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ബിലോ? Commonly called sea walnuts or conch jellies, bioluminescence is well marked. Body bear 8 external rows of ciliated conch plates. They have flame cells for osmoregulation and excretion. Alimentary canal is complete with a well developed muscular pharynx. അതായത് ഈ 5 ഫീച്ചേഴ്സ് ആർക്കാണ് ആപ്ലിക്കബിൾ? ഇതെന്താ ഇങ്ങനെ? ഈ 5 ഫീച്ചേഴ്സ് ആർക്കാണ് ആപ്ലിക്കബിൾ എന്ന് നോക്കാം. സോ നോക്കാവേ, ഇവിടെ 3 ആൾക്കാരുള്ളേ. ടീനോഫോർസ്, പ്ലാറ്റി ഹെൽമിന്തസ്, അതേപോലെ ആഷ് ഹെൽമിന്തസ്. ടീനോഫോർ, പ്ലാറ്റി ഹെൽമിന്തസ്, ആഷ് ഹെൽമിന്തസ്. റൈറ്റ്. അപ്പം ഈ പറഞ്ഞ ഫീച്ചർ ഓരോന്നും ആർക്കൊക്കെ പോകും എന്ന് നോക്കുക. കോമൺലി കോൾഡ് സീ വാൾനട്ട്സ് ഓർ കോഞ്ച് ജെല്ലീസ് ആരാണ്? ടീനോഫോർ ആണ്. ബയോലൂമിനസെൻസ് എവിടെ കാണാൻ പറ്റും? ടീനോഫോറ. എക്സ്റ്റേണൽ റോസ് ലോക്കോമോഷന് വേണ്ടിയിട്ട് എവിടെ കാണാൻ പറ്റും? ഇതും എവിടെ കാണും? നമുക്ക് ടീനോഫോറിൽ കാണാൻ പറ്റും. ഫ്ലെയിം സെൽസ് ഫോർ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എവിടെ കാണാൻ പറ്റും? പ്ലാറ്റി ഹെൽമിന്തസിൽ കാണാൻ പറ്റും. ആൻഡ് ഫൈനലി വെൽ ഡെവലപ്ഡ് മസ്കുലർ ഫാരിങ്സ് ഉള്ളതാണ് ആരെന്ന് പറയുന്നത്? ആഷ് ഹെൽമിന്തസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അന്ന, അഫ്ന, ആര്യ, ശില്പ, നിധാൻ, യൂസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്പീഡ്, ആക്യുറസി ആൻഡ് ടൈം മാനേജ്മെന്റ് ആണ് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. അതേസമയം എന്താണ്, മാക്സിമം ക്വസ്റ്റ്യൻസ്, തിയറീസ് ഒക്കെ നമ്മൾ ഇതിനൊപ്പം പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുക. സോ പ്രാക്ടീസ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, മേക്ക് ഷുവർ നിങ്ങൾ എൻഡ് വരെ, ലൈവിന്റെ എൻഡ് വരെ ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഒരിക്കലും നമ്മളുടെ സമയം കളയല്ല, യൂട്ടിലൈസ് ചെയ്യാണ് എന്നത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നതിനേക്കാൾ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യും എന്നത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ in cockroaches and prawns, excretion of waste material occurs through malphizian tubules. Okay, in ctenophores, locomotion is mediated by conch plates. In fasciola, flame cells take part in excretion. Earthworms and hermaphrodites and yet cross fertilization takes place among them. Okay, അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, കോക്രോച്ചസ് ആൻഡ് പ്രോൺസ് എക്സ്ക്രീഷൻ, അതായത് ആർത്രോപോഡ്സില് excretion of waste material occurs through malphizian tubule. Ctenophores, locomotion mediated by conch plates. Fasciola, flame cells take part in excretion. Platyhelminthes ആണ്. Earthworms are hermaphrodites and yet cross fertilization takes place among them. എന്താണ് കോട്ട് ഓർഡർ? ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ്. നമ്മൾ എന്തിനാ അത് കാത്തിരിക്കുന്നേ? ഇപ്പത്തെ ഓർഡർ പ്രകാരം എന്താണെങ്കിലും നമുക്ക് സൺഡേ എക്സാം ആണ്, അതിൽ മാറ്റമില്ല. മാറിയൊരു കോട്ട് ഓർഡർ വരാൻ സാധ്യതയില്ല, അത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? കോക്രോച്ച് ആൻഡ് പ്രോൺസ് രണ്ടും ഡിഫറെന്റ് ഗ്രൂപ്പ് ആണ് അല്ലെ. ഇത് ഇൻസെക്ട് ആണ്, ഇത് ക്രസ്റ്റേഷ്യൻ ആണ്. രണ്ടുപേരുടെയും കേസിൽ മാൽഫീജിയൻ ട്യൂബ്യൂൾ ആണ് നടക്കുന്നത്. മാൽഫീജിയൻ ട്യൂബ്യൂൾ മെയിൻലി കോക്രോച്ചിന്റെ കേസ് അല്ലേ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. കോക്രോച്ചിനും പ്രോൺസിനും രണ്ടുപേർക്കും മാൽഫീജിയൻ ട്യൂബ്യൂൾ ആണോ? അല്ല,
സ്പാം ചെയ്യല്ലേ, സ്പാം ചെയ്യരുത്. അത് ശരി, കൊള്ളാം. ഒരാൾ ഡി ഇട്ടു, ഒരാൾ കുറെ സ്പാം ചെയ്തപ്പോൾ അടുത്തയാളും അത് തന്നെ ചെയ്യാല്ലേ. Earthworms are hermaphrodites and yet cross fertilization takes place among them. എന്താണ് പ്രശ്നം? Don't spam ചെയ്യരുത്. Yes, Raji. Late ആയല്ലോ രാജി. ശില്പ. Yes, right answer is option A ട്ടോ. Okay. അപ്പൊ എന്താണ്? എല്ലാവരും കമന്റ് ചെയ്യുന്നില്ലല്ലോ മക്കളെ പറയുന്ന കേൾക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെ ലൈവ് കാണുന്നുണ്ട്, ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അതിന്റെ ഉത്തരം മാത്രം പഠിക്കാൻ നിൽക്കരുത്. അത് അറ്റൻഡ് ചെയ്യൂ, അതവിടെ ടൈപ്പ് ചെയ്യൂ. തെറ്റിക്കോട്ടെ, നിങ്ങൾ വേണേ ഐഡിയ ഒക്കെ മാറ്റിയിട്ടോ, ഒരു പ്രശ്നവും. അത് ടൈപ്പ് ചെയ്യൂ, എന്നിട്ട് ആ മിസ്റ്റേക്ക് തിരുത്തൂ. ഓക്കെ, മൈൻഡിൽ എയോ ബിയോ ആയിരിക്കും എന്ന് മൈൻഡിൽ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വിചാരിക്കരുത്. ചിലപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എയോ ബിയോ ആണ് എൻ്റെ ആൻസർ എന്ന് മനസ്സിൽ വിചാരിക്കും. എ ആണ് ആൻസറെങ്കിലും ബി ആണ് ആൻസറെങ്കിലും നിങ്ങൾ ശരിയാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, അതിൽ ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് അവിടെ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സെറ്റ് വിത്ത് റെസ്പെക്ട് ടു ആർത്രോപോഡ്സ്. ഇതിൽ ആർത്രോപോഡ്സ് മാത്രമുള്ള സെറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ദേവിക. അപ്പൊ ലിമുലസ്, ലോക്കസ്റ്റ ആൻഡ് ക്യൂലെക്സ്. അടുത്തത് ബോംബിക്സ്, എപ്പിസ്, ലാക്സിഫർ, പിങ്ക്റ്റഡ, അപ്ലേസിയ, ഡെന്റാലിയം, ഈഡസ്, അനോഫിലസ് ആൻഡ് എപ്പിസ്. ഓക്കെ, ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ആർത്രോപോഡ്സ് മാത്രമുള്ള സെറ്റാണ്. ആർത്രോപോഡ്സ് സെയിം ഫൈലം അല്ലേ? ഫൈലം സെയിം ആണ്, പക്ഷെ ഫൈലത്തിന്റെ ആ ഫൈലം ബേസ് ചെയ്തിട്ടാണോ നമ്മൾ പറയുന്നത്? കോക്രോച്ചിന്റെ എക്സ്ക്രിറ്ററി ഓർഗൻ ഏതാ? മാൽഫീജിയൻ. പ്രോണിന്റെ ഏതാണ്? ആന്റിനൽ ഗ്ലാൻഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ് പ്രോൺ ക്രസ്റ്റേഷ്യനും കോക്രോച്ച് ഇൻസെക്റ്റീവ് ആണ്. ഓക്കെ, രണ്ടുപേരിലും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആർത്രോപോഡ്സിൽ ഒരാൾ ബുക്ക് ഗിൽസ്, ബുക്ക് ലങ്സ്, ഗിൽസ്, അവരുടെ ഓരോ ഫീച്ചേഴ്സും ഓരോ അത്രയും വലിയ ഗ്രൂപ്പാണല്ലേ. അപ്പൊ അതിൽ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പെർട്ടിക്കുലർ ഗ്രൂപ്പിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ശിവ, ഹലോ, ഹായ് ശിവ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ പറയൂ. എന്താണ്? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. കുറെ ആൾക്കാര് കമന്റ് ബോക്സ് നോക്കി എല്ലാവരും A2 എന്ന് ഞാൻ ഷെയ്ഡാൻ നിൽക്കരുത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം ഇടുക. നോക്ക്, ചൂസ് ദ ഇൻകറക്റ്റ് സെറ്റ് വിത്ത് റെസ്പെക്ട് ടു ആർത്രോപോഡ്സ് ആണേ. അപ്പൊ നോക്കിക്കേ, ലിമുലസ്, ലോക്കസ്റ്റ, ക്യൂലെക്സ്. ഓക്കെ, ഇൻകറക്റ്റ് സെറ്റ് വിത്ത് റെസ്പെക്ട് ടു ആർത്രോപോഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. ബോംബിക്സ്, എപ്പിസ്, ലാക്സിഫർ, ഈഡസ്, അനോഫിലസ്, എപ്പിസ്, ഇവരെല്ലാരും എന്താ? ആർത്രോപോഡ്സ് തന്നെയാ. നോക്ക്, ഇവരെല്ലാം ആർത്രോപോഡ്സാ. ബട്ട് ഓപ്ഷൻ സി നോക്കൂ, നിങ്ങൾ ലിമുലസ്, ലോക്കസ്റ്റ, ക്യൂലെക്സ്. ഓക്കെ, എല്ലാ ആർത്രോപോഡ് ആണല്ലോ, പോയി ഓപ്ഷൻ എ മാർക്ക് ചെയ്യുന്നു. നോ, അങ്ങനെയല്ല. എല്ലാ ഓപ്ഷനും നോക്കിക്കേ. പിങ്ക്റ്റഡ, അപ്ലേസിയൻ, ഡെന്റാലിയം, അവരെവിടെ വരുന്നവരാ? മൊളസ്കിൽ വരുന്നവരാ. സോ ദ റൈറ്റ് ആൻസർ ഇവരാണ്. ഓഡ് വൺ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഫൈലം മൊലസ്ക. ഓക്കെ, അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ഫൈലം മൊലസ്ക. ഓക്കെ, body is covered by calcareous shell and is unsegmented. Feather like gills present for excretion and respiration. The anterior head region has sensory tentacles, mostly terrestrial, triploblastic and acoelomates. Okay, terrestrial ആണോ മെയിൻലി മൊലസ്ക്? അല്ലെങ്കിൽ ആന്റീരിയർ ഹെഡിൽ സെൻസറി ടെന്റക്കിൾസ് ഉണ്ടോ? എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ, ഫെദർ ലൈക്ക് ഗിൽസ് യൂസ് ചെയ്യുന്നുണ്ടോ? ബോഡി കാൽക്കേരിയസ് ഷെല്ല് വെച്ച് കവർ ചെയ്ത് ആൻഡ് അൺസെഗ്മെന്റഡ് ആണോ? പ്രോപ്പർലി ഒന്ന് ആലോചിച്ച് നോക്കുക. യെസ്, മോസ്റ്റ്ലി ടെറസ്ട്രിയൽ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് അസിലോമേറ്റ്സ് എന്നുള്ളതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ദേവിക, യൂസർ മീതു, അന്ന, നിദാൻ, ശില്പ, കൃഷ്ണ. ഓക്കെ, അടുത്ത ചോദ്യം, which of the following statements represents the, again incorrect ആണ്. ഇൻകറക്റ്റും കറക്റ്റും ശ്രദ്ധിച്ചു വായിക്കുക. ഇൻകറക്റ്റ് ഫീച്ചർ ഓഫ് എക്കൈനോഡോമേറ്റ. എക്കൈനോഡോമേറ്റ്സിന്റെ ഫീച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ they are triploblastic and coelomate animals. All are marine with a cellular level of organization. Endoskeleton of calcareous ossicle. None of these ഞാൻ പറഞ്ഞു. None of these വരുമ്പോൾ ആൻസർ വരാനുള്ള സാധ്യത മോസ്റ്റ്ലി മിക്ക കേസിലും കുറവാണ്. വളരെ റെയർ ആയിട്ടാണ് നൺ ഓഫ് ദീസ് ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻകറക്റ്റ് ഫീച്ചർ നോക്കൂ. എക്കൈനോഡോമേറ്റ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ എക്കൈനോഡോമേറ്റ്സിന്?
What is the level of organization in case of echinodermata? Yes, B answer പറഞ്ഞിട്ടുണ്ട്. അന്ന, അന്ന, ആര്യ, നിദാൻ, ബ്ലൂ, കൃഷ്ണ. ഓക്കെ, യെസ്. സെല്ലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ല നമ്മളുടെ എക്കൈനോഡർമേറ്റ്സിന്. സോ അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമേ, അസേർഷൻ ആൻഡ് റീസൺ. ബാറ്റ്സ് ആൻഡ് വെയിൽസ് ആർ ക്ലാസിഫൈഡ് ആസ് മാമൽസ്. ബാറ്റ്സ് ആൻഡ് വെയിൽസ് ഹാവ് 4 chambered ഹാർട്ട്. ബാറ്റ്സും വെയിൽസും മാമൽസ് ആണ്, അവർക്ക് 4 chambered ഹാർട്ട് ഉണ്ട്. ഓക്കെ, നോക്കിക്കോ. ഇനി ഇത് കറക്റ്റ് ആണെങ്കിൽ ഇവർക്ക് 4 chambered ഹാർട്ട് ഉള്ളത് കൊണ്ട് അവരെ നമുക്ക് മാമൽസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന കാര്യം കൂടെ ആലോചിക്കുക. യെസ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് പോറിഫറൻസിലാണ്. ഇവിടേക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ആൻസർ പറയൂ. നോക്കണേ, ശ്രദ്ധിച്ച് പറയണം. നോക്ക്, ബാറ്റ്സ് ആൻഡ് വെയിൽസ് ആർ ക്ലാസിഫൈഡ് ആസ് മാമൽസ്. ദാറ്റ്സ് ഓക്കെ. ബാറ്റ്സ് ആൻഡ് വെയിൽസ് ഹാവ് 4 chambered ഹാർട്ട്. അതും കറക്റ്റ് ആണ്. മക്കളെ ശ്രദ്ധിക്കണം. ദേവിക, ദേവിക ശ്രദ്ധിക്കണം. നോക്ക്, മാമൽസിന്റെ ക്രൈറ്റീരിയ, അതായത് മാമൽസ് ആകാനുള്ള ഏറ്റവും പ്രൈമറിലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രൈറ്റീരിയ ആണോ 4 chambered ഹാർട്ട് വേണമെന്ന്? ക്രോക്കഡൈലിന് 4 chambered ഹാർട്ട് ഇല്ലേ? മറ്റ് ചില ഓർഗാനിസംസിന്, അലിഗേറ്ററിന് 4 chambered ഹാർട്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ നോക്ക്, 4 chambered ഹാർട്ട് ഉള്ളത് കൊണ്ട് അവരെ നമുക്ക് മാമൽസ് ആണ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്നേ ഉള്ളൂ. ഹായ് ബാലാജി, ഹലോ ഹലോ ഹലോ, യു ആർ ലേറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. യു ആർ ലേറ്റ് ബാലാജി. ഓക്കെ, അപ്പം ആക്ച്വലി സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും കറക്റ്റ് ആണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നു, എന്നിട്ട് നിങ്ങൾ എന്താ വീണ്ടും ഈ മിസ്റ്റേക്ക് ആവർത്തിക്കുന്നത്? നോക്ക്, ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ ബാറ്റ്സ് ആൻഡ് വെയിൽസ് ഹാവ് 4 chambered ഹാർട്ട്, അതുകൊണ്ട് അവരെ മാമൽസ് എന്ന് വിളിക്കാൻ പറ്റുമോ? നോ. അങ്ങനെ വേണം നിങ്ങൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. എന്താണ് എന്നിട്ട് നിങ്ങൾ വീണ്ടും തെറ്റിക്കുന്നത്? നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാലോ, രണ്ടും കറക്റ്റ് ആണെന്ന് മനസ്സിലായി, എന്നിട്ടും പിന്നെ അസേർഷൻ റീസൺ എങ്ങനെയാ തെറ്റിപ്പോകുന്നത്? ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, പ്രാക്ടീസ്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഗിവൺ അസേർഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, അടുത്ത ചോദ്യം അസേർഷൻ റീസൺ തന്നെയാണ്. ബേർഡ്സ് പൊസസ് ഡ്രൈ സ്കിൻ. ഓക്കെ, ബേർഡ്സ് പൊസസ് ഡ്രൈ സ്കിൻ. റീസൺ, ബേർഡ്സ് പൊസസ് ഓയിൽ ഗ്ലാൻഡ്സ് ത്രൂ ഔട്ട് ദെയർ ബോഡി. ബേർഡ്സിന് ഡ്രൈ സ്കിൻ ആണ്. ത്രൂ ഔട്ട് ദെയർ ബോഡി ബേർഡ്സിന് ഓയിൽ ഗ്ലാൻഡ്സ് ഉണ്ട്. ബേർഡ്സിന് എവിടെ മാത്രമാണ് ഓയിൽ ഗ്ലാൻഡ്സ് ഉള്ളത്? അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദെയർ ബോഡി ഓയിൽ ഗ്ലാൻഡ്സ് ഉണ്ടോ? I will give you this question as homework. നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നില്ല. ഓക്കെ, സോ ഇത് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ അല്ല, ആഫ്റ്റർ ലൈവ് നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക. ആഫ്റ്റർ ലൈവ് നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക. ഓക്കെ, ആ ബിയും ഡിയും സിയും ഒക്കെ ഉത്തരം പറയുന്നുണ്ടോ? ബിയും ഡിയും സിയും ഒക്കെ ഉത്തരമാണോ? അല്ല, ഇതിന്റെ ഉത്തരമാണോ? ദിസ് ഇസ് എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ലൈവിന് താഴെ കമന്റ് ചെയ്യൂ, അതിന് ഞാൻ റിപ്ലൈ തരും. ഓക്കെ, ടെക്സ്റ്റ് നോക്കിയിട്ട് കമന്റ് കണ്ടുപിടിക്കുക, ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെയും പോയി ചെയ്യാം കേട്ടോ. ആര്യ, ഓക്കെ, യെസ് യെസ് യെസ്, നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഞാനത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് പറയുന്നില്ല, ബിക്കോസ് ഇതിന് ശേഷം നമ്മുടെ ലൈവ് കാണുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പം അവരും എന്ത് ചെയ്യാം, അവരും ഇത് കമന്റ് ചെയ്യട്ടെ. ഓക്കെ, ലൈവിന് ശേഷം ഇത് കാണുന്നവരുണ്ടാവും. സോ എല്ലാവർക്കും കമന്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ, ദാറ്റ്സ് വൈ. ഓക്കെ, സി ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ കറക്റ്റ് കോമ്പിനേഷൻ വിത്തൗട്ട് എനി എക്സെപ്ഷൻ? ഓക്കെ, കറക്റ്റ് കോമ്പിനേഷൻ വിത്തൗട്ട് എനി എക്സെപ്ഷൻ ആണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. മാമറി ഗ്ലാൻഡ്, ഹെയർ ഓൺ ബോഡി, പിന്നെ 2 pair of limbs, മാമൽസ്. അതായത് ഒരു എക്സെപ്ഷനും ഇല്ല. എല്ലാ മാമൽസിനും മാമറി ഗ്ലാൻഡ് ഉണ്ട്, എല്ലാ മാമൽസിനും ബോഡിയിൽ ഹെയർ ഉണ്ട്, എല്ലാ മാമൽസിനും ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഇയർ ചെവി ഉണ്ട്, എല്ലാ മാമൽസിനും 2 pairs of limbs ഉണ്ട്. ഓക്കെ, ഇനി കോൺട്രിക്ടൈസ്. കോൺട്രിക്ടൈസ് ആരാണ്? കാർട്ടിലേജിനസ് ഫിഷസ് അല്ലെ. മൗത്ത് വെൻട്രൽ, ഗിൽസ് വിത്തൗട്ട് ഓപ്പിക്കുലം, സ്കിൻ വിത്ത് പ്ലാക്കോയിഡ് സ്കെയിൽസ്, പെർസിസ്റ്റന്റ് നോട്ടോകോഡ്. ഇനിയിപ്പോ സൈക്ലോസ്റ്റൊമാറ്റ, sucking and circular mouth, jaws absent, integument without scales and paired appendages, ears, body covered with a feather, skin moist and glandular, lungs with air sacs, 4 limbs form wings. ഇതില് ഒരു എക്സെപ്ഷൻ ഇല്ലാത്ത കോമ്പിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യാതൊരുവിധ എക്സെപ്ഷൻ, there is no exception.
അതെന്താ ശില്പ? ക്യൂവോ? നമുക്ക് ക്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? മാറിപ്പോയതാണോ? മാമൽസിനാണോ ഒരു എക്സെപ്ഷൻ ഇല്ലാത്തത്? എല്ലാ മാമൽസിനും 2 പെയർ ഓഫ് ലിംസും പിന്നെയൊക്കെ ഉണ്ടോ? ചെവിയൊക്കെ ഉണ്ടോ? ഈ വെള്ളത്തിന്റെ ഉള്ളില് ജീവിക്കുന്ന ഫിഷ് ലൈക്ക് ആയിട്ടുള്ള മാമൽസ് ഒക്കെ ഉണ്ടേ. അവർക്കൊക്കെ ഈ ചെവിയൊക്കെ ഉണ്ടോ? ഹെയർ ഓൺ ബോഡി, ത്രൂ ഔട്ട് ബോഡി ഹെയർസ് ഒക്കെ ഉണ്ടോ? ഒന്ന് ആലോചിക്കണം. നോക്ക്, ത്രൂ ഔട്ട് ബോഡി ഹെയർസ് ഒക്കെ ഉണ്ടോ? വെയിൽസ് പോലെയുള്ളവരൊക്കെ നിങ്ങൾ ആലോചിക്കണം. ചെവി, എക്സ്റ്റേണൽ ഇയർ, പിന്നെ എക്സ്റ്റേണൽ ഇയർ. ഈ പക്ഷികൾക്ക് ചില പെൻഗ്വിൻ ചില ആൾക്കാർ, അതായത് മാമൽസിനുള്ളിൽ വരുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ ചെറിയ ഉണ്ടോ? അല്ല, ചെറിയല്ല, ചെവി ഉണ്ടോ? കറക്റ്റ് ആണെന്നോ? ഓക്കെ. ഇനിയിപ്പോ നോക്കുക, കോൺട്രിക്ടൈസ്, mouth ventral, gills without operculum, skin with placoid scales, persistent notochord. അതുപോലെ cyclostomata എന്ന് പറയുമ്പോൾ sucking and circular mouth, jaws absent, integument without scales and paired appendages. Okay, ഇനി aves നോക്കുമ്പോൾ body covered with feathers, skin moist and glandular, lungs with air sac, forelimbs form wings. എല്ലാവരിലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് നോക്കണേ. ബിയും സിയും ഒക്കെ വരുന്നുണ്ട്. ബിയും സിയും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാ, റെഫർ ചെയ്തോളാം ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് സമയം തരും. കാരണം എനിക്കിത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സിയും ബിയും ഇത്ര അധികം ആളുകൾ തെറ്റിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് റെഫർ ചെയ്യുക. കുറെ ദിവസത്തേക്കൊന്നും ഞാൻ വെക്കുന്നില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചോളൂ. പേജ് നമ്പർ 67 പേജ് നമ്പർ 67 മമേലിയ, കോൺട്രിക്ടൈസ്, സൈക്ലോസ്റ്റൊമാറ്റ, ഏവ്സ്. ഇത് മാത്രമല്ല, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ചധികം കൺഫ്യൂഷൻസ് ഉണ്ട്. കുറച്ചധികം നിങ്ങൾ തെറ്റ് വരുത്തുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ അനിമൽ കിങ്ഡം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ബ്രേക്ക് തരും. ബ്രേക്കിന്റെ സമയത്ത് ഈ ഓർഗാനിസംസിന്റെ ഫീച്ചേഴ്സ് പഠിച്ചോളുക, അല്ലെങ്കിൽ നോക്കി വായിച്ച് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് വന്നോളുക. ഇതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ആഫ്റ്റർ ലൈഫ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും. സോ ഇത് റെഫർ ചെയ്യുക. ഞാനിപ്പോ ഒരു ആൻസർ പറയും, ഇതെങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇത് 4 ഒന്ന് പഠിക്കുക. ആൻഡ് അതിനുശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ ആനിമൽ കിങ്ഡം റിവൈസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ഫയലുള്ള അതിലെ ഓർഗാനിസംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാര്യമായിട്ട് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സി ആണ് എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, റെഫർ ചെയ്തോളാം, കണ്ടുപിടിക്കുക. ആഫ്റ്റർ ബ്രേക്ക് ഞാനിത് പറയും. ഓക്കെ, അടുത്ത ചോദ്യം. Match the following. Match column 1 with the column 2 and choose the correct option from the chords given below. Okay, cyclostome, aver, tunicates, balanoglossus, ostichthys, hemichordate, urochordate, agnatha, piscis and tetrapod. ഇപ്പുറത്ത് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പം നോക്കാം. ഇത് 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ബിയോ സിയോ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ബിയോ സിയോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ബിയും സിയും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഓസ്റ്റിക്തൈസ് ഏതാണ്? ഓസ്റ്റിക്തൈസ് ബിയും സിയും അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഏവ്സ് ആൻഡ് ട്യൂണിക്കേറ്റ്സ്. ട്യൂണിക്കേറ്റ്സ് ഇതിൽ ആരാണ്? യൂറോകോഡേറ്റ. ഏവ്സ് ഏത് വരും? ഏവ്സ് പക്ഷികൾ, ടെട്രാപോഡ്സ് വരും അല്ലേ. ഓക്കെ, അപ്പം 5 and 2, 5ഉം 2 വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, യെസ്, ഓപ്ഷൻ സി. ഒന്ന് കൺഫേം ചെയ്യാം. A3 D1, A3 ആണ് അഗ്നാത്ത, D1 ബലാനോഗ്ലോസസ്, ഹെമികോഡേറ്റ് ആൻഡ് ഓസ്റ്റിക്തൈസ്, പീസസ്. ഓക്കെ, ക്ലിയർ. അപ്പൊ അടുത്ത ചോദ്യം. Match the name of the animal in column 1 with the 1 characteristic in column 2 and the phylum column 3 to which it belongs. Okay, അപ്പോൾ പെട്രോമൈസൻ എക്ടോപാരസൈറ്റ് ആണ്, സൈക്ലോസ്റ്റൊമേറ്റ ആണ്. ഇക്തിയോഫിസ് ടെറസ്ട്രിയൽ റെപ്റ്റീലിയ, ലിമുലസ് ബോഡി കവർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ, പിസസ്. അദാംസിയ റേഡിയലി സിമെട്രിക്കൽ ആണ്, പോറിഫെറി ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടത്?
മാച്ച് ചെയ്യാനാണ് ഇങ്ങനെ അത് പ്രോപ്പർ ആയിട്ടുള്ള മാച്ച് കണ്ടുപിടിക്കാം. മാച്ച് ദ നെയിം ഓഫ് ദ ആനിമൽ. ഓക്കെ, ഇതിൽ കറക്റ്റ് ആണ്, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ഇക്തിയോഫസ് റെപ്റ്റൈലിയ ആണോ, പെട്രോമൈസിൻ സൈക്ലോസ്റ്റൊമാറ്റ ആണോ, ലിമുലസ് ഫിഷ് ആണോ, അഡാംസിയ പോറിഫെറ ആണോ എന്നതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. സി ആണോ? വീണ്ടും തെറ്റിക്കാൻ തുടങ്ങി. മുമ്പത്തെ ചോദ്യം ഒന്നല്ലോ സി പറയുന്നത്. മുമ്പത്തെ ചോദ്യമാണോ സി പറയുന്നത്? മുൻപത്തെ ചോദ്യമാണോ സി പറയുന്നത് ആന്ന് തോന്നുന്നു. ഇത് പ്രോപ്പർ ആയിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. ഇത് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ദിസ് പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യാം. തെറ്റിക്കരുത്. ഹായ് ആൽക്കീൻ. ദേവിക ബി. എടാ, ഇതിലെ കറക്റ്റ് കോമ്പിനേഷനാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. വൈ? നിങ്ങൾ ആനിമൽ കിങ്ഡം ഒന്നും പഠിച്ചിട്ടില്ലേ? പ്ലീസ് ഗോ ആൻഡ് റിവൈസ് ആനിമൽ കിങ്ഡം ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, എല്ലാ ഓപ്ഷനും പറയുന്നുണ്ട്. ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള മിക്ക ക്വസ്റ്റ്യനിലും നിങ്ങൾ തെറ്റാണ് വരുത്തുന്നത്. മനസ്സിലാക്കിക്കൊള്ളുക, ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. നോക്ക്, അഡാംസിയ. ഞാൻ ലാസ്റ്റ് തുടങ്ങാണ്. അഡാംസിയ പോറിഫെറ ആണോ? അല്ല. സി അനിമോൺ. റൈറ്റ്. എവിടെ വരും? സീലൻട്രേറ്റ ആണ്. ഓക്കെ. ലിമുലസ് ഫിഷ് ആണോ? ഒരു ഫിഷിന്റെ എക്സാമ്പിൾ ആണോ ലിമുലസ്? അല്ല അല്ലെ. ലിമുലസ് ഫിഷസില്, അത് എന്ന് വെച്ചാൽ നമ്മളുടെ കോഡേറ്റ്സിലെ വരുന്ന ആളല്ല ലിമുലസ്. സോ അത് റോങ്. ഇക്തിയോഫസ് ടെറസ്ട്രിയൽ റെപ്റ്റൈലിയ, ഒരു റെപ്റ്റൈൽ ആണോ ഇക്തിയോഫസ്? അല്ലെങ്കിൽ ആംഫീബിയൻ ആണോ? ആലോചിക്കുക. ഇറ്റ്സ് റോങ്. പെട്രോമൈസിൻസ് എന്താണ്? സൈക്ലോസ്റ്റൊമേറ്റൽ ആണ് വരുന്നത്. ഹെക്ടോ പാരസൈറ്റ്സ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ്. ഇതെല്ലാം തെറ്റാണ്. ഓക്കെ. യെസ്, ലിമുലസ് ആർത്രോപോഡയാണ്. ബി ആണോ? ഇക്തിയോഫസ് റെപ്റ്റൈൽസ് ആണോ? ഇക്തിയോഫസ് റെപ്റ്റൈൽ ആണോ? ആംഫീബിയ ആണോ? അല്ലെങ്കിൽ ഏവ്സ് ആണോ? കണ്ടുപിടിക്കുക. ഇക്തിയോഫസ് ഏതാടാ? ഇക്തിയോഫസ് ഏത് ഗ്രൂപ്പാ? പോയി ഐഡന്റിഫൈ ചെയ്യൂ. റെപ്റ്റൈൽസിൽ ഇക്തിയോഫസ് ഉണ്ടോ നോക്ക്. ഇപ്പൊ തന്നെ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് ആനിമൽ കിങ്ഡം. ഇക്തിയോഫസ് റെപ്റ്റൈൽ ആണോ എന്നത് നോക്കുക. അല്ലെങ്കിൽ ഇക്തിയോഫസ് ഏത് ഗ്രൂപ്പ് ആണെന്ന് പറയുക. എന്താണ് ബി ഇത്ര അധികം ആളുകൾ പറയുന്നത്? വൈ? യുവർ എക്സാമിനേഷൻ ഓൺ സൺഡേ. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല. മനസ്സിലാക്കുക റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നത്. യെസ്, ആംഫീബിയൻ. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് എക്സാമ്പിൾസ് അവർ വരുന്ന ഗ്രൂപ്പ്, ഓരോ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഓരോ ഗ്രൂപ്പിന് ഏതാണെന്നൊക്കെ കൃത്യമായി നോക്കി പഠിക്കുക. നിങ്ങളൊരു ടേബിൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് ഡെയിലി റിവൈസ് ചെയ്യുക. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ഓക്കെ, ആംഫീബിയൻ. അപ്പൊ അടുത്ത ചോദ്യം, ഇനി ആനിമൽ കിങ്ഡം തെറ്റിക്കരുത്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആനിമൽ കിങ്ഡത്തിൽ എത്ര തെറ്റാ വരുന്നത് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. യെസ്, അടുത്ത ചാപ്റ്റർ ആണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം is formed of cluster of cells. Compound epithelium is actively involved in secretion and absorption of substrates. Pancreatic and salivary ducts are internally lined by compound epithelium. None of these. Okay. Incorrect statement ആണ് കണ്ടുപിടിക്കേണ്ടത്. Incorrect statement. Yes. ലിംലെസ് ആംഫീബിയന്റെ എക്സാമ്പിൾ ആണ് ഇക്തിയോഫസ്. വെരി ഗുഡ്. യെസ്. അപ്പൊ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ മെയിൻലി പ്രൊട്ടക്ഷനിലേക്കാണ് പോകുന്നത്. സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ വരുമ്പോഴത്തേക്കും എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള എപ്പിത്തീലിയം ആണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അല്ലെ. സോ സ്വാഭാവികമായിട്ടും ഇതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. മൾട്ടിസെല്ലർ ഗ്ലാൻഡുലർ എപ്പിത്തീലിയം, സെൽസ്, ക്ലസ്റ്റർ ഓഫ് സെൽസ്, പാൻക്രിയാറ്റിക് ആൻഡ് സലൈവറി ഡക്ട്, കോമ്പൗണ്ട് എപ്പിത്തീലിയം വെച്ച് കവർ ചെയ്തിരിക്കുന്നു. പിന്നെ നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ. അടുത്തത് മാത്സ് ഫോളോയിങ്. കോളം 1 വിത്ത് കോളം 2 squamous epithelium, cuboidal epithelium, columnar epithelium. ഇപ്പൊ ഇത് stomach and intestine, lungs and blood vessel, tubular part of nephron. Okay. ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. യെസ്, എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഏതെങ്കിലും രണ്ടെണ്ണം ഐഡന്റിഫൈ ചെയ്താൽ മതി. അറിയാവുന്ന ഏതെങ്കിലും രണ്ടെണ്ണം ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ. സ്ക്വാമസ് എപ്പിത്തീലിയം, ലങ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സെൽ തിക്നെസ് ഉള്ളിടത്ത് നമുക്ക് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് കാണാൻ പറ്റുക അല്ലെ. ഓക്കെ. ഇനി അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളംനാർ എപ്പിത്തീലിയം. വേഗം കണ്ടുപിടിക്കുക. ഇതിന്റെ ആണോ ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത്?
ഇതിന്റെയാണോ ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, യെസ്. ക്യൂബോയിഡില് നെഫ്രോൺ ആൻഡ് കോളംനാർ എപ്പിത്തീലിയം ആണ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈനിൽ കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺ PCT ആൻഡ് DCT ഏതാ കാണുന്നത്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ് കാണുന്നത്. ഓക്കെ, അറിയില്ലാത്ത ആളുകൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിച്ചോളാം കേട്ടോ. ഇനി അടുത്തത് രണ്ടെണ്ണം കാണിച്ചിരിക്കുന്നത് A and B. ഇത് ഏത് എപ്പിത്തീലിയം ആണ്? ഇത് ഏത് എപ്പിത്തീലിയം ആണ്? ഓക്കെ, നോക്കാം. ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഇറഗുലർ സ്ട്രക്ചർ ഉള്ള എപ്പിത്തീലിയം. ഇത് ഏത് ഷേപ്പാണ്? ഈ പറഞ്ഞ പോലത്തെ ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സ്ക്വാമസ് ആണോ? സ്ക്വാമസും കോളംനാറും ആണോ? ക്യൂബോയിഡിലും സ്ക്വാമസും ആണോ? കോളംനാറും ക്യൂബോയിഡിലും ആണോ? കോമ്പൗണ്ടും സ്യൂഡോ സ്ട്രാറ്റിഫൈഡും ആണോ? ഏതാണ് ആൻസർ? സീലിയേറ്റഡ് ക്യൂബ്. യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്, അതന്നെ. യെസ് അന്ന. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയൂ. ഇതിന്റെ ഉത്തരം പറയൂ. സ്ക്വാമസ് ആണോ? ഇതിലേതാണ്? സ്ക്വാമസ് ആണോ? ഇതേതാണ്? ആ ഷേപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? ഇറ്റ് ഇസ്, നിങ്ങൾ പറഞ്ഞോളൂ. യെസ്, ഓപ്ഷൻ എ എന്ന് വെച്ചാൽ ഫ്ലാറ്റൻഡ് ഇറഗുലർ ഷേപ്ഡ് വൺ സ്ക്വാമസ്. ഇതെന്താണ്? ഈ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പ് പറയുമ്പോഴത്തേക്കും അത് കോലം ഷേപ്ഡ് ആണ്, കോലംനാർ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് കോളംസ്. കോളം 1 ആൻഡ് കോളം 2. ഓക്കെ, അപ്പൊ കോളം 1 ഗോബ്ലെറ്റ് സെൽസ്, salivary glands, buccal cavity, PCT. അപ്പുറത്ത് കോളം 2 മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം ആൻഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഓക്കെ, ഫൈൻഡ് ഔട്ട്. അപ്പൊ മാച്ച് ചെയ്തോളൂ. ഇപ്പുറത്താണ് മാച്ചിങ് ഓപ്ഷൻ. ഇവിടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ എയോ ബിയോ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എയോ ബിയോ കണ്ടുപിടിക്കുക. ഓക്കെ, എയും ബിയും ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഐഡന്റിഫൈ ചെയ്യൂ. ഓക്കെ, ഇതിന്റെ തന്നെ ഉത്തരമാണോ എ പറയുന്നത്? യെസ്, എ ആണ്. ഓക്കെ, എ ആണ്. 2 1 3 4. ഓക്കെ, എന്ന് വെച്ചാൽ ഗോബ്ലെറ്റ് യൂണിസെല്ലാർ ഗ്ലാൻഡുലാർ ആണ്, സലൈവറി ഗ്ലാൻഡ്സ് മൾട്ടിസെല്ലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, യെസ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷന് വരാറുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ NCERT-യിലെ അതേ ഇമേജ് ആണ്. അതിൽ ഓരോ ഭാഗങ്ങളും നിങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിക്കണം. സംടൈംസ് ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ആരോ ഒരാള് ബി ഒക്കെ ഇട്ട് ഡിലീറ്റ് ആക്കി. എന്തിനാണത്? നോ വൺ ഇസ് ജഡ്ജിങ് യു. ആരും അത് ഓർത്ത്, ഞാനാണേല് ആ പേരും ഓപ്ഷനും പോലും പ്രോപ്പർലി വായിക്കുന്നില്ല. ആ ഒരു സമയം പോലും ഞാൻ എടുക്കുന്നില്ല അത്രയും ക്വസ്റ്റ്യൻസ് വായിക്കാന്ന് വിചാരിച്ചു. പിന്നെ ആരാണ് ഇവൻ ഇതാണ് ആൻസർ ചെയ്തത്, ഇവൻ ഇതാണ് ചെയ്തത്, അവൻ കറക്റ്റ് ആക്കിയോ, അവൻ തെറ്റാക്കിയോ, ഇതൊന്നും ആരും ഇവിടെ നോക്കിയിരിക്കുന്നില്ല കേട്ടോ. ഓക്കെ, സോ അവനവനെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, യെസ്. അപ്പം ഇവിടെ ABCD ഉണ്ട്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് സെയിം രീതിയിൽ 3 മാക്രോഫേജും 3 കൊളാജനും 3 മൈക്രോഫിലമെന്റും എല്ലാം മാസ്റ്റും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 3 ഐഡന്റിഫൈ ചെയ്താലേ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഡി എന്താണെങ്കിലും ഐഡന്റിഫൈ ചെയ്യണ്ട, ഇത് മാസ്റ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അടുത്ത ചോദ്യത്തിൽ ചിലപ്പം ഡി ആയിരിക്കും മാർക്ക് ചെയ്യാൻ വരിക. സോ ഇതാണ് മാസ്റ്റ് എന്ന് പഠിച്ചോളാം. ദിസ് വൺ മാസ്റ്റ് സെൽ. ഓക്കെ, ദിസ് വൺ മാസ്റ്റർ സെൽ. ഈ പറഞ്ഞ ABC നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതാണ് എ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഇങ്ങനെ പോകുന്ന കുറേ എണ്ണം ഉണ്ട്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ബി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവമാണ് സി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഏതാണ് ആൻസർ വരിക? പ്രോപ്പർലി ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഡി എന്താണെങ്കിലും മാസ്റ്റ് ആണ്. ഈ പറഞ്ഞ എ എന്താണ്? ഇതിൽ കൂടി ഇങ്ങനെ നിറച്ചും പോകുന്ന ബി എന്താണ്? ആൻഡ് ഈ കാണുന്ന സി എന്താണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കോളൂ. എന്നിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യൂ.
Come on, quick. വേഗം വേഗം. Do it fast. ഞാൻ ഇവിടെ ഉണ്ട്, വേഗം ആൻസർ ചെയ്തോളൂ. Do it fast. വേഗം ആൻസർ അറ്റൻഡ്. ഒറ്റ ആൻസറും കാണുന്നില്ല. ഇതുവരെ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ല എങ്കിൽ മാം ബി ആൻഡ് സി സെയിം അല്ലേ? ബി ആൻഡ് സി സെയിം ആണ്. ഓക്കെ, അത് ബി ആൻഡ് സി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് അവോയ്ഡ് ചെയ്തോളൂ. ബി ആൻഡ് സി അവോയ്ഡ് ചെയ്തോളൂ. അത് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യെസ്, ഓപ്ഷൻ 4 പറയുന്നുണ്ട്. അഫ്ന ഡി പറയുന്നുണ്ട്. ഓക്കെ, നിധാൻ യെസ്. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇത് മാക്രോഫേജ് ആണ്. ഇപ്പുറത്തിന്റെ ഉള്ളിൽ കൂടെ നിറച്ചു ഇങ്ങനെ പോകുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. ആൻഡ് നമ്മുടെ കൊളാജൻ ഫൈബേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഇതിന്ന് വരുന്നത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്തോളൂ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, യെസ്, ഡി ആണ്, ഡി ആണ്. എന്താണ് കുറെ പേര് ആൻസർ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ ഇപ്പം? ഓക്കെ കൃഷ്ണ, ഓക്കെ ഫൈൻ. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് സ്ലോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ, അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് കോളംസ്. കോളം 1 ആൻഡ് കോളം 2. ഇവിടെ സ്കിൻ, ടെൻഡൻ, അഡിപ്പോസൈറ്റ് ടിഷ്യൂസ്, കാർട്ടിലേജ്. ഇപ്പുറത്ത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് ഇറെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അത് മാച്ച് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എയും ബിയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. സ്കിൻ ആൻഡ് ടെൻഡൻ, സ്കിന്നും ടെൻഡനും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, വേഗം ഐഡന്റിഫൈ ചെയ്തോളൂ. സ്കിന്നും ടെൻഡനും ഐഡന്റിഫൈ ചെയ്താൽ, സ്കിൻ ആൻഡ് ടെൻഡൻ. സ്കിൻ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ടെൻഡൻ ഡെൻസ് റെഗുലർ അല്ലേ? അപ്പം A4 ആൻഡ് B3 നോക്കട്ടെ. A4 ആൻഡ് B3 വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. റൈറ്റ്. C1 ആൻഡ് D2 കൺഫേം ചെയ്യുക. C1 യെസ്, കാർട്ടിലേജ്. D2 ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, യെസ്, സ്റ്റഡി ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഇതേതാണ്? മസിൽസ് ആണല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് കാർഡിയാക് മസിൽ, ഏതാണ് സ്മൂത്ത് മസിൽ, ഏതാണ് ലൈക്ക് ബാക്കി പറഞ്ഞിരിക്കുന്ന ബാക്കി മസിൽസ് എന്നതൊക്കെ. ഞാൻ മസിൽസിന്റെ പേര് എനിക്ക് പറഞ്ഞു തരുന്നില്ല, അപ്പൊ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളാം. ഐഡന്റിഫൈ ദീസ് മസിൽസ് ABC. ഇത് A, ഇത് B, ഇത് C. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി, പക്ഷെ ഏതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളൂ. സ്മൂത്ത് ഏതാണ്, കാർഡിയാക് ഏതാണ്, സ്ട്രൈറ്റഡ് ഏതാണ്, വോളണ്ടറി, ഇൻവോളണ്ടറി, അതൊന്നും നിങ്ങൾ പറയണ്ട. എന്നാലും ഏതൊക്കെയാണ് ഏതെന്നത് ഐഡന്റിഫൈ ചെയ്യുക. ഏതൊക്കെയാണെന്നത് വേഗം ഐഡന്റിഫൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉള്ളത് എവിടെയാണ്? ജസ്റ്റ് സ്ട്രിയേഷൻസ് മാത്രം. സിലിണ്ട്രിക്കൽ സ്ട്രിയേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? ഐഡന്റിഫൈ ചെയ്യൂ. യെസ്, ഇത് സ്ട്രൈറ്റഡ്, സ്മൂത്ത്, അപ്പുറത്തത് കാർഡിയാക് അല്ലേ? സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് കണ്ടെയ്ൻ. കോക്രോച്ചിന്റെ മൗത്ത് പാർട്ട്: 2 mandible, 2 maxillae, labrum, labium and hypopharynx. 2 mandibles, maxillae each, 2 labrum and labium, 1 mandible, maxilla each, labrum and hypopharynx, 1 mandible, labrum, labium and hypopharynx. ഏതാണ് ആൻസർ വരാ? It is answer. Mouth parts of cockroach contain. Mouth parts of cockroach contain. Cockroach in the mouth part. A ആണോ? യെസ്. 2 mandibles, 2 maxillae, labrum, labium and hypopharynx. ഓക്കെ, യെസ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറിയാത്ത ആൾക്കാർ പഠിച്ചോളൂ കേട്ടോ. 2 mandibles, 2 maxillae, labrum, labium and hypopharynx. ഓക്കെ, ഇനി അടുത്തത്, forewings and hindwings in cockroaches arise from. കോക്രോച്ചിന്റെ 3 സെഗ്മെന്റ്സ്: പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ് അല്ലെ? അതിൽ 4 വിങ്സും ഹൈൻഡ് വിങ്സും എവിടുന്ന് അറൈസ് ചെയ്യുന്നു? യെസ് ഹന്ന. ഓക്കെ,
അപ്പൊ എവിടുന്നാണ് ഫോർ വിങ്സ് ആൻഡ് ഹൈൻഡ് വിങ്സ് അറൈസ് ചെയ്യുന്നത്? അതാണ് ചോദ്യം. വേഗം ചെയ്യൂ. മെസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്, പ്രോതൊറാക്സ്, മെറ്റാതൊറാക്സ്, പ്രോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. ഡിയോ എയോ അന്ന് രണ്ടൂന്ന് ഓപ്ഷൻ വരുന്നേ. എടാ പ്രോ, മീസോ, മെറ്റ ഇങ്ങനെയല്ലേ? അപ്പൊ ഒന്ന് പ്രോയെന്നും ഒന്ന് മെറ്റെന്നും ആണോ വരുന്നത്? ഇതെവിടുന്ന് നിങ്ങൾ ഇങ്ങനെ പഠിച്ചത്? മീസോ ആൻഡ് മെറ്റ അല്ലേ? ഇത് തെറ്റല്ലേ? മീസോയിന്നും മെറ്റെന്നും അല്ലേ വരുന്നത്? ഓക്കെ, മീസോയിന്നും മെറ്റെന്നും അല്ലേ വരുന്നേ? എന്താണിത് കുട്ടികളെ? എന്താണിത്? ഒരാൾ ഡി ഇട്ട എല്ലാരും പോയിട്ട് ഡി ഇടുകയാണോ? വൈ? എനിക്ക് അറിയില്ല എന്താ നിങ്ങൾ ഡി ഇട്ടെന്ന്. ഫോർ വിങ്സ് ആൻഡ് ഹൈൻഡ് വിങ്സ് ഒന്ന് പ്രോതൊറാക്സ് ഒന്ന് മെറ്റാതൊറാക്സ് ആണോ വരിക? യെസ്, ഇറ്റ്സ് ഓപ്ഷൻ എ. വാട്ട് ഈസ് ദിസ്? വൈ? നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇതൊന്നും പഠിച്ചിട്ടില്ലേ? എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നാ? ഇത്ര അധികം ആളുകൾ എന്താ ഡി പറഞ്ഞേ? കൃഷ്ണ, നിധാൻ, അഫ്ന, ദേവിക, നിങ്ങൾ എല്ലാവരും ഡി ആ പറഞ്ഞത്. ഒരാളുടെ ഡി കണ്ട് അടുത്ത ആള് ഡി ഇട്ടതാണോ? ഡോണ്ട് ഡു ദിസ്. ബി സിൻസിയർ. ഓക്കെ, അറിയില്ലെങ്കിൽ അറിയില്ല. ഓക്കെ, അത് ചെയ്തത് കൊണ്ട് അത് ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പുറത്തിരിക്കുന്ന ആളുടെ നോക്കി നമുക്ക് ഗസ് വർക്ക് നടത്താൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഗസ് വർക്ക് ഇവിടെ വേണേ പ്രാക്ടീസ് ചെയ്തോളൂ. പക്ഷെ കമന്റ് ബോക്സ് നോക്കിയിട്ട് ഗസ് വർക്ക് ചെയ്യരുത് പ്ലീസ്. ദിസ് വോണ്ട് ഹെൽപ്പ് യു. ദിസ് വോണ്ട് ഹെൽപ്പ് യു. ഓക്കെ, എന്നാൽ ആരെ കാണിക്കാനാണ് കമന്റ് ബോക്സിനനുസരിച്ച് നമ്മൾ കമന്റ് ചെയ്യുന്നത്? അല്ലാതെ ഇത്ര അധികം പേര് ഒരുമിച്ച് എങ്ങനെയാണ് ഡി ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ദിസ്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയൂ. അല്ലെങ്കിൽ ആ സമയത്ത് പോയി റെഫർ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കൂ. ഓക്കെ, നിന്നെ നല്ല ഓർമ്മയുണ്ട്. ടു സോൾവ് വൺ റോഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. The below given figure is associated with the diagrammatic representation of internal organs of frog. Identify A to E. ഫ്രോഗിന്റെ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ A to E ഐഡന്റിഫൈ ചെയ്യാം. ദാ A, B, C, D and E. ഓക്കെ, അപ്പൊ ഇവിടെ A തന്നിട്ടുണ്ട്, ഇവിടെ B, ഇവിടെ C, D ആൻഡ് ഇവിടെയാണ് എന്ത് തന്നിരിക്കുന്നത്? E തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഗോൾ ബ്ലാഡർ ആണ് എ എല്ലാം തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഐഡന്റിഫൈ ചെയ്യേണ്ട. ഇവിടെ എല്ലാം ലങ്സും തന്നിട്ടുണ്ട്. സോ എയും ബിയും ഓക്കെ ആണ്. സി ഡി ഇ ആണ് ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഇ. അതെന്താന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് എന്ത് തന്നെയാണ്? റെക്റ്റമാണ്. സിയും ഡിയും മാത്രം ഐഡന്റിഫൈ ചെയ്യുക. സി, ദിസ് വൺ. ഈ കാണിച്ചിരിക്കുന്നത് സി ആൻഡ് ഈ കാണിച്ചിരിക്കുന്നത് ഡി. അത് മാത്രം ഐഡന്റിഫൈ ചെയ്യുക. അത് മാത്രം ഐഡന്റിഫൈ ചെയ്ത് ആൻസറിലേക്ക് പോവാം. യെസ്, ഫാറ്റ് ബോഡി ആൻഡ് കിഡ്നി. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം ചെയ്തോളാം. നെക്സ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ് അടുത്ത ചാപ്റ്റർ. സോ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ കഴിഞ്ഞു. ഫ്രോഗിന്റെ 2-3 ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രോഗ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊന്ന് പറയൂ. ഇപ്പൊ ഒന്ന് ആൻസർ ചെയ്തോളൂ കേട്ടോ. ഇവിടെ തന്നെ ഉണ്ട്, കുറച്ച് വെള്ളം കുടിച്ചതാണ്. How many substituted groups are present in alpha amino acid? Amino acidല് എത്ര സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പ് ഉണ്ട്? കാർബണിന്റെ മുകളിലേക്ക് CH4 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയതാണല്ലേ. മീഥെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് അമിനോ ആസിഡ്. അപ്പൊ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്ക് അതിന്റെ മുകളിൽ കാണാൻ പറ്റുന്നത്? How many substitutions? Yes, the right answer is option 4. 4 സ്ഥലത്തായിട്ട് 4 സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? കാർബണിന്റെ വാലൻസി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following group of amino acid is aromatic in nature? Aromatic nature ഉള്ള അമിനോ ആസിഡ്. ടൈറസിൻ, ഫീനൈലലാനിൻ, ടൈറസിൻ, ട്രിപ്റ്റോഫാൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ലൈസിൻ, വാലിൻ, നൺ ഓഫ് ദി എബവ്. ഓക്കെ, ആൻസർ പറയൂ. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന ഗ്യാപ്പിൽ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇവിടെ ഉണ്ട്, ഒന്ന് ആൻസർ പറഞ്ഞോളൂ.
Tyrosine, phenylalanine, tyrosine, tryptophan, glutamic acid, lysine, valine, none of the above. ആരൊക്കെയാണ് ആൻസർ വന്നിരിക്കുന്നത്? ഷിഫ ആൻഡ് നിഡാൻ. ഷിഫ, നിഡാൻ, കൃഷ്ണ. ടൈറസിൻ, ഫീനൈലലാനിൻ, ഷിഫ. യെസ്. അപ്പൊ റിംഗ് സ്ട്രക്ചർ ഉള്ളത്, അരോമാറ്റിക് റിംഗ് ബേസിക്കലുള്ളത് ടൈറസിൻ, ഫീനൈലലാനിൻ, അതുപോലെ ഒരാൾക്കും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് ട്രിപ്റ്റോഫാൻ. ഓർത്ത് വെച്ചോളാം, ഈ 3 പേർക്ക് മാത്രമേ അതുള്ളൂ. ഓക്കെ. ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? അസിഡിക് നേച്ചർ ആണ്. വാലിൻ, ലൈസിൻ വന്നിട്ടുണ്ട് ബേസിക്. ഗ്ലൂട്ടാമിക് ആസിഡ് അഗെയിൻ അസിഡിക്. നൺ ഓഫ് ദി അബവ് എന്താണെങ്കിലും ആൻസർ ഇവിടെ വരുന്നില്ല. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ. യെസ് യെസ്. അപ്പൊ അടുത്ത ചോദ്യം which of the following compound is shown in the figure? Okay, ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ, പറഞ്ഞോളൂ. കാണിച്ചിരിക്കുന്നത് ഏതാ? പ്യൂരിൻ, അഡിനിൻ, pyrimidin, uracil, purine, uracil, pyrimidin, adenine. Okay, find it fast. Which of the following compound is shown in the figure? കാണിച്ചിരിക്കുന്നത് ഏതാണ്? Fast. Yes, option 1. Option A. എന്താണ് ചോദിച്ചത്? വാലിൻ ന്യൂട്രൽ അമിനോ ആസിഡ് അല്ലെങ്കിൽ വാലിൻ ന്യൂട്രൽ ആണല്ലോ. ഞാൻ വാലിൻ സോറി വാലിൻ ഞാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ബേസിക് എന്ന് പറഞ്ഞു, സോറി. ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റിഡിൻ ആണ്. മാറിപ്പോയതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാലിൻ ന്യൂട്രൽ ആണ്. ഓക്കെ, വാലിൻ ന്യൂട്രൽ ആണ്, മാറിപ്പോയതാണ് പറഞ്ഞത്. ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റിഡിൻ ആണ് ബേസിക്. ഗ്ലൂട്ടാമിക് ആസിഡും അസ്പാർട്ടിക് ആസിഡും അസിഡിക്. ഓക്കെ, നെഗറ്റീവ്. ക്ലിയർ? ഓക്കെ, താങ്ക് യു. ആരാണ് ഓർമ്മിപ്പിച്ചത്? നിദാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിദാൻ. താങ്ക്സ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ? ഇത് നോക്കൂ, പ്യൂരിൻ ആണോ പിരമിഡിൻ ആണോ? ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. പ്യൂരിൻ ആണ്. 2 റിംഗ്സ് ഉള്ളത്, സിംഗിൾ റിംഗ് ഉള്ളത് പിരമിഡിൻ ആണ്. ഇനിയിപ്പം പ്യൂരിൻ 2 എണ്ണം, അഡിനിൻ, യുറാസിൽ അല്ലെ? യുറാസിൽ എന്ന് പറയുന്നത് എന്താ? പിരമിഡിൻ ആണ്. സോ ഈ ആൻസർ സ്വാഭാവികമായിട്ടും റോങ് ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. യെസ്, ഓപ്ഷൻ എ, പ്യൂരിൻ, അഡിനിൻ. ഓക്കെ, ഇതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, how many of the following statement is or are true regarding lipids in bio macromolecules? Okay, yes. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുക. അത് ലിപ്പിഡ്സിനെ ബേസ് ചെയ്തിട്ട് എത്ര എണ്ണം ശരിയാണെന്ന് നോക്കാം. മിസ്, ആക്ടിവേഷൻ എനർജി ഒന്ന് പറയുമോ? യെസ്, ആക്ടിവേഷൻ എനർജിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ് കാണിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ അത് പറയാം കേട്ടോ. ഓക്കെ, ആ സമയത്ത് പറയാമേ. കൃഷ്ണ, ഞാൻ ആ സമയത്ത് പറയാം. ഞാൻ മറക്കില്ല. കൃഷ്ണ ആ സമയം വരെ ഇവിടെ ഇരുന്നാൽ മതി. ഈ ചാപ്റ്ററിൽ തന്നെയാണ്. സോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യൻ വരായിരിക്കും. ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ആക്ടിവേഷൻ എനർജിയുടെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പറയാം. ഓക്കെ, അപ്പം ലിപ്പിഡ്സ് ആർ പോളിമറിക് സബ്സ്റ്റൻസസ്. ലിപ്പിഡ്സ് പോളിമേഴ്സ് ആണ് എന്ന് പറയുന്നു. അടുത്ത എന്താ പറയുന്നത്? ഹാവ് മോളിക്കുലാർ വെയിറ്റ് ലെസ് ദാൻ 10,000 Dalton. മോളിക്കുലാർ വെയിറ്റ് ഡു നോട്ട് എക്സീഡ് 800 Dalton. So which of the following is true regarding lipids in bio macromolecules? That's the question. വേഗം അറ്റൻഡ് ചെയ്യൂ. സോ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ എത്തിയെന്നറിയോ? 90 ഓൾമോസ്റ്റ് 90 എത്തിയിട്ടുണ്ട്. ഉടനെ നമ്മൾ 100 എത്തും. സോ ഡു ഇറ്റ് ഫാസ്റ്റ്. Come on. ഓക്കെ കൃഷ്ണ. ഓക്കെ, ഫൈൻ. ബി പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ 2 പറഞ്ഞിട്ടുണ്ട്. ബി ആൻഡ് ഓപ്ഷൻ 2. യെസ്, ലിപ്പിഡ്സ് ആർ പോളിമറിക് സബ്സ്റ്റൻസസ്. അതായത് നമ്മൾ ലിപ്പിഡ്സിനെ നമ്മൾ ആസിഡ് സോളിബിൾ പൂളും ആസിഡ് ഇൻസോളിബിൾ പൂളും എടുക്കുമ്പോൾ ആക്ച്വലി ലിപ്പിഡ്സിനെ നമുക്ക് ആസിഡ് ഇൻസോളിബിൾ പൂളിലാണ് കിട്ടുന്നത്. പക്ഷെ അത് ആ ലിപ്പിഡ്സിന്റെ നേച്ചർ കാരണമാണ്. ബ്രേക്ക് ഡൗൺ ചെയ്താലും ആ വെസിക്കിൾസ് വീണ്ടും ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പോളിമേഴ്സിന്റെ കൂട്ടത്തിൽ ആരെ പെടുത്താൻ പറ്റത്തില്ല? ലിപ്പിഡ്സിനെ പെടുത്താൻ പറ്റില്ല. യെസ്, 10,000 Dalton അത്രയൊന്നും വെയിറ്റ് അവർക്കില്ല. അതായത് 800, 1000 അത്രയേ ഉള്ളൂ. ലിപ്പിഡ്സ് ആ ഒരു റേഞ്ചിലാണ് വരുന്നുള്ളൂ. 1000 കഴിഞ്ഞ് 10,000 വരെ ഒന്നും പോകുന്നില്ല. സോ ദിസ് ഓൾസോ റോങ്. അത് ആക്ച്വലി നമ്മളുടെ മാക്രോ മോളിക്യൂൾസിന്റെ ഒരു വെയിറ്റ് റേഞ്ച് ആണ്. മോളിക്കുലാർ വെയിറ്റ് ഡു നോട്ട് എക്സീഡ് 800 Dalton. ഓക്കെ, സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 3. വെരി ഗുഡ്. അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്?
ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻകറക്റ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സ്റ്റാർച്ച് ഇസ് എ പോളിസാക്കറൈഡ് ഹെട്രോപോളിമർ. ഓക്കെ, സ്റ്റാർച്ച് ഹെട്രോപോളിമർ ആണ്. ഹെട്രോപോളിസാക്കറൈഡ് ആണ്. ഇനുലിൻ ഇസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ്. ഇൻ എ പോളിസാക്കറൈഡ് ചെയിൻ, റൈറ്റ് എൻഡ് ഇസ് റെഡ്യൂസിങ് while ലെഫ്റ്റ് എൻഡ് ഇസ് നോൺ റെഡ്യൂസിങ്. സ്റ്റാർച്ച് ഫോംസ് ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ. ഓക്കെ, ഇതിന്റെ ആൻസർ ആണോ നിങ്ങൾ ബി പറയുന്നത്? ഇതല്ലേ? ഓക്കെ, ഇതിന്റെ ആൻസർ പറയൂ, ഇതിന്റെ ഉത്തരം പറയൂ. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഫൈൻഡ് ഇറ്റ് ഫാസ്റ്റ്. റോങ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. യെസ്, സ്റ്റാർച്ച് ഈസ് എ പോളിസാക്കറൈഡ് ഹെട്രോപോളിമർ അല്ല. സ്റ്റാർച്ച് എന്താണ്? ഹോമോപോളിമർ ആണ് അല്ലേ? ഗ്ലൂക്കോസ് തന്നെയാണ് അതിന്റെ സബ് യൂണിറ്റ്സ്. സോ ദിസ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഫ്രക്ടോസ് ഇനുലിന്റെ പോളിമർ ആണ്. ഇനുലിൻ ഫ്രക്ടോസിന്റെ പോളിമർ ആണ്. റൈറ്റ് എൻഡ് റെഡ്യൂസിങ്, ആലോചിച്ചാൽ മതി. വൈ ലെഫ്റ്റ് എൻഡ് ആണ് നോൺ റെഡ്യൂസിങ് പറയുന്നത്. പോളിസാക്കറൈഡ് ചെയിനിൽ സ്റ്റാർച്ച് ഫോംസ് ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐഡിൻ വെച്ചിട്ടുള്ള ടെസ്റ്റ് അറിയാം അല്ലെ? ആ ഹെലിക്സിന്റെ ഉള്ളിൽ ബ്ലൂ കളർ ഹോൾഡ് ചെയ്യും, അങ്ങനെയാണ് ബ്ലൂ കളർ കിട്ടുന്നതെന്നൊക്കെ അറിയാം. ഓക്കെ, യെസ്, സ്റ്റാർച്ചസ് ഹോമോപോളിമർ. അടുത്ത ചോദ്യം. The long protein chain is also folded upon itself like a hollow woolen ball. ആ ഹോളോ ബോൾ പോലെ ഫോം ചെയ്യുന്ന ആ ഒരു ലോങ് പ്രോട്ടീൻ ചെയിൻ ഹോളോ വൂളൻ ബോൾ ആയിട്ടിരിക്കുന്നത് പ്രൈമറി സ്ട്രക്ചർ ആണോ, സെക്കൻഡറി സ്ട്രക്ചർ ആണോ, ടെർഷ്യറി സ്ട്രക്ചർ ആണോ, നൺ ഓഫ് ദീസ് ആണോ? വേഗം ആൻസർ പറയൂ, വേഗം വേഗം. കം ഓൺ, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ആക്ച്വലി ആൻസർ നമ്മുടെ ലൈവിൽ ഇവിടെ ഇരിപ്പുണ്ട്. 10-30 സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ ആൻസർ ചെയ്യുന്നത് ഭയങ്കര കുറച്ച് ആൾക്കാരാണ്. വൈ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്? എന്താ അതങ്ങനെ? എന്താണത്? വേഗം വേഗം. സി, യെസ്, ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി, ടെർഷ്യറി സ്ട്രക്ചർ ആണ്. ഓക്കെ, ഗുഡ്. അപ്പൊ മക്കളെ, അടുത്ത ചോദ്യം. ന്യൂക്ലിക് ആസിഡ് ഫോസ്ഫേറ്റ് ലിങ്ക്സ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടോ നോക്കട്ടെ. അപ്പൊ ന്യൂക്ലിക് ആസിഡ് നോക്കുകയാണെങ്കിൽ, ഇതാ ന്യൂക്ലിക് ആസിഡ് നോക്കുകയാണെങ്കിൽ 5' 3' 3' 5'. ഓക്കെ, യെസ്. അപ്പൊ ന്യൂക്ലിക് ആസിഡ് നോക്കുകയാണെങ്കിൽ 3' കാർബൺ ഓഫ് ബോത്ത് ഷുഗർ ഓഫ് സക്സീഡിങ് ഷുഗർ. ഫോസ്ഫേറ്റ് ലിങ്ക് ചെയ്യുന്നത് ആരുമായിട്ടാണ്? സോ ഫോസ്ഫേറ്റ് ലിങ്ക്സ് 3' കാർബൺ ഓഫ് both sugar of succeeding sugar. Phosphate links 3' carbon of one sugar and 5' carbon of the other sugar of succeeding nucleotide. 5' carbon of one sugar of succeeding sugar. 5' carbon of one sugar and 3' carbon of other group of succeeding nucleotide. Okay. Polymerization സമയത്ത് എന്താണ് സംഭവിക്കുക? അതായത് ഇത് ടെംപ്ലേറ്റ് ആണെന്ന് വിചാരിച്ചോ. ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഏതാണ്? 3' 5'. ഓക്കെ, അപ്പം ഇങ്ങോട്ടേക്ക് 5' 3' ഡയറക്ഷനിലേക്ക് പോളിമറൈസേഷൻ നടക്കുന്നു. അപ്പൊ ഇവിടെ ലിങ്കിങ് ആരും തമ്മിലാണ്. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്തു. യെസ്, ഡി തന്നെ പറയട്ടോ. 5' കാർബൺ ഓഫ് വൺ ഷുഗർ ആൻഡ് 3' കാർബൺ ഓഫ് അതർ ഗ്രൂപ്പ് ഓഫ് സക്സീഡിങ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, അപ്പൊ എന്താണ് ബി കറക്റ്റ് അല്ലാത്തത്? നേരത്തെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും എന്താ നിങ്ങൾ ഇത് തെറ്റിക്കുന്നത്? ഇറ്റ്സ് നോട്ട് ഡി. ഏത് ഡയറക്ഷനിലാണ് പോളിമറൈസേഷൻ നടക്കുക? അത് റെപ്ലിക്കേഷൻ ആണെങ്കിലും ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിലും അത് DNA പോളിമറൈസ് ആണെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. DNA പോളിമറൈസ് ആണെങ്കിലും RNA പോളിമറൈസ് ആണെങ്കിലും പോളിമറൈസേഷൻ നടത്തുന്നത് 5' 3' ഡയറക്ഷനിലാണ്. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലേ പോകുള്ളൂ. ദാറ്റ് മീൻസ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്തായിരിക്കണം? 3' 5' ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ ആക്ച്വലി ഇങ്ങനെയാണല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ അടുത്ത ന്യൂക്ലിയോടൈഡ് വരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്നാമത്തതും ഇത് സക്സീഡിങ്, ഇനി വരുന്നതിനാണ് സക്സീഡിങ് എന്ന് പറയുന്നത്. മുന്നേ ഉള്ളത് പ്രിസീഡിങ് അല്ലെ? സോ സെക്കൻഡ് ആയിട്ട് ഇത് എഴുതുന്നു. ദാറ്റ് ഇസ് ദ സക്സീഡിങ് വൺ. ഓക്കെ, അപ്പൊ അവിടെ ഏതൊക്കെ എൻഡുകളാണ് അറ്റത്തേക്ക് നിൽക്കുന്നത് നോക്ക്.
സോ ഇവിടെ ഓൾറെഡി രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ഒന്നാമത്തെ ഫിഫ്ത്ത് പൊസിഷൻ, ഫിഫ്ത്ത് ഫോസ്ഫേറ്റ് ആണ് ഇവിടേക്ക് നിൽക്കുന്നത്, അതിന്റെ തേർഡ് അവിടേക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമത്തെ 5' ഇവിടെ, 3' ഇവിടെ. മൂന്നാമത്തെ എടുത്തോ, മൂന്നാമത്തെ 5' ഇവിടെ, 3' ഇവിടെ. ഇനി പുതിയതായിട്ട് വരാൻ പോകുന്നതിന്റെ 5' ഇവിടെ, 3' ഇവിടെ. ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ അറ്റം 5' ഈ അറ്റം 3' ആയി മാറുന്നത് ഈ സ്റ്റാൻഡില്. സോ ദാറ്റ് മീൻസ് ഒന്നാമത്തെ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും രണ്ടാമത്തെ 5' കാർബണും തമ്മിലാണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുക. എന്ന് വെച്ചാൽ പ്രിസീഡിങ്ങിന്റെ 3' സക്സീഡിങ്ങിന്റെ 5'. സോ ദ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് നടക്കുന്ന ഡയറക്ഷൻ എത്രയാ? 3' 5' ആണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് നടക്കുന്നത്. ഓവറോൾ പൊളാരിറ്റി 3' 5' ബോണ്ട് ഫോം ചെയ്ത് പോകുമ്പോൾ 5' ഇങ്ങോട്ടേക്ക് നിൽക്കുന്നു, ലാസ്റ്റ് ഏറ്റവും എൻഡിൽ 3' ഇവിടേക്ക് നിൽക്കുന്നു. ഓവറോൾ പൊളാരിറ്റി 5' to 3' ആയിരിക്കും. പക്ഷെ രണ്ട് ന്യൂക്ലിയോടൈഡ്സിന്റെ ഇടയിൽ ഒന്നാമത്തെ 3' രണ്ടാമത്തെ 5' തമ്മിലാണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുക. ഈസ് ദിസ് ക്ലിയർ ഫോർ യു? അപ്പൊ ഇത് വായിച്ചോക്കെ, 3' കാർബൺ ഓഫ് 1 ഷുഗർ ആൻഡ് 5' കാർബൺ ഓഫ് ദ അതർ ഓഫ് ഷുഗർ ഓഫ് സക്സീഡിങ്. ഇനി വരുന്നതിന്റെ 5' തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നു. ക്ലിയർ ആണോ? ഈസ് ദിസ് ക്ലിയർ? ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ ആളും പോകരുത്. നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഒന്നും വിചാരിക്കാണ്ട് വീണ്ടും പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ വരും, ക്വസ്റ്റ്യൻ വരും, ക്വസ്റ്റ്യൻ വരും. മാർക്ക് മൈ വേർഡ്സ്. സോ അത് ക്ലിയർ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, ഇതേ രീതിയിൽ ആയിരിക്കില്ല വരിക, ഇതേ രീതിയിൽ ആയിരിക്കില്ല വരിക, വേറെ രീതിയിലായിരിക്കും ഈ ചോദ്യം വരിക. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് കൺഫ്യൂഷൻ ആവരുത്. കോൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ ആയി എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ് ദിസ് അഗെയിൻ. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യും, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, യെസ്, വൺസ് മോർ. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, ക്ലിയർ ആണ്. മുഹമ്മദ് ഷബാസ്, വൺസ് മോർ അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കുക കേട്ടോ. അപ്പൊ മനസ്സിലായ ആളുകള് യെസ് ഒന്നും കൂടെ പറയാം. പോൾ ഒന്നും കൂടെ പറയും, മുഹമ്മദ് ഒന്നും കൂടെ പറയും. നോ ഇഷ്യൂസ്. അപ്പൊ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോളാ, ക്ലിയർ ആയിട്ട് ഇവിടെ ശ്രദ്ധിച്ചോളാ. നോക്ക്, നമ്മുടെ പോളിമറൈസേഷൻ, അത് റെപ്ലിക്കേഷൻ ആയിക്കോട്ടെ ട്രാൻസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, എന്ന് വെച്ചാൽ DNA പോളിമറൈസ് ആയിക്കോട്ടെ RNA പോളിമറൈസ് ആയിക്കോട്ടെ, അവർ പോളിമറൈസേഷൻ ആണ് റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് സംഭവിക്കുക. എന്ന് വെച്ചാൽ ഒരു പോളിമർ ഒരു മോണോമർ കുറെ മോണോമേഴ്സ് കൂടി ചേർന്ന് ഒരു പോളിമർ ആവുന്ന പരിപാടി അല്ലേ? കുറെ ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്ന് ന്യൂക്ലിക് ആസിഡ് ആവുന്നു. ആ പോളിമറൈസേഷൻ ആണ് റെപ്ലിക്കേഷൻ സമയത്തും ട്രാൻസ്ക്രിപ്ഷൻ സമയത്തും നടക്കുന്നത്. അവിടെ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് ആണ് നമ്മുടെ DNA പോളിമറൈസും RNA പോളിമറൈസും. എനിവേ, ഇത് ഏത് ഡയറക്ഷനിൽ മാത്രമേ നടക്കുള്ളൂ? 5' to 3' ഡയറക്ഷനിൽ മാത്രമേ നടക്കുള്ളൂ എന്നത് നമുക്കറിയാം. എന്ന് വെച്ചാൽ സിന്തസൈസ് ചെയ്യുന്ന പുതിയ സ്ട്രാൻഡ് 5' 3' ഡയറക്ഷനിലായിരിക്കും. അപ്പൊ അവിടെയുള്ള ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഏതായിരിക്കും? എപ്പോഴും നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ ഡയറക്ഷൻ 3' 5' ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പുറത്തേക്കും ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ എവിടെയായിരിക്കണം? 3' ആൻഡ് 5' ആയിരിക്കണം. ടെംപ്ലേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. സോ ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണെങ്കിൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയറക്ഷൻ 3' എൻഡ് ചെയ്യുന്ന ഡയറക്ഷൻ 5' ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ DNA ആന്റി പോളാരിറ്റി നേച്ചർ ഉള്ളതുകൊണ്ട്, ആന്റി പാരലൽ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, ആന്റി പോളാരിറ്റി ഉള്ളത് കൊണ്ട് ഇവിടെ 5' ഇവിടെ 3' ഈ ഡയറക്ഷനിൽ നിൽക്കത്തുള്ളൂ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയാം, ഓരോ ന്യൂക്ലിയോടൈഡ്സിനെ തമ്മിൽ പരസ്പരം കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നിനെ കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓരോ ന്യൂക്ലിയോടൈഡ്സിനെ കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. നോക്ക്, അപ്പം ഇതിനുള്ളിൽ നമ്മുടെ ഷുഗറിൽ 5 കാർബൺസ് ആണുള്ളത്. അപ്പം അഞ്ചാമത്തെ കാർബണില് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ പുറത്തേക്ക് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ ഡയറക്ഷനെ 5' ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ്, രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ്, മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡ്, നാലാമത്തെ ന്യൂക്ലിയോടൈഡ്, അഞ്ചാമത്തെ ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ അഞ്ചാമത്തെ ഫോസ്ഫേറ്റ് ഇങ്ങോട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ കംപ്ലീറ്റ് സ്റ്റാൻഡിൽ ഈ അറ്റത്ത് നമ്മൾ 5' എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തേർഡ് പൊസിഷൻ ഇവിടേക്ക് നിൽക്കും. ഓക്കെ, രണ്ടാമത്തതും അങ്ങനെ തന്നെ 5' ഇങ്ങോട്ടേക്ക് 3' ഇങ്ങോട്ടേക്ക്. ഇതിന്റെ 5' ഇവിടെ 3' ഇവിടെ.
ഇതിന്റെ 5' ഇവിടെ, 3' ഇവിടെ, ഇതിന്റെ 5 ഇവിടെ, 3 ഇവിടെ. അതുകൊണ്ടാണ് ഈ എൻഡിനെ നമ്മൾ 3' എൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ 3' ഇവിടേക്കും ഇതിന്റെ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ 5' ഇവിടേക്കും നിൽക്കുക. ഓക്കെ, അവസാനത്തെ ഈ പ്രോസസ്സ് ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റെപ്ലിക്കേഷൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ ഇവിടെ പറയുന്നില്ല. ഈ കേസിൽ ഇത് ഇവിടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്, നിങ്ങൾ ആലോചിക്കേണ്ട, ഇത് മാത്രം ആലോചിക്കുക. ഇങ്ങോട്ടേക്കാണ് റെപ്ലിക്കേഷൻ പോകുന്നത്. സോ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ്, അങ്ങോട്ടേക്കാണ് ലാസ്റ്റ് ന്യൂക്ലിയോടൈഡ് ഇരിക്കുന്നത്. സോ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ 5ാമത്തെ പൊസിഷൻ ഇവിടെ, 3ാമത്തെ ഇവിടെ. സോ ഇവിടെയൊക്കെ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്തു. പക്ഷേ ഈ രണ്ട് എൻഡുകളിലേക്കും ഇപ്പുറത്തെ ഒരു ന്യൂക്ലിയോടൈഡ് വെച്ച് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ 5ാമത്തെ കാർബൺ ഇവിടെ ഫ്രീ ആണ്, ഇതിന്റെ 3ാമത്തെ കാർബൺ ഇവിടെ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഇത് 5' എൻഡും ഇത് 3' എൻഡും നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ ന്യൂക്ലിയോടൈഡ്സിന്റെ ഇടയിൽ എന്ത് സംഭവിക്കും? ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് സംഭവിക്കും. ആ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഇവരുടെ ഇടയിൽ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ 3' കാർബണും രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ 5' കാർബണും തമ്മിലാണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുക. ഇവരുടെ ഇടയിലുള്ള ഫോസ്ഫോഎസ്റ്റർ ബോണ്ടോ രണ്ടാമത്തിന്റെ 3' മൂന്നാമത്തിന്റെ 5'. ഇവരുടെ ഇടയിൽ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് സംഭവിക്കുക മൂന്നാമത്തിന്റെ 3' നാലാമത്തിന്റെ 5'. ഓക്കെ, ഇവരുടെ ഇടയിൽ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് സംഭവിക്കുക നാലാമത്തിന്റെ 3' അഞ്ചാമത്തിന്റെ 5'. എന്ന് വെച്ചാൽ മുൻപുള്ളതും രണ്ടാമതും, മുൻപുള്ളതിനെയാണ് നമ്മൾ പ്രിസീഡിംഗ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് വണ്ണാണ് സക്സീഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. സോ പ്രിസീഡിങ്ങിന്റെ 3' സക്സീഡിങ്ങിന്റെ 5'. സോ 3' 5' ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്ക്. 3' കാർബൺ ഓഫ് 1 ഷുഗർ അല്ലെ, ഇതിന്റെ 3' ആൻഡ് 5' കാർബൺ ഓഫ് ദ അതർ ഷുഗർ ഓഫ് സക്സീഡിംഗ് ന്യൂക്ലിയോടൈഡിന്റെ 5'. അവരുടെ ഇടയിലാണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുക. ക്ലിയർ ആണോ എന്നൊന്ന് പറയാമോ? ചോദിച്ച മക്കള് ക്ലിയർ ആണോ എന്നൊന്ന് പറയാമോ? പോൾ, മുഹമ്മദ്, നിങ്ങൾക്കിത് ക്ലിയർ ആയോ? നിങ്ങൾക്കിത് ക്ലിയർ ആയോ? മുഹമ്മദ് ആൻഡ് പോൾ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? യെസ്, ക്ലിയർ ആയി. ദേവികയ്ക്ക് ക്ലിയർ ആയി. Other two guys. Paul clear. Muhammad. Yes. Krishna clear. Muhammad clear ആയോ? മോനെ മുഹമ്മദ് ക്ലിയർ ആണോ? മുഹമ്മദ് ഉണ്ടോ? മുഹമ്മദ് അന്ന ക്ലിയർ. നമ്മുടെ മുഹമ്മദ് പോയോ അതിന്റെ ഇടയ്ക്ക്? ഓക്കെ, മുഹമ്മദ് അറിയില്ല. അപ്പൊ മുഹമ്മദിന് ക്ലിയർ ആയില്ലെങ്കിൽ മുഹമ്മദ് നെക്സ്റ്റ് ടൈം വന്ന് പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കൂ. ഹൗ മെനി ഓഫ് ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ? വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ബേസ് ചെയ്തിട്ടാണ്. അതായത് DNA പല രീതിയിലുണ്ട്. നമ്മൾ A ഫോം ഓഫ് DNA, B ഫോം ഓഫ് DNA, Z ഫോം ഓഫ് DNA എന്നൊക്കെ പറയും. വാട്സൺ ആൻഡ് ക്രിക്കിന്റെ ഫോം ഓഫ് DNA B ഫോം ഓഫ് DNA ആണ്. അപ്പൊ B ഫോം ഓഫ് DNAയുടെ മാത്രം ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, DNA എക്സിസ്റ്റ് ആസ് ഡബിൾ ഹെലിക്സ് ആയിട്ട് DNA. ഓക്കെ, ഞാൻ കളർ ഒന്ന് മാറ്റിക്കോട്ടെ. യെസ്, DNA ഡബിൾ ഹെലിക്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, സ്ട്രാൻഡ്സ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ്സ് ആർ ആന്റി പാരലൽ ആണ്. ഒന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ അടുത്തത് ഇങ്ങോട്ടേക്കാണ്. ബാക്ക് ബോൺ ഇസ് ഫോംഡ് ബൈ ഷുഗർ ഓൺലി. ഇവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ബാക്ക് ബോൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഷുഗർ മാത്രമേ ഉള്ളൂ. ഉള്ളിലേക്കുള്ളതിനെ നമ്മൾ സ്റ്റെപ്സ് എന്ന് പറയും. പുറത്തുള്ള ബാക്ക് ബോൺ ഷുഗർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. നൈട്രജൻ ബേസസ് ഫേസസ് ഇൻസൈഡ്, ബേസസ് ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നു. A of 1 strand bond with the uracil on another strand. അഡിനിൻ യുറാസിലുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. Answer please. How many of the following statements are correct?
അപ്പൊ ഓപ്ഷൻ ആണ് മക്കളെ പറയേണ്ടത്, ഓപ്ഷൻ ആണ് പറയേണ്ടത്, നമ്പർ അല്ല പറയേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾ പറയേണ്ടത്. യെസ്, DNA ഡബിൾ ഹെലിക്സ് ആയിട്ട് നിൽക്കുന്നു, ആന്റി പാരലൽ ആണ്, കറക്റ്റ് ആണ്. പക്ഷേ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താ? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ആണ് അല്ലേ? സോ ഇറ്റ് ഇസ് റോങ്. നൈട്രജൻ ബേസസ് ഫേസസ് ഇൻസൈഡ് റൈറ്റ്. അഡിനിൻ ബോണ്ട് ഫോംസ് വിത്ത് യുറാസിൽ അല്ല, തൈമിൻ. യുറാസിൽ DNA അല്ല. ഓക്കെ, സോ 3 statements are right. That is answer is option B. Okay, good. Yes, very good, very good. അപ്പോൾ അടുത്ത ചോദ്യം, what is the difference between inorganic catalyst and enzyme catalyst? Okay, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ അഗൈൻ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് ആൻഡ് എൻസൈം കാറ്റലിസ്റ്റ്. നമ്മൾ എൻസൈമിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിന് ടോപ്പിക് വൈസാ പോകുന്നത്. ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് കിടക്കല്ല, ടോപ്പിക് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ തിയറീസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് ആൻഡ് എൻസൈം കാറ്റലിസ്റ്റ്. ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എവിടെ കാണുന്നു? നമ്മൾ നമ്മുടെ കെമിസ്ട്രിയിൽ പഠിച്ചത്. ഇനോർഗാനിക് കാറ്റലിസ്റ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി അറ്റ് ലോ ടെമ്പറേച്ചർ, but enzymes of only thermophilic organisms work efficiently at low temperature. Inorganic catalysts work efficiently at high temperature, but enzymes get damaged at high temperature, except of microbes that live in the hot water sulfate spring. Inorganic catalysts are not efficient at high temperature, but enzymes of all living organisms work efficiently at high temperature. None of these. Okay, വേഗം ആൻസർ ചെയ്യൂ. നിങ്ങൾ ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചോളൂ. കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. വായിച്ചോളൂ കേട്ടോ, വായിച്ചിട്ട് ആൻസർ ചെയ്യാം. വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. നിങ്ങൾ അതുവരെ ഞാനിവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്, ഞാൻ നിന്ന് മടുത്ത് കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചു നിങ്ങൾ ഇത് ആൻസർ ചെയ്യുന്നവരെ. Okay. ആൻസർ ചെയ്തോളൂ. ബി ഓപ്ഷൻ പക്ക. ഹിലാൽ സി, ബി, then വൈ. ഏത് ക്വസ്റ്റ്യൻ? ദേവിക ഡൗട്ട് ഈ ക്വസ്റ്റ്യൻ ആണോ? നമുക്ക് നോക്കാമേ. Okay, I had food, Hilal. I had enough, sufficient food. Okay ഡാ. ഓക്കെ, അപ്പൊ ഇതിലാണ് ഡൗട്ട് എന്ന് തോന്നുന്നു. സോ മക്കളെ റൈറ്റ് ആൻസർ ബി ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ബി ആണ്. അപ്പൊ ദേവികയ്ക്ക് കൺഫ്യൂഷൻ ഏത് ഓപ്ഷൻ ആണെന്ന് പറയാമോ? കൺഫ്യൂഷൻ ഏത് ഓപ്ഷൻ ആണെന്ന് ജസ്റ്റ് പറയുക. ഞാൻ എന്താണെങ്കിലും ബി എക്സ്പ്ലെയിൻ ചെയ്യാം. ബിയിലല്ല, വേറെ ഏതെങ്കിലും ഓപ്ഷനിലാണ് കൺഫ്യൂഷൻ എങ്കിൽ അതൊന്ന് പറയൂ കേട്ടോ. അപ്പം നോക്ക്, ഇനോർഗാനിക് കാറ്റലിസ്റ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി അറ്റ് ഹൈ ടെമ്പറേച്ചർ, but enzyme get damaged at high temperature except of microbes that live in hot water sulfur springs. എന്ന് വെച്ചാൽ ഇനോർഗാനിക് കാറ്റലിസ്റ്റും നമ്മളെ എൻസൈം കാറ്റലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത്. ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാറ്റലിസ്റ്റ് കെമിസ്ട്രിയിൽ പറയുന്ന ഇനോർഗാനിക് ആയിട്ടുള്ള കാറ്റലിസ്റ്റ്, ബയോളജിക്കൽ ആയിട്ടുള്ള സംഭവമല്ല. ഓക്കെ, എൻസൈം കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അവർ ഓർഗാനിക് ആണല്ലോ, മെയിൻലി പ്രോട്ടീൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മളുടെ എൻസൈം കാറ്റലിസ്റ്റ് എന്താണ്? പ്രോട്ടീൻസ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഹൈ ടെമ്പറേച്ചറിൽ എന്താണ്? അവർ നശിച്ചു പോകും. അതിനല്ലേ നമ്മൾ പഠിച്ചത്. ഹൈ ടെമ്പറേച്ചറിൽ എന്താണ്? അവർ ഡാമേജ്ഡ് ആകും. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇനാക്റ്റീവ് ആകും. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡീനേച്ചർ ആയി പോകും എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട് ഇനോർഗാനിക് കാറ്റലിസ്റ്റ് എന്താ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്
അവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലേ? അവർ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. പക്ഷേ നമ്മളുടെ എൻസൈം കാറ്റലിസ്റ്റിന് മൈക്രോബ്സിന്റെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. മൈക്രോബ്സിന്റെ കേസിൽ എത്ര ടെമ്പറേച്ചർ കൂടിയാലും അവർക്ക് പ്രശ്നമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈക്രോ ഓർഗാനിസംസ്, ദർ ആർ സർട്ടൻ മൈക്രോ ഓർഗാനിസംസ്, തെർമോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിലൊക്കെ സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് എക്സ്ട്രീം ടെമ്പറേച്ചർ റേഞ്ചിൽ അല്ലേ? അവരെ നമ്മൾ തെർമോഫൈൽസ് എന്നല്ലേ പറയാ? യെസ്. അപ്പം അവരുടെ പ്രത്യേകത എന്താ? അവരെങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്നത്? ആ അത്രയും ചൂടുള്ള ടെമ്പറേച്ചറിൽ ഹോട്ട് വാട്ടർ സ്പ്രിങ്സിലൊക്കെ സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ ഉള്ളിലുള്ള എൻസൈംസിന് ആ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ബയോളജിക്കൽ കാറ്റലിസ്റ്റിന്റെ കേസിൽ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിലൊക്കെ അതേപോലെ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ ഉള്ളിലുള്ള എൻസൈം കാറ്റലിസ്റ്റ് ഒരു എക്സെപ്ഷണൽ കേസാണ്. അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ എൻസൈം കാറ്റലിസ്റ്റ് കൂടുതൽ ടെമ്പറേച്ചറിൽ ഡീനേച്ചർ ആയി പോകും. പക്ഷെ നമ്മൾ ഇനോർഗാനിക് കാറ്റലിസ്റ്റ് ആണെങ്കിൽ അവരുടെ വർക്കിംഗ് എഫിഷ്യൻസി കൂടുകയാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്. ക്ലിയർ ആണോ? മാം ട്രസ്റ്റ് മീ, യു ആർ ലുക്കിംഗ് പ്രിറ്റി ബ്യൂട്ടിഫുൾ ഇൻ ഗോൾഡോ. എന്താണ് ഹിലാൽ, വൈ യു ആർ ടെല്ലിങ് ഇറ്റ് ടുഡേ? Why you are telling it today? Okay. അപ്പൊ ഇത് ക്ലിയർ ആയോ? നമ്മളുടെ രാജി ഇതാണോ ചോദിച്ചത്? രാജിയല്ല, ദേവിക അല്ലെ? ദേവിക ഇതാണോ ചോദിച്ചത്? ഇതിൽ ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇൻഓർഗാനിക് കാറ്റലിസ്റ്റ് ലോ ടെമ്പറേച്ചറിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. തെർമോഫിലിക് ഓർഗാനിസംസ് ലോ ടെമ്പറേച്ചറിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എൻസൈം ഓഫ് ഓൾ എല്ലാ ഓർഗാനിസംസിനെ ഹൈ ടെമ്പറേച്ചറിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു എൻസൈം കാറ്റലിസ്റ്റ്. അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ഹിലാൽ, ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ. ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ ഇസ് ഫോംഡ് വെൻ. ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ എൻസൈം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണോ, എൻസൈം പ്രൊഡക്റ്റുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുമ്പോഴാണോ, എൻസൈം സബ്സ്ട്രേറ്റുമായി ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴാണോ, സബ്സ്ട്രേറ്റ് സ്ട്രക്ചർ ഡു നോട്ട് ചേഞ്ച് അണ്ടിൽ പ്രൊഡക്റ്റ് ഫോംഡ്, ആ ഒരു സമയത്താണോ? ഓക്കെ ഓക്കെ ഹിലാൽ, ഓക്കെ 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 യെസ്. ദേവിക ഡൗട്ട് ക്ലിയർ ആയി. ഹിലാൽ ഓക്കെ ആയി, അണ്ടർസ്റ്റുഡ്. ഓക്കെ കേട്ടോ. അപ്പം നോക്ക്, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇതിൽ ഏത് ഓപ്ഷന്റെ സമയത്താണ് നമുക്ക് കാണാൻ പറ്റുക? ഹിലാൽ, ദ ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ ടു യു. You can also attend. I think you can read and answer the question because the medium of instruction is English in this written form. Okay. Yes. Enzyme substrate complex ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് അവർ അച്ചീവ് ചെയ്യുന്നത്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴാണ് എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് രണ്ടും സ്പ്ലിറ്റ് ആകുന്നത് കേട്ടോ. ഓക്കെ അർജുൻ, അടുത്ത ചോദ്യം. യെസ്, ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളുടെ അടുത്ത് ആരോ ഒരാള് ആക്ടിവേഷൻ എനർജിനെ കുറിച്ച് ചോദിച്ചിരുന്നു. കൃഷ്ണയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആക്ടിവേഷൻ എനർജി ഡൗട്ട് ഉള്ള ആൾ ഇവിടെ ഇരുന്നോളൂ കേട്ടോ. ഓക്കെ ഹിലാൽ, യു ഡിഡ് ആൻസർ, നൈസ്. ഓക്കെ, അപ്പം ഇത് നമ്മളുടെ ഗ്രാഫ് ആണ്. അപ്പൊ രണ്ട് ഗ്രാഫ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാല് ഒന്ന് വിത്ത് എൻസൈം, ഒന്ന് വിത്തൗട്ട് എൻസൈം ആണ്. അപ്പൊ ഇത് ജസ്റ്റ് മാർക്ക് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, മാർക്ക് ചെയ്യാൻ തന്നെയാണ്. സോ 1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഇതാണ്. ദിസ് ഇസ് 1. Okay, and this is 2. Okay, and 3 എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ പറയുക, എന്നിട്ട് ഞാൻ ആക്ടിവേഷൻ എനർജി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതൊന്ന് പറയൂ. So do it fast. നമ്മൾ 100 questions ഒക്കെ കഴിഞ്ഞു കേട്ടോ. Do it fast. ഓപ്ഷൻ 4 പറയുന്നുണ്ട്. ഓപ്ഷൻ 4 ആണോ? അതായത് ഏതാണ് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം, വിത്തൗട്ട് എൻസൈം എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. നോക്ക്, ഇതാണോ വിത്ത് എൻസൈം, ഏതാണ് വിത്തൗട്ട് എൻസൈം? നോക്ക്, ആക്ടിവേഷൻ എനർജി ഇവിടെ കൂടുതലാണ്, ഇവിടെ ആക്ടിവേഷൻ എനർജി കുറവാണ്. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്? ഇത് നമ്മളുടെ സബ്സ്ട്രേറ്റ് ആണെന്ന് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഡൗട്ട് ഉള്ള ആളുകളും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇതിന്റെ ഒപ്പം ആക്ടിവേഷൻ എനർജി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ ഡൗട്ട് ഉള്ള ആളുകളെല്ലാം ഇവിടെ ശ്രദ്ധിക്കുക. നോക്ക് മക്കളെ, ഇത് നമ്മുടെ സബ്സ്ട്രേറ്റ് ആണ്, ഇത് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സബ്സ്ട്രേറ്റ് ആണ്, പ്രൊഡക്റ്റ് ആണ്. സോ ഇവിടെ നമ്മൾ എനർജി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. y ആക്സിസിൽ എനർജി ആണ് പറയുന്നത്. ഓക്കെ ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, സബ്സ്ട്രേറ്റിന്റെ എനർജി ലെവൽ ഇവിടെയാ.
പ്രൊഡക്റ്റിന്റെ എനർജി ലെവൽ എവിടെയാ? കുറവാണ്, റൈറ്റ്. സബ്സ്ട്രേറ്റിനേക്കാൾ പ്രൊഡക്റ്റിന്റെ എനർജി ലെവൽ കുറവാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ നോക്കൂ, നമ്മളുടെ സബ്സ്ട്രേറ്റ് ഒരു ഹയർ എനർജി ഫോമിലേക്ക് പോയിട്ട് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ട്രാൻസിയന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോയിട്ട്, ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോയിട്ടാണ് എനർജി തിരിച്ച് റിലീസ് ചെയ്തുകൊണ്ട്. ഇതിപ്പം എക്സോതെർമിക് റിയാക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ട്, എനർജി റിലീസ് ചെയ്തുകൊണ്ട് ഒരു ലോവർ എനർജിയിലുള്ള പ്രൊഡക്റ്റ് ആയിട്ട് ഇവർ മാറുന്നത്. ഓക്കെ, അപ്പൊ ആ മുകളിലുള്ള പൊസിഷനെയാണ്, അതായത് ആ ഒരു ട്രാൻസിയന്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഓൾമോസ്റ്റ് ഇവരെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഒക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ സബ്സ്ട്രേറ്റ് ആയിരുന്നു, ഇവിടെ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് എൻസൈം ഉള്ള റിയാക്ഷനിൽ നിൽക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്രാഫ് വരച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, എൻസൈം ഇല്ല, നോർമൽ റിയാക്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഇത് സബ്സ്ട്രേറ്റ്, ഇങ്ങനെയാണ് ഇത് റിയാക്ഷൻ പോയത്. വിത്തൗട്ട് എൻസൈം ആണ്. ഓക്കെ, വിത്തൗട്ട് എൻസൈം ആണ് റിയാക്ഷൻ. ഇങ്ങനെ ഇരിക്കട്ടെ, ഇത് സബ്സ്ട്രേറ്റ്, ഇത് പ്രൊഡക്റ്റ്, ഇവരൊരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ പോകുന്നു. ഇവിടെ എൻസൈം ഇല്ല കേട്ടോ. അപ്പൊ എൻസൈം ഇല്ല, അപ്പൊ ഇവിടെ എന്താണ്? ഇത്ര മാത്രം എനർജി അവർക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ പോവുള്ളൂ. ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലോവർ എനർജി ഉള്ള പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. സോ സബ്സ്ട്രേറ്റ് ഇത്രമാത്രം ഹയർ എനർജി ഉള്ള ട്രാൻസിഷൻ സ്റ്റേറ്റിൽ പോയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. സോ വാട്ട് ഇസ് ആക്ടിവേഷൻ എനർജി? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റിന് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആകാനുള്ള ആ ഒരു എനർജി ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? ആ സമയത്താണ് നമ്മൾ എൻസൈമിനെ യൂസ് ചെയ്യുന്നത്. എൻസൈമിനെ യൂസ് ചെയ്ത സമയത്ത് ഇത്ര എനർജി കിട്ടിയപ്പോഴത്തേക്ക് അവർ എന്തായി മാറി? ട്രാൻസിഷൻ സ്റ്റേറ്റില് എത്തി. വിത്ത് യൂസ് ഓഫ് എൻസൈം ഉപയോഗിച്ചപ്പോൾ ഇത്ര എനർജി കിട്ടിയപ്പോഴത്തേക്കും ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തി, അവർ പെട്ടെന്ന് പ്രൊഡക്റ്റ് ആയിട്ട് മാറി. സോ വാട്ട് ഇസ് ആക്ച്വലി ദിസ് എനർജി? അപ്പം സബ്സ്ട്രേറ്റിന് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താനുള്ള എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. So എത്രമാത്രം energy differences are between substrate and transition state. That much amount of energy is required for the product, for the substrate to transform into transition state. Okay, അതാണ് activation energy എന്ന് പറയുന്നത്. Actually enzyme ഇവിടെ വന്നപ്പോൾ enzyme എന്താ ചെയ്തത്? Enzyme speed up the rate of reaction അല്ലേ? ഇവിടെ വരെ പോണ്ടി വന്നില്ല, ഇവിടെ എത്തിയപ്പോഴത്തേക്കും പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ enzyme actually ഇവിടെ എന്താ ചെയ്തത്? Enzyme speed up the rate of chemical reaction by lowering the activation energy. ഇത്ര മാത്രമായിരുന്നു ഈ റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി. പക്ഷെ എൻസൈം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ആക്ടിവേഷൻ എനർജി മതി. Enzyme speed up the rate of chemical reaction by lowering the activation energy. ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്തുകൊണ്ട് അവർ പെട്ടെന്ന് ആ റിയാക്ഷനെ സ്പീഡിൽ നടത്തി. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇവിടെ ചെറിയ ആക്ടിവേഷൻ എനർജി ഉള്ളത് വിത്ത് എൻസൈം, വലിയ ആക്ടിവേഷൻ എനർജി ഉള്ളത് എൻസൈം ഇല്ലാത്തപ്പോൾ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ഡൗട്ട് ക്ലിയർ ആയോ? യെസ്, ആക്ടിവേഷൻ എനർജി കുറച്ചു. റിയാക്ഷൻ ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്തിട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇതൊരു കുട്ടി നമ്മളുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചു. കൃഷ്ണയ്ക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മളുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അറിയുന്ന ആളുകൾക്ക് ബോറടിക്കും. പക്ഷെ നിങ്ങളത് കേട്ടേക്കുക, നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് തരവാക്കുക, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Because she has doubt in this question and I have to explain this. Okay, അപ്പോൾ ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പോളിന് ഡൗട്ട് വന്നപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? അതേപോലെ കൃഷ്ണയുടെ ഡൗട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഡോണ്ട് വെറി. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ? ബാക്കിയെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, അറേഞ്ച് ഇൻ കറക്റ്റ് സീക്വൻസ് ഓഫ് കാറ്റലിറ്റിക് സൈക്കിൾ ഓഫ് എൻസൈം ആക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതെന്താണെങ്കിലും പെട്ടെന്ന് വായിച്ചിട്ട്, ഞാൻ ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് വായിച്ച് നിങ്ങളിത് കറക്റ്റ് ഓർഡറിലാക്കിക്കോ. ഞാനിത് വായിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അതൊന്ന് കറക്റ്റ് ഓർഡറിലാക്കുക. യെസ്, ക്ലിയർ ആയി മുഹമ്മദ്. ഓക്കെ മുഹമ്മദേ, ഞാൻ നിന്റെ DNA ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ഫോസ്ഫോഎസ്റ്റർ. അവിടെ നീ മുങ്ങിയതാ, പിന്നെ നിന്നെ കണ്ടിട്ടില്ല, ഇപ്പളാ കാണുന്നത്. നീ ഇത് കണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിക്കൂ. Active site of enzyme now in close proximity of the substrate breaks. The chemical bonds of substrate and new enzyme product complex formed. Substrate active site of enzyme fitting into the active site.
Enzyme release the product of reaction. Free enzyme is ready to bind to another molecule of the substrate. Binding of substrate induces the enzyme to alter its shape, fitting more tightly around the substrate. നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കൂട്ടോ. ഒരു എൻസൈം റിയാക്ഷൻ, എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ. പെട്ടെന്ന് സോറി ഞാൻ വേറെ മുഹമ്മദാണ്. ഓക്കെ സോറിടാ. ഓക്കെ പോൾ. അപ്പൊ ഇത് നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യൂ. പെട്ടെന്ന് രാജി, ദേവിക ഡി, അർജുൻ ഡി, ദേവിക ഡി. ഓക്കെ ഹായ് ശരി. ഹിലാൽ സി. ഓക്കെ കൃഷ്ണ, യെസ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് ഏറ്റവും ഫസ്റ്റ് എന്താ നടക്കുന്നത്? സബ്സ്ട്രേറ്റ് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? എൻസൈം ഷേപ്പ് എന്ന് വെച്ചാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷം അതിൽ ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് മേക്കിംഗ് ഒക്കെ നടക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും? അതിനുശേഷം breaks the chemical bonds of substrate. New enzyme product complex form ചെയ്യും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. അടുത്തത് എന്ത് സംഭവിക്കുന്നു? അടുത്തത് അത് റിലീസ് ചെയ്യുന്നു, എൻസൈം പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. സോ ദ റൈറ്റ് ഓർഡർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ചൂസ് റെസ്പോൺസ് വിത്ത് റെസ്പെക്ട് ടു എൻസൈം ആക്ടിവിറ്റീസ്. ഓക്കെ, എൻസൈം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് കേട്ടോ, അതുകൊണ്ടാണ് എൻസൈം ഇത്ര അധികം ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു എൻസൈം ആക്ടിവിറ്റി ചൂസ് ചെയ്യുക. ലോ ടെമ്പറേച്ചർ ഡിസ്ട്രോയ്സ് എൻസൈം. High temperature preserves enzyme in a temporarily inactive state. Optimum temperature is temperature at which enzyme activity is the highest. As temperature increase, enzyme activity increase until optimum, and thereafter increase in temperature lead to decline in enzyme activity. As temperature increase, enzyme activity is 0 until optimum temperature, and thereafter increase in temperature lead to increase in enzyme activities. Find out. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ, വേഗം ഐഡന്റിഫൈ ചെയ്യുക. വേഗം ഫാസ്റ്റായിട്ട്. ഫാസ്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, ഡു ഇറ്റ് ഫാസ്റ്റ്. ഡി ആണോ ആൻസർ? നോക്കാം. ലോ ടെമ്പറേച്ചർ ഡിസ്ട്രോയ്സ് എൻസൈം. ഓക്കെ, ലോ ടെമ്പറേച്ചറിൽ ഹൈ ടെമ്പറേച്ചർ ആണ് എൻസൈമിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക. ലോ ടെമ്പറേച്ചർ ഇനാക്റ്റീവ് ഫോമിലാക്കുകയാണ് ചെയ്യുക. ഹൈ ടെമ്പറേച്ചർ പ്രിസർവ്സ് എൻസൈം ഇൻ എ ടെമ്പററി ഇനാക്റ്റീവ് സ്റ്റേറ്റ്. നോ, ഇത് രണ്ടും അങ്ങോട്ടേക്കും മാറിയിട്ടുണ്ട്. Optimum temperature is temperature at which enzyme activity is the maximum. Okay. As temperature increase, enzyme activity increase until optimum, and thereafter increase ആണെങ്കിൽ enzyme activity decline ചെയ്യും. ശരിയാണ്. As temperature increases, enzyme activity is 0 until optimum temperature, and thereafter increase in temperature lead to increase in enzyme activity. Wrong. So right answer is option D. കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലാന്ന് വിചാരിക്കുന്നു. എൻസൈം ആക്ടിവിറ്റി സെയിം ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അടുത്തത്, inhibition of succinic dehydrogenase by malonate is due to.
സക്സിനിക് ഡീഹൈഡ്രോജിനേസിന്റെ ഇൻഹിബിഷൻ malonate ചെയ്യുന്നു. Malonate is the inhibitor. Reason: malonate closely resembles with the substrate succinate in structure. Malonate is competitive inhibitor. It binds with active site of succinic dehydrogenase in place of substrate. All of these, okay, all of these ഉണ്ടെങ്കിൽ അവരെ സ്പെഷ്യൽ കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഗസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഓപ്ഷൻ 4 കൊടുക്കരുത് കേട്ടോ ആഫ്ന. ബ്ലൈൻഡ്ലി ഓപ്ഷൻ 4 കൊടുക്കരുത്. ബ്ലൈൻഡ്ലി കൊടുക്കാൻ പാടില്ല, എല്ലാം വായിച്ചു നോക്കണം. കറക്റ്റ് ആണല്ലേ? അതായത് ഇവിടുത്തെ സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററും തമ്മിൽ ക്ലോസ് റിസംബ്ലൻസ് ആണ് സ്ട്രക്ചറിൽ. ഇവിടെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ് നടക്കുന്നത്. ആക്റ്റീവ് സൈറ്റിലാണ് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സബ്സ്ട്രേറ്റിന് പകരം ആക്റ്റീവ് സൈറ്റിൽ പോയിട്ട് ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുന്നു. സോ എല്ലാം റൈറ്റ് ആൻസേഴ്സ് ആണ്. ഓപ്ഷൻ ഡി റൈറ്റ്. ട്രാൻസ്ഫറേസ് എൻസൈം കാറ്റലൈസ് ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ട്രാൻസ്ഫറേസ് എന്ന പേര്. ഗ്രൂപ്പിന്റെ പേര് ജി ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്. ജി ഇസ് അതർ ദാൻ. അതായത് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ് ട്രാൻസ്ഫറേസ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനിൽ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ് എന്തായിരിക്കണം? അതർ ദാൻ, ഏതോ ഒരാൾ മാത്രം അവിടെ ഗ്രൂപ്പായിട്ട് വരാൻ പാടില്ല. ഓക്കെ 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 അഫ്ന, വെരി ഗുഡ്. പെട്ടെന്ന് ആൻസർ ചെയ്തു, വെരി ഗുഡ് ട്ടോ. ഓക്കെ, അപ്പൊ അതേപോലെ എല്ലാ ചോദ്യം പെട്ടെന്ന് ആൻസർ ചെയ്യുക. അപ്പൊ ഒരാൾ മാത്രം ഈ ട്രാൻസ്ഫറേസിന്റെ കേസിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ് ആയിരിക്കില്ല. ഹൂ ഈസ് ദാറ്റ്? ഓക്സിജൻ ആണോ? അമിനോ, അമൈൻ ഗ്രൂപ്പ് എന്നിരിക്കട്ടെ. അമിനോ എന്ന് വരില്ലല്ലോ ഒരു ഗ്രൂപ്പ്. അമൈൻ ഗ്രൂപ്പ് ആയിരിക്കും. ഇഒ ആയി പോയതാണെന്ന് തോന്നുന്നു. ഹൈഡ്രജൻ, കാർബൺ. ഓക്കെ, വേഗം വേഗം. ഹേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് മനസ്സിലായില്ലേ? അതെന്താ ആഫ്ന കൺഫ്യൂഷൻ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഷുവർ അല്ലേ? എന്താണ് അതിലൊരു കൺഫ്യൂഷൻ? നോക്ക്, ട്രാൻസ്ഫറേസ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ നടത്തുന്നു. അപ്പൊ അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ് ഒരിക്കലും എന്തായിരിക്കാൻ പാടില്ല? കാർബൺ അല്ല നസി, ഹൈഡ്രജൻ. സംഭവം ഇത്രേ ഉള്ളത്, ഭയങ്കര സിമ്പിൾ അല്ലേ? ട്രാൻസ്ഫറേസ് എന്താ ചെയ്യാ? ട്രാൻസ്ഫറേസ് ഗ്രൂപ്പുകളുടെ ട്രാൻസ്ഫർ നടത്തുക. നോക്ക്, എസിന്റെ കൂടെ ഉണ്ടായിരുന്ന, എസ് സബ്സ്ട്രേറ്റ് ആണ്, അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പാണിത്. ഓക്കെ, ഇനിയിപ്പോ എസ് ഡാഷ്, ഈ ഗ്രൂപ്പിനെ കൊണ്ട് എസ് ഡാഷിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്ഫറേസ്. പക്ഷെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ ട്രാൻസ്ഫറേസിന് ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ ഇത് ഒരിക്കലും ആരാകാൻ പാടില്ല? ഹൈഡ്രജൻ ആകാൻ പാടില്ല. ഹൈഡ്രജന്റെ കേസിൽ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി ഇതേപോലെ ആയിരിക്കില്ല. ഓക്കെ, ഒരു ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല. സോ അതർ ദാൻ ഹൈഡ്രജൻ. അതിൽ എന്താ കൺഫ്യൂഷൻ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എൻസൈം ക്ലാസിഫിക്കേഷൻ, കംപ്ലീറ്റ് എൻസൈം പഠിക്കണം. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, റിവൈസ് ചെയ്യേണ്ട ടോപ്പിക് ആണ് എൻസൈം. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോലൈസ് കാറ്റലൈസ്. ഹൈഡ്രോലൈസിസ് ഓഫ് എസ്റ്റർ ഈതർ പെപ്റ്റൈഡ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. CC, carbon single bond, carbon breakdown, carbon halide breakdown, PN breakdown. Okay, ഇതിൽ ഏതൊക്കെയാണ് ഹൈഡ്രോലേസ് നടത്തുക? ഹൈഡ്രോലേസ് നടത്തുക ഇതിൽ ഏതൊക്കെയാണ്? ഓക്കെ 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 നസി, ഹൈഡ്രോലേസ് നടത്തുന്നത് ഇതിൽ ഏതൊക്കെയാണ്? ഹൈഡ്രോലേസ്, ഹൈഡ്രോലേസ്. യെസ് 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 യെസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത് വേഗം ചെയ്യൂ, വേഗം ചെയ്യൂ, വേഗം ചെയ്യൂ. വേഗം ചെയ്യട്ടോ. വേഗം ചെയ്യൂ, വേഗം ചെയ്യൂ, വേഗം ചെയ്യൂ. ഡി ഓപ്ഷൻ പക്ക. ഹിലാൽ ഷുവർ ആണോ? ഓക്കെ, യെസ്, എല്ലാം ചെയ്യും. ഹൈഡ്രോലൈസ്. ഓക്കെ, രാജി ലയേസ് ചോദിച്ചിട്ടുണ്ട്. ലയേസ് ഹൈഡ്രോലൈസിസ് ഒഴിച്ചുള്ള പ്രോസസ് ആണ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ അവിടെ എന്തുണ്ടായിരിക്കും? ഹൈഡ്രോലൈസിസ് ഒഴിച്ചുള്ള പ്രോസസ് ആണ് ചെയ്യുക. ഗ്രൂപ്പ് ബ്രേക്ക് ഡൗൺ ആൻഡ് അറ്റ് ദ എൻഡ് അവിടെ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ലീവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അല്ല, ക്ലിയർ ആണോ? ഓക്കെ ഹിലാൽ, ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലയേസ് ഹൈഡ്രോലൈസിസ് ചെയ്യില്ല. ഓക്കെ, അതർ ദാൻ ഹൈഡ്രോലൈസിസ്, ഹൈഡ്രോലൈസിസ് ചെയ്യില്ല ആര്? ലയേസ്. ആൻഡ് അറ്റ് ദ എൻഡ് അവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ? ഓക്കെ, താങ്ക് യു ഹിലാൽ, ഫൈൻ.
അപ്പോൾ അടുത്ത ചോദ്യം, കോഫാക്ടേഴ്സ് ആർ ഡാഷ് ആൻഡ് അപ്പോ എൻസൈം ആർ ഡാഷ് പാർട്ട് ഓഫ് എൻസൈം. ഓൾവേസ് നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ. കോഫാക്ടേഴ്സ് എന്താണ്, അപ്പോ എൻസൈം എന്താണ്? പ്രോട്ടീൻ പ്രോട്ടീൻ, നോൺ പ്രോട്ടീൻ നോൺ പ്രോട്ടീൻ, പ്രോട്ടീൻ നോൺ പ്രോട്ടീൻ, നോൺ പ്രോട്ടീൻ പ്രോട്ടീൻ. ഏതാണ് പ്രോട്ടീൻ പാർട്ട്, ഏതാണ് നോൺ പ്രോട്ടീൻ പാർട്ട്? അല്ലെങ്കിൽ രണ്ടും പ്രോട്ടീൻ പാർട്ടാണോ, രണ്ടും നോൺ പ്രോട്ടീൻ പാർട്ടാണോ? ഡു ഇറ്റ് ഫാസ്റ്റ് ഫാസ്റ്റ് ക്യുക്ക്. പെട്ടെന്ന് പെട്ടെന്ന് മക്കളെ, സ്പീഡ് ചെയ്യൂ, സ്പീഡിൽ ചെയ്യൂ. ഡി. യെസ്, കോഫാക്ടർ നോൺ പ്രോട്ടീൻ പാർട്ടും ആൻഡ് പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ അപ്പോ എൻസൈം എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് മിസ്മാച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൽ ഒരെണ്ണം റോങ് ആയിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. കാർബോക്സി പെപ്റ്റൈഡ് സിങ്ക്, NADP നിയാസിൻ, ഹീം പെറോക്സിഡേസ്, NAD സിങ്ക്. ഇതിലേതോ ഒരെണ്ണം തെറ്റാണ്. ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കുക. ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിക്കുക കേട്ടോ. Which is wrong? D option, damn sure. Okay. Yes, ഇതാണ് wrong. ഇവിടെ നമുക്ക് നിയാസിനൊക്കെ തന്നെ വരാം. So this is the wrong option. അപ്പൊ അടുത്ത ചോദ്യം. Okay. So yes. So I will give you a break. Break ആണ്. So class restarts at 4:30 PM. Okay. 30 minutes break. അപ്പോ സംഭവം ഇതാണ്, 30 minutes break തരാം. So we have completed animal kingdom, structural organization, biomolecules, genetics 1ഉം genetics 2ഉം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഏതൊക്കെ ഡിസ്കസ് ചെയ്യാനെന്നുള്ളൊരു ഹ്യൂമൻ ഫിസിയോളജി. ഇനി അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ഹ്യൂമൻ ഫിസിയോളജി ആണ് കേട്ടോ. ഹ്യൂമൻ ഫിസിയോളജി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ഡിസ്കസ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഫിസിയോളജി ഫുൾ കംപ്ലീറ്റ് ചെയ്യും, ഒരു ബ്രേക്ക് എടുക്കും. ആഫ്റ്റർ ദാറ്റ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, എവല്യൂഷനും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. നമുക്ക് മെയിൻലി ഫിസിയോളജിയിലെ സെക്ഷനും റീപ്രൊഡക്ഷൻ, അത് പിന്നെ പെട്ടെന്ന് കഴിയും റീപ്രൊഡക്ഷൻ യൂണിറ്റ്. ക്ലിയർ? യെസ്. സോ കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ വരും. 30 minutes ബ്രേക്ക്. സോ ബ്രേക്ക് എടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് സ്ഥിരം സെയിം സംഭവം തന്നെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ബ്രേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലീഷർ ആക്ടിവിറ്റീസ്, കുളിക്കാനോ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ, കുളിക്കുന്ന ഒരു ലീഷർ ആക്ടിവിറ്റി അല്ല, അങ്ങനെയുള്ള നിങ്ങളുടെ മിഷലേനിയസ് സംതിങ് വാട്ട് എവർ ഇറ്റ് ഇസ് യു വാണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, യെസ്. ടീ ബ്രേക്ക് എടുക്കാം, ചെറിയൊരു നാപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഒരു സോ യെസ്, നമുക്ക് 4:30 കാണാം. ബൈ, ടേക്ക് കെയർ. ഒരൊറ്റ കാര്യം കൂടെ കേട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്ത് അനിമൽ കിങ്ഡത്തിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് 30 minutes ഉണ്ട്. ജോയിന്റ് ഡയസ്റ്റോൾ എക്സ്പ്ലെയിൻ ആക്കാം. ഓക്കെ, നമ്മൾ ഹാർട്ട് ബോഡി ഫ്ലൂയിഡ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജോയിന്റ് ഡയസ്റ്റോൾ എക്സ്പ്ലെയിൻ ആക്കാം. നോ വറീസ്. നിങ്ങളുടെ അടുത്ത് ഞാൻ അനിമൽ കിങ്ഡത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് സെക്ഷൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിമൽ കിങ്ഡം നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടതാണ്. സോ ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബൈ. സി യു അറ്റ് 4:30.
Okay, 250 last number. Remila, Manisita? Solo Australia. Topic. This studio where they are taking. Okay. And this is today the entire day this is Re-Neet to mathematics. Very good. So ನೀವೇನಾದ್ರು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಏನು Sir, go. I do it. Just like that. Whatever. Your blood is precious.
Next time what he needs that is come.
आउटपुट साइड इसमें ज़्यादा एस्टिमेशन ज़्यादा है तो आउटपुट में कम है इसमें एस्टिमेशन का 1 GB है इसमें 8 में estimation में उनको बोल दिया वो 5 o'clock में ना उनको बोल दिया एक बोल रहे 5 o'clock मिला नेक्स्ट क्लास काम होगा तो लॉग भी शेयर करो लॉग एक बार से करो
Hello. Okay, hello. Hi, everybody. Hello, welcome back. എടാ മക്കളെ ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോ റെഡി ആണോ? നിങ്ങൾ മറ്റേ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തിരുന്നോ? വെയിറ്റ് ഫോർ എ സെക്കൻഡ്, ജസ്റ്റ് എ സെക്കൻഡ് ട്ടാ. നമ്മുടെ സമയമായോ? ഞാൻ ലേറ്റ് ആയോ? ഇല്ല. ഓക്കെ, കറക്റ്റ് ടൈമിംഗ് ആണ്. എക്സാക്ട്, പെർഫെക്റ്റ്. ഗുഡ് ഈവനിങ് നിദാൻ. ലേറ്റ് ആയി പോയിട്ടില്ല കേട്ടാ. ഇറ്റ്സ് 4:31. 1 മിനിറ്റ് ഒക്കെ നമ്മൾ ലേറ്റ് ആയിട്ട് കൂട്ടുവോ? 1 മിനിറ്റ് ഒക്കെ ഒരു ലേറ്റ് ആണോ? ഓ മൈ ഗോഡ്, ഒറ്റ സെക്കൻഡ്. ഓരോരോ കഷ്ടപ്പാടുകളെ. ഓക്കെ, യെസ്. ഹായ് രാഹുൽ, ഹായ് നിദാൻ, സുരേഷ്, ശ്വേത ഇല്ലായിരുന്നു? ശ്വേത 2027 നീറ്റ് ബാച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ? ചെയ്യാം, പക്ഷെ ഇപ്പൊ വേണോ? നമ്മളെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് പോരെ? ഓക്കെ, യെസ്, നീ ലേറ്റ് ആയിപ്പോയത് കറക്റ്റ്. നമ്മൾ 12 മണിക്ക് തുടങ്ങിയതാ, ഇപ്പോഴാണ് ശ്വേതനെ കാണുന്നത്. എക്സാക്ട്ലി. ഓക്കെ ഫൈൻ. ഞാൻ ലേറ്റ് ആയി എന്ന് പറയാന്ന്. ഞാൻ 1 മിനിറ്റ് ലേറ്റ് ആയ കാര്യം നീ പറയാന്ന്. ഓക്കെ സഫ്ന, അയ്യോ, ഐ നോ ശ്വേത, ഐ റിമെമ്പർ. ഓക്കെടാ. അപ്പൊ ഇനി നമ്മൾ ഏതാ നോക്കുന്നേ? മൂവിങ് ഓൺ ടു അനിമൽ ഫിസിയോളജി ട്ടോ. അടുത്ത നമ്മള് അനിമൽ ഫിസിയോളജി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 67th ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ വിൽ ടേക്ക് ദാറ്റ് പേജ്. നിങ്ങൾ ചെക്ക് ചെയ്തോ? നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. 67. അയ്യോ, എന്തൊക്കെയോ ഓർഡർ തെറ്റിപ്പോയി. ഇങ്ങനെയായിരുന്നു തോന്നുന്നു. ഓക്കെ, 67th ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ പറയൂ. രാഹുൽ, എനിക്ക് ഓർമ്മയുണ്ട് 67. നിങ്ങൾ ആൻസർ പറയൂ. വായിച്ചു നോക്കിയിട്ട് എന്താ മനസ്സിലായത്? കമോൺ. ഓക്കെ, ഇത് വായിച്ചിട്ട് കിട്ടിയ ആൻസർ എന്താണ്? വാട്ട് ഈസ് ദ ആൻസർ യു ഗോട്ട്? കിട്ടിയ ആൻസർ പറയേ.
Come on. പറഞ്ഞോളൂ. Answer please. Answer please. വന്നില്ലേ എല്ലാവരും? വന്നില്ലേ? രാഹുൽ ആൻസർ പറയൂ. നിങ്ങളിത് ചെക്ക് ചെയ്തില്ലേ? അതായത് കറക്റ്റ് കോമ്പിനേഷൻ വിത്തൗട്ട് എനി എക്സെപ്ഷൻ ഇല്ലാത്ത കോമ്പിനേഷൻ ആണ് ബി ആണോ? ഓക്കെ, ആരാണ്? ദിലീപ് ആലക്കയോ? നല്ല പേരാണല്ലോ, ദിലീപ് ആലക്ക. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. വേറെ ആൻസർ ബി അല്ലേ രാഹുൽ? ഓക്കെ, ബി ആണോ? എന്നോടാണോ ചോദിക്കുന്നത്? എന്നാ ഇതിന്റെ എക്സെപ്ഷൻസ് പറയൂ. എന്താണ് ഇതിന്റെ റീസൺ എന്ന് പറയൂ. മാമൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, എല്ലാവർക്കും പിന്നെയൊന്നുമില്ല. അക്വാട്ടിക് ആയിട്ടുള്ളവരെ നോക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും പിന്നെയൊന്നുമില്ല. സൈക്ലോസ്റ്റൊമാറ്റ പെയ്ഡ് അപ്പൻഡേജസ് ആണോ അവർക്ക്? നോ. ഇനിയിപ്പം ഏബിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവർ കംപ്ലീറ്റ്ലി ഗ്ലാൻഡുലർ ആൻഡ് മോയിസ്റ്റ് അല്ല. അവർക്ക് ആകെ ഒരു ഗ്ലാൻഡ് ഉള്ളത് ടെയിൽ പാർട്ടിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഒരു എക്സെപ്ഷൻസും ഇല്ലാത്തത് ആരാണ്? ഒരു എക്സെപ്ഷൻസും ഇല്ലാത്തത് ഓപ്ഷൻ ബി, കോൺട്രിക്ടൈസിൻ ആണ്. ഓക്കെ ആണോ? ഓക്കെ, തേജൽ എന്നാണല്ലേ പേര്? ഓക്കെ, തേജൽ. നിങ്ങൾക്കൊക്കെ കറക്റ്റ് നെയിം ഇട്ടാ പോരെ, എന്തിനാ ഇപ്പൊ വേറെ നെയിം വന്നിട്ട് ഇടുന്നത്? പേരൻസിന്റെ അക്കൗണ്ട് ആയതുകൊണ്ടാണോ? പേരൊക്കെ മാറ്റി നമ്മളുടെ നെയിം ഇട്ടിട്ട് വായോ. അപ്പൊ പിന്നെ നമുക്ക് ഈ കൺഫ്യൂഷന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ. നോക്കൂ എത്ര ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഫുൾ ഏതാണെന്ന് അറിയോ? ഒരുപാടുണ്ട്. ഹ്യൂമൻ ഫിസിയോളജി ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ ഫിസിയോളജി. ഓക്കേടാ. ഓക്കെ, അപ്പൊ ഇനി പെട്ടെന്ന് ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കൊരു 6:30 2 hours കൂടെ നമ്മുടെ ലൈവ് ഉണ്ടാവും. ഒരു 6:30 നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ നമ്മളുടെ മുൻപിലുള്ള ഇനിയുള്ള ഒരു 45 minutes നമുക്ക് ഫിസിയോളജിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഒരു 45 minutes ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് ആ 45 minutes കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഓക്കെ, സോ അധികം ലാഗ് ആക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ചെയ്യാം. വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എയർ പാസേജ് ഇൻ മാൻ? കറക്റ്റ് സീക്വൻസ്. ഓക്കെ, ഓൾറെഡി ആൻസർ ചെയ്തു തുടങ്ങിയില്ലേ? കറക്റ്റ് സീക്വൻസ് ഓഫ് എയർ പാസേജ് ഇൻ മാൻ. ഓപ്ഷൻ എ നിങ്ങൾ പറയുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ. യെസ്, എക്സ്റ്റേണൽ നോസ്ട്രിൽ, നേസൽ പാസേജ്, ഇന്റേണൽ നോസ്ട്രിൽ, ഗ്ലോട്ടസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഗ്ലോട്ടസ് ഉണ്ടായിരുന്ന ഗ്ലോട്ടസ് ഇവിടെ വന്നേനെ. ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കിസ്, ബ്രോങ്കിയോൾസ് ആൻഡ് ആൽബിയോളി. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അപ്പൊ ഇവിടെയൊക്കെ ഓർഡർ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. ലാറിങ്സ്, ഓക്കെ, ലാറിങ്സ് കഴിഞ്ഞിട്ടാണ് ട്രക്കിയ വരുന്നത്, തെറ്റ്. ബ്രോങ്കിയോൾസ്, ബ്രോങ്കസ് കഴിഞ്ഞിട്ടാണ് ബ്രോങ്കിയോൾസ് വരുന്നത്, തെറ്റ്. ലാറിങ്സ്, ബ്രോങ്കസ്, ഫാരിങ്സ് ഇപ്പുറത്താണ് വരുന്നത്, സോ അതും തെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. റെസ്പിറേഷൻ ഇൻവോൾവ്സ് ഫോളോയിങ് സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ റെസ്പിറേഷന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർലി ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് റെസ്പിറേഷൻസ്, എല്ലാ റെസ്പിറേഷൻ അടക്കം കംപ്ലീറ്റ്, അതായത് നമ്മൾ ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എല്ലാ പ്രോസസ്സും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള റെസ്പിറേഷന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് സീക്വൻസിലാക്കുക. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്രോസ് ആൽവിയോളർ മെംബ്രെയിൻ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ്, അത് സെല്ല് യൂട്ടിലൈസ് ചെയ്യുന്നു. പൾമണറി വെന്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഡ്രോൺ ഇൻ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൊടുക്കുന്നു. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ഓർഡറിലാക്കുക. ഇതിന്റെ ഓർഡർ കറക്റ്റ് ആക്കുക. കറക്റ്റ് ഓർഡർ. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ഓർഡർ. ഫാസ്റ്റ്. പെട്ടെന്ന്. ഭയങ്കര സിമ്പിളാ. ഏറ്റവും ആദ്യം എന്താ? വായു ഉള്ളിൽ എത്തുന്നു, ആൽവിയോളയുടെ അവിടുന്ന് ഡിഫ്യൂസ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ബ്ലഡ്, പിന്നെ ആ ടിഷ്യൂന്റെ അവിടെ വെച്ചിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. പിന്നീട് എന്താണ്? അത് യൂട്ടിലൈസ് ചെയ്യുന്നു. സിംപ്ലി പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ കറക്റ്റ് പ്രോസസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഏത് ആൻസർ വരും? ഓപ്ഷൻ സി അല്ലേ? അപ്പൊ 4 പൾമണറി വെന്റിലേഷൻ എന്ന് വെച്ചാൽ ആദ്യം ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ നടക്കുന്നു, ദാറ്റ് ഇസ് 4. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ആൽവിയോളയുടെ അവിടുന്ന്, ലങ്സിന്റെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കുള്ള ഡിഫ്യൂഷൻ ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. അതിനുശേഷം ബ്ലഡിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ബ്ലഡും ടിഷ്യൂസുമായിട്ടുള്ള എക്സ്ചേഞ്ച് നടക്കുന്നു. അതിനുശേഷമാണ് ടിഷ്യൂസിനുള്ള സെല്ലിൽ വെച്ചിട്ട് യൂട്ടിലൈസേഷൻ നടക്കുന്നത്, സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. ക്ലിയർ? കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ട്രാൻസ്പോർട്ടഡ്. RBC,
as bicarbonates, acid, dissolved state through plasma, all of the above. ഓക്കെ, അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലെ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ രൂപത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ആൻസർ ചെയ്യൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടു മച്ച് ഡയറക്റ്റ്. Very direct question. Option 4, option D. 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 Okay. ഈ പറഞ്ഞ എല്ലാ രീതിയിലും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നടക്കുന്നുണ്ട്. സോ ഓൾ ഓഫ് ദി അബവ്. അടുത്ത ചോദ്യമേ, ഫോളോയിങ് ആ ഫിഗേഴ്സ് ഓഫ് ഹാർട്ട് ഇൻ ഡിഫറെന്റ് ഓർഗാനിസംസ്. അതായത് ഡബിൾ ചേമ്പേർഡ് ഹാർട്ട്, 3 ചേമ്പേർഡ് ഹാർട്ട്, 3.5 പാർഷ്യലി വെൻട്രിക്കിൾസ് സെപ്റ്റം വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4 ചേമ്പേർഡ് ഹാർട്ട്. ഓക്കെ, അപ്പം ഏട്രിയം ആണ്, എ എന്ന് പറയുന്ന, വി എന്ന് പറയുന്ന വെൻട്രിക്കിൾ ആണ്. അപ്പൊ ഐഡന്റിഫൈ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഹാർട്ട്സ് 1, 2, 3, 4 കൊടുത്തിട്ടുണ്ട്. ഓർഗാനിസംസ് ബേസ് ചെയ്തിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്നത് 2 ചേമ്പേർഡ് ഹാർട്ട്, അടുത്ത കൊടുത്തിരിക്കുന്നത് 3 ചേമ്പേർഡ് ഹാർട്ട്, അടുത്ത കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള പാർഷ്യലി സെപ്റ്റം കംപ്ലീറ്റ് ആവാത്ത ഹാർട്ട്, പിന്നെ 4 ചേമ്പേർഡ് ഹാർട്ട്. റൈറ്റ്, അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇതിൽ ഐഡന്റിഫിക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. 2 ചേമ്പേർഡ് ഹാർട്ട് ഫിഷസ് ആണെന്ന് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ 3 ചേമ്പേർഡ് ഹാർട്ട് ആർക്കാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 3.5 ചേമ്പേർഡ് ആർക്കാന്ന് കണ്ടുപിടിക്കണം. 4 ചേമ്പേർഡ് ഹാർട്ട് ആർക്കാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സി ആണ് പറയുന്നത്. യെസ്, ഫിഷസ്, 3 ചേമ്പേർഡ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ക്രൊക്കഡൈൽസ് വരുമ്പോൾ ആംഫീബിയൻസ് ആണ്. ഇനിയിപ്പം ഇത് വരുന്നത് റെപ്റ്റൈൽസിനാണ്, അതിൽ എക്സെപ്ഷൻ ക്രൊക്കഡൈൽ വരുന്നു, ബേർഡ്സിന്, മാമൽസിന് 4 ചേമ്പേർഡ് ഹാർട്ട് വരുന്നു. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. അതായത് കർവ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കേസാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ, അസോസിയേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ, അതിൽ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫാക്ടേഴ്സ് ഫേവറിംഗ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ, ഫാക്ടേഴ്സ് ഫേവറിംഗ് ദ ഫോർമേഷൻ, ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. വേഗം സി ആണോ പറയുന്നത്? സി ആണോ പറയുന്നത്? അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതേണ്ടത്? ഒന്ന് ഓക്സിജന്റെ അളവ്, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അല്ലെ, പിന്നെ അതേപോലെ അസിഡിറ്റി ഓർ H+ന്റെ കോൺസെൻട്രേഷൻ, പിന്നെ നമുക്ക് ടെമ്പറേച്ചർ പറയാം. ഓക്കെ, ഇത്രയുമാണ് ബേസിക്കലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കണമെങ്കിൽ ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കണം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവായിരിക്കണം, അസിഡിറ്റി ആൻഡ് H+ എന്തായിരിക്കണം? അസിഡിറ്റി ആൻഡ് H+ കുറവായിരിക്കണം, അല്ലെങ്കിൽ ടെമ്പറേച്ചറും കുറവായിരിക്കണം. അതായത് ഒന്നുമില്ല, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എപ്പോഴും തലതിരിഞ്ഞായിരിക്കും ഇരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒപ്പമായിരിക്കും ബാക്കി ഫാക്ടേഴ്സ് ഇരിക്കുക. അതായത് H+ കുറവ് എന്ന് പറഞ്ഞാൽ, H+ കുറയാന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറയാന്നാണ് അല്ലെ, ബേസിറ്റി കൂടുക എന്നർത്ഥം. അസിഡിക് ആണ് എന്ന് വെച്ചാൽ H+ കൂടുതലാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഇനിയിപ്പോ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ആണ് നടക്കുന്നെങ്കിൽ, റൈറ്റിലേക്ക് ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും, അസിഡിറ്റി H+ കൂടുതലായിരിക്കും, ടെമ്പറേച്ചറും കൂടുതലായിരിക്കും, ഓക്സിജന്റെ അളവ് കുറവുമായിരിക്കും. ക്ലിയർ? സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. കോൺസെപ്റ്റ് ക്ലിയർ ആയി? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ആണ്. ദ മാക്സിമം PO2 partial pressure of oxygen in alveoli is considerably less than that in the atmosphere. Atmosphere-നേക്കാൾ less ആണ് partial pressure of oxygen in alveoli. Lungs in mammals do not completely empty with each breath, and inhalation occurs through the same airways as exhalation. So each inhalation mixes fresh air with oxygen depleted residual air. Okay. YQ. Come on, YQ. വായിക്കൂ, എന്നിട്ട് ആൻസർ ചെയ്യൂ കേട്ടോ. അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് നോക്കുക. രണ്ടും കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ കൊടുത്തിരിക്കുന്നത് എന്നതും ചെക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ 1, 2 എല്ലാം വന്നിട്ടുണ്ട്. അതായത് രണ്ടും കറക്റ്റ് ആണെന്ന് മനസ്സിലായി, പക്ഷെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ എന്നത് മനസ്സിലായിട്ടില്ല. നോക്കാം.
അപ്പൊ എന്താണെങ്കിലും അറ്റ്മോസ്ഫിയറിലുള്ളതിനേക്കാൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൽവിയോളയിൽ കുറവാണ്. അതുകൊണ്ടാണ് ഇൻഹലേഷൻ നടക്കുന്നത്. ദാറ്റ് ഇസ് ട്രൂ. ഇനിയിപ്പം മാമൽസിന്റെ കേസിൽ ഡു നോട്ട് കംപ്ലീറ്റ്ലി എംപ്റ്റി വിത്ത് ഈ ബ്രീത്ത്. ഓരോ തവണയും ലങ്സ് എംപ്റ്റി ആവുന്നില്ല ഫുൾ ആയിട്ട്. ഇൻഹലേഷന് സമയത്ത് തന്നെ ഇൻഹലേഷന്റെയും എക്സ്ഹലേഷന്റെയും പാത്വേ സെയിം ആയതുകൊണ്ട് എന്താണ് മിക്സിംഗ് ഓഫ് ദ എയർ നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ പോലെയുള്ള മിക്സിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ആൽവിയോളി ഈസ് കൺസിഡറബിളി ലെസ് ദാൻ ദാറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ടും പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ എന്താണ്? നോട്ട് ദ എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. യെസ്, വെരി ഗുഡ് സഫ്ന, വെരി ഗുഡ് അന്ന. ഓക്കെ, ശ്വേത. ഓക്കെ, ശ്വേതയ്ക്ക് തെറ്റിപ്പോയി. യെസ്, ശ്വേത എങ്ങനെയാണ് നോക്കാന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്താണ് ശ്വേത പിന്നെയും തെറ്റിക്കുന്നത്? ശ്വേത എപ്പോഴും നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടിയല്ലേ. എത്ര തവണ ഞാൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു. എന്നിട്ട് എങ്ങനെയാ പിന്നെയും തെറ്റിക്കുന്നത്? ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് പോവില്ലേ? ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറയില്ലേ? എന്താണ് പറഞ്ഞു തരുന്ന ഐഡിയ മനസ്സിലാകാത്തത്? ഞാൻ എത്ര തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇത് ഒരു ബന്ധവും ഇല്ലാത്തതല്ലേ. ഇതിലൊക്കെ എങ്ങനെയാ കൺഫ്യൂഷൻ വരുന്നത്? ഓക്കെ, സോ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് റെസ്പിറേറ്ററി പ്രോസസ് ഈസ് റെഗുലേറ്റഡ് ബൈ certain specialized centers in the brain. Okay, that's okay. One of the following listed centers can reduce the inspiratory duration upon stimulation. Inspiratory duration reduce ചെയ്യുന്ന ആളാരാണ്? Inspiratory center, medullary, pneumotaxic center, chemosynthetic center, apneustic center. Okay, ഇതിലാണ് ആരാണ് ഇൻസ്പിറേറ്ററി ഡ്യൂറേഷനെ റെഗുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആള്? ഇൻസ്പിറേറ്ററി ഡ്യൂറേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് കോൺഹേ. ഹായ് ബാലാജി. ബി. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അതായത് ന്യൂമോടാക്സിക് സെന്റർ എവിടെയാണ് ഇവരെ കാണാൻ പറ്റുക? പോൺസ് റീജിയൻ അല്ലേ? അടുത്ത ചോദ്യം, receptors associated with the aortic arch and carotid artery can recognize changes in dash and dash concentration and they send necessary signal to dash for remedial action. Okay, aortic arch and carotid artery അവിടെയുള്ള റിസപ്റ്റേഴ്സ് എന്തിന്റെ കോൺസെൻട്രേഷൻ ആണ് സെൻസ് ചെയ്യുക ആൻഡ് അവർ നെസസറി സിഗ്നൽ എവിടേക്കാണ് റെമഡിയൽ ആക്ഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, സോ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് H+, ഓക്സിജൻ H+, ന്യൂമോതൊറാക്സ്, rhythm center, apneustic center, pneumothorax. ആൻസർ ചെയ്യൂ. ഇതിന്റെ ഉത്തരമാണ് ബി പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് H+ കോൺസെൻട്രേഷൻ ആണ് അവർ സെൻസ് ചെയ്യുക, റെസ്പിറേറ്ററി റിതം സെന്ററിലേക്കാണ് അവർ സിഗ്നൽ സെൻഡ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ് ഓൾ ഓഫ് യു ട്ടോ. അപ്പൊ അടുത്ത ചോദ്യം. സോ ആ ചാപ്റ്റർ കഴിഞ്ഞു. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് നമ്മൾ എത്രയും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ്? ഓക്കെ, ഇതിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക. എറിത്രോസൈറ്റ്സ് ഓർ RBCs are the least abundant of all cells in blood. The number of RBCs in adult man per millimeter cube of blood is 5 million to 5.5 million. RBCs are formed in the red bone marrow in the adult. RBCs are enucleate in most of the mammals. Okay, identify. ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. false statement. False statement. ആൻസേഴ്സ് വന്നു തുടങ്ങി. ബിയും 1ഉം ഒക്കെ വരുന്നുണ്ട്. പ്രോപ്പർലി ശ്രദ്ധിക്കുക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. അശ്രദ്ധ കാരണം തെറ്റിക്കരുത്. കൃഷ്ണ റീഡ് ഇറ്റ് വൺസ് അഗെയിൻ ആൻഡ് ഡു ഇറ്റ് വൺസ് മോർ. എയും ബിയും മിക്സ് ചെയ്തിട്ടാണ് കുട്ടികളെ നിങ്ങൾ ചെയ്യുന്നത്. വായിച്ചു നോക്കുക. എറിത്രോസൈറ്റ്സ് ഓർ RBCs are the least abundant of all cells in blood. ഇത് നിങ്ങൾ എവിടെ പഠിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്? അത് ശരിയാണോ തെറ്റാണോ നോക്കുക. The number of RBCs in adult man per millimeter cube of blood is 5 million to 5.5 million.
RBCs are formed in red bone marrow. RBCs enucleate ആണ്, ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ് മോസ്റ്റ് ഓഫ് ദ മാമൽസിലും. എടാ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. RBCs അല്ലേ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത്. RBCs അത്രയും ഉള്ളതുകൊണ്ടില്ല റെഡ് കളർ വരെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇവർ ലീസ്റ്റ് അബണ്ടന്റ് ആണെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? WBC RBC ഉണ്ട്. നമ്മൾ WBCസിൽ ന്യൂട്രോഫിൽസ് ഇത്രയാണ്, ബേസോഫിൽസും മോണോസൈറ്റ്സും ഇത്ര കുറവാണ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിനപ്പുറം എന്താണ്, RBCs ആണ് ഏറ്റവും കൂടുതൽ കാണുക. അവരെ ലീസ്റ്റ് അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ഓക്കെ കൃഷ്ണ, അത് ലൈക്ക് ഇത് കുറച്ച് കഴിഞ്ഞ് കണ്ടിട്ട് റെഡി ആക്കിയാൽ മതി കേട്ടോ കൃഷ്ണ. അപ്പൊ അടുത്ത ചോദ്യമേ, fill up gaps given in the table. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്യാപ്പ് എവിടെയൊക്കെയാണ്? ഇവിടെ O ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻ ഏതാന്ന് നമ്മൾ എഴുതിയിട്ടില്ല. AB ബ്ലഡ് ഗ്രൂപ്പിലെയും O ബ്ലഡ് ഗ്രൂപ്പിലെയും ഓക്കെ യെസ്, AB ബ്ലഡ് ഗ്രൂപ്പിലെയും O ബ്ലഡ് ഗ്രൂപ്പിലെയും ആന്റിബോഡി എഴുതിയിട്ടില്ല. അതേപോലെ O ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ ഡോണർ ഗ്രൂപ്പ്സിനെ എഴുതിയിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊന്ന് മാച്ച് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. വൺ എന്താണേലും നില്ലാന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് നോക്കാണ്ട് തന്നെ പറയാൻ അറിയാം അല്ലെ. അതായത് നോക്കാം, ആന്റിജൻസ് ആണ് RBC, A ബ്ലഡ് ഗ്രൂപ്പിൽ A ആന്റിജൻ, B ബ്ലഡ് ഗ്രൂപ്പിൽ, ഇതൊന്ന് റിവിഷൻ ആണ്, ക്വിക്ക് റിവിഷൻ. B ബ്ലഡ് ഗ്രൂപ്പിൽ B ആന്റിജൻ, ഇത് AB ബ്ലഡ് ഗ്രൂപ്പ് A, B, എയും ബിയും ആണ് ആന്റിജൻ. O ബ്ലഡ് ഗ്രൂപ്പിൽ ഓരോ ആന്റിജനും ഇല്ല, നില്ലാണ്. ഓക്കെ, പ്ലാസ്മ നോക്കാം, എയിലെ ആന്റി ബി, ബിയിലെ ആന്റി എ. AB ബ്ലഡ് ഗ്രൂപ്പിൽ എന്താണ്? AB ബ്ലഡ് ഗ്രൂപ്പിൽ ഒന്നുമില്ല അല്ലെ, ഒരു ആന്റിബോഡീസും ഇല്ല, പക്ഷെ 2 ആന്റിജൻസും ഉണ്ട്. O ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ 2 ആന്റിജൻസും ഉണ്ട്, പക്ഷെ ആന്റിബോഡി 2 ഉണ്ട്. സോറി, O ബ്ലഡ് ഗ്രൂപ്പിൽ 2 ആന്റിജൻസും ഇല്ല, 2 ആന്റിബോഡിയും ഉണ്ട്. ആന്റി എയും ഉണ്ട്, ആന്റി ബിയും ഉണ്ട്. ഓക്കെ, ക്ലിയർ. ഇനിയിപ്പം ഡോണർ ഗ്രൂപ്പ്സ് ഇത് വെച്ചിട്ടൊന്ന് മാച്ച് ചെയ്യാം. ഓക്കെ യെസ്, ഇത് വെച്ചിട്ട് മാച്ച് ചെയ്യാം. ഇപ്പൊ 2 നമ്മൾ ചെയ്തു, 2 നില്ലാണ്. 3 എന്ന് പറയുന്നത് നില്ലുള്ള 3 എണ്ണം ഉണ്ട്, ആന്റി എയും ബിയും ഉണ്ട് അല്ലേ. ഓക്കെ, ഇനിയിപ്പം ഡൊണേറ്റ് ചെയ്യുന്നത് ആർക്കാണ് എന്നൊന്ന് ചെക്ക് ചെയ്യാം. O ബ്ലഡ് ഗ്രൂപ്പിന് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? Oക്ക് മാത്രമേ Oക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ Oക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ബ്ലഡിനെ കൊടുക്കാൻ പറ്റും. O എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കുന്ന ആളാരാണ്? എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കുന്ന ആള് നമ്മുടെ AB ബ്ലഡ് ഗ്രൂപ്പ് ആണ്. Oക്ക് ബ്ലഡ് കിട്ടണമെങ്കിൽ ഓക്കാര് തന്നെ കൊടുക്കണം, വേറൊരാൾക്കും അത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഏതാ വരിക? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ഓക്കേടാ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സ്പെക്ടഡ് ഇഫ് ഹസ്ബൻഡ് ഇസ് RH പോസിറ്റീവ് ആൻഡ് വൈഫ് ഇസ് RH നെഗറ്റീവ്? ഹസ്ബൻഡ് പോസിറ്റീവും മദർ എന്ന് പറയുന്നത് RH നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? നോ പ്രോബ്ലം വിത്ത് ഫസ്റ്റ് പ്രഗ്നൻസി, പ്രോബ്ലം വുഡ് ബി എക്സ്പെക്ടഡ് വിത്ത് ഫ്യൂച്ചർ പ്രഗ്നൻസീസ്, ബോത്ത്, നോ പ്രോബ്ലം കുഡ് ബി എക്സ്പെക്ടഡ് ഇൻ എനി പ്രഗ്നൻസി. ഓക്കെ കൃഷ്ണ, ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരം പറയൂ. RH പോസിറ്റീവ് അച്ഛനും RH നെഗറ്റീവ് അമ്മയും വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ബോത്ത് ഉണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചാടിക്കയറി ബോത്ത് കൊടുക്കരുത്. ഗസ്സിംഗ് ആണെങ്കിൽ ബോത്തിനൊരു സാധ്യത കൊടുക്കാതെയും ഇരിക്കരുത്. യെസ്, ഓക്കെ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഫ്യൂച്ചർ പ്രഗ്നൻസിയിലാണ് ഇവിടെ പ്രോബ്ലം വരിക. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ് അബൌട്ട് ലിംഫ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ലിംഫ് ഇസ് കളർഫുൾ ആസ് ഇറ്റ് ഹാസ് ഹീമോഗ്ലോബിൻ ബട്ട് നോ RBC. The fluid present in lymphatic system is called a lymph. It contains specialized lymphocytes which are responsible for immunity of the body. Lymph is an important carrier in nutrients and hormones. Fats are absorbed through lymph in the lacteals present in the intestinal villi. Okay. കണ്ടുപിടിക്കൂ. ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഇറ്റ്. കണ്ടുപിടിക്കൂ കേട്ടോ, കണ്ടുപിടിക്കൂ. ഓക്കെ,
റോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. റോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലിംഫ് ഇസ് കളർഫുൾ ആസ് ഇറ്റ് ഹാസ് ഹീമോഗ്ലോബിൻ ബട്ട് നോ RBC. ലിംഫ് കളർഫുൾ ഒന്നുമല്ല, പെയിൽ യെല്ലോയിഷ് കളർ ആണ്, അതിനകത്ത് ഹീമോഗ്ലോബിനും ഇല്ല. ഹീമോഗ്ലോബിൻ ആണ് ദ പിഗ്മെന്റ് വിച്ച് ഇസ് പ്രൊവൈഡിംഗ് റെഡ് കളർ ടു ബ്ലഡ് അല്ലേ. സോ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒബ്വിയസ്ലി. The fluid present in lymphatic system is called a lymph. It contains specialized lymphocytes. അത് immunity of the body responsible ആണ്. lymph എന്ന് പറയുന്നത് important carrier of nutrients and hormones ആണ്. fats absorb ചെയ്യുന്നത് നമ്മളുടെ ഡൈജസ്റ്റിന്റെ സമയത്തുള്ള ഫാറ്റ്സ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലിംഫ്സ് കോൾഡ് ലാക്ടിയൽസ് വഴിയാണ് അബ്സോർബ് ചെയ്യുന്നത്. എല്ലാം കറക്റ്റ് ആണ്. സോ ഓൺലി 1 മാത്രമാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, യെസ്, എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റ് ആണ്. എ ലോക്ക്ഡ്. ഓക്കെ, ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യം, നെക്സ്റ്റ് ചോദ്യം, ട്രൈക്യാസ്പിഡ് വാൾവ് ഇസ് പ്രസന്റ് ബിറ്റ്വീൻ. ട്രൈക്യാസ്പിഡ് വാൾവ്, അതായത് ഇത് 2 ഏട്രിയം 2 വെൻട്രിക്കിൾസ്. ഇതിൽ ട്രൈക്യാസ്പിഡ് വാൾവ് എവിടെയാണ്? നോ, അതിൻ്റെ ഉള്ളിൽ RBC ഇല്ല. ദർ ഇസ് നോ RBC, ബാലാജി. It is not having RBC. Okay. Yes, hemoglobin is responsible for the color. Okay. Actually, hemoglobin is present inside RBC, but that statement itself is wrong. Okay, don't get complicated. It is not having RBC. Okay, it is not having either RBC or hemoglobin. Okay. Yes, അപ്പം ട്രൈക്യാസ്പിഡ് വാൾവ് എവിടെ കാണാൻ പറ്റുക? ട്രൈക്യാസ്പിഡ് വാൾവ് ഇവിടെയാണല്ലേ കാണാൻ പറ്റുക. 3 കസ്പ്. ഇവിടെ ബൈക്യാസ്പിഡ് വാൾവ് ഓർ മിട്രൽ വാൾവ് എന്ന് വെച്ചാൽ റൈറ്റ് ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ഇൻ ബിറ്റ്വീനിലാണ് ട്രൈക്യാസ്പിഡ് വാൾവ് കാണാൻ പറ്റുക. റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇൻ ബിറ്റ്വീൻ ബൈക്യാസ്പിഡ് ഓർ മിട്രൽ വാൾവ് കാണുന്നു. അടുത്തത് ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് സിറ്റുവേറ്റഡ് ഇൻ AV നോഡ്. ഓക്കെ, അഗെയിൻ AV നോഡ് എവിടെ കാണുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. AV നോഡ് എവിടെ കാണുന്നു? ഓൾമോസ്റ്റ് ഇവിടെ കാണുന്നു. റൈറ്റ്. ഓക്കെ, ഇവിടെ കാണുന്ന ഏതാ? ഇവിടെ SA നോഡ് കാണുന്നു, ഇവിടെ AV നോഡ് കാണുന്നു അല്ലേ. ഓക്കെ, ഇവിടെ എന്താണ്? AV ബണ്ടിൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബണ്ടിൽ, ഇങ്ങോട്ടേക്ക് പർക്കിൻചി ഫൈബേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത് ചോദിച്ചിരിക്കുന്നു AV നോഡ് എവിടെ കാണുന്നു? ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ലെഫ്റ്റ് ഓറിക്കിൾ ക്ലോസ് ടു AB സെപ്റ്റം, ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് റൈറ്റ് ഓറിക്കിൾ ക്ലോസ് ടു AB സെപ്റ്റം, upper left corner of right auricle close to AV septum, upper left corner of left auricle close to AV septum. എവിടെ കാണുന്നു? ഓപ്ഷൻ 2. യെസ്, ബോഡി ഫ്ലൂയിഡ്സ് ആണ് കൃഷ്ണ. മനസ്സിലായില്ലേ? ബോഡി ഫ്ലൂയിഡ്സ് അല്ലേ? യെസ്. അപ്പൊ അവിടെ കാണുന്നു എന്ന് വെച്ചാല് ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് റൈറ്റ് ഓറിക്കിൾ. ഇതാണ് റൈറ്റ് ഓറിക്കിൾ, അതിന്റെ ലോവർ ലെഫ്റ്റ് കോർണർ അല്ലെ, ക്ലോസ് ടു AV septum. നോക്ക്, ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം അതിനടുത്തായിട്ട് കാണുന്നു. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം, ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് പ്രിവെന്റ്സ് ദ ബാക്ക് ഫ്ലോ ഓർ ലീക്കേജ് ഓഫ് ബ്ലഡ് ഫ്രം. ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് ആണ്. അപ്പൊ ഈ ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് എവിടെ കാണാൻ പറ്റുക? ഇവിടെ അല്ലെ, ഇവിടെയാണ് ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് കാണാൻ പറ്റുക. ഇവിടെ കാണുന്ന ഏതാ? ഇവിടെ കാണുന്ന സെമി ലൂണാർ വാൾവ്. ഇതാണ് ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ്. അതെന്താണ് ചെയ്യുന്നത്? ലീക്കേജ് ഓർ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം റൈറ്റ് ventricle into right atrium, left atrium into left ventricle, aorta into the left ventricle, the pulmonary vein into the right atrium. ഏതാണ് ആൻസർ വരിക? ബാക്ക് ഫ്ലോ ആണ്. അപ്പം വെൻട്രിക്കിൾ നിന്ന് ഏട്രിയം ഇങ്ങോട്ടേക്കുള്ള ഫ്ലോ പ്രിവെന്റ് ചെയ്യണം. ബാക്ക് ഫ്ലോ. വൺസ് നമ്മളുടെ ബ്ലഡ് ഏട്രിയത്തുനിന്ന് വെൻട്രിക്കിൾ എത്തി, ഇവിടെ എത്തി. ഓക്കെ, ബ്ലഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ബ്ലഡ് തിരിച്ചു പോകാൻ പാടില്ല. സോ വെൻട്രിക്കിൾസിന് ഏട്രിയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോനെയാണ് ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് റൈറ്റ് വെൻട്രിക്കിൾ ടു റൈറ്റ് ഏട്രിയം ആയിരിക്കാം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ഏട്രിയം ആയിരിക്കും. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? റൈറ്റ് വെൻട്രിക്കിൾ ടു റൈറ്റ് ഏട്രിയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതെന്താ? ലെഫ്റ്റ് ഏട്രിയം ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ, തലതിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഡ്യൂറിങ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. ഓക്കെ, വെൻട്രിക്കുലർ സിസ്റ്റോളിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഡ്യൂറിങ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. അപ്പൊ എത്ര പേർക്ക് ഹാർട്ടിന്റെ സിസ്റ്റോൾ ഡയസ്റ്റോൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? അപ്പൊ എല്ലാവർക്കും ഒരുപാട് പേർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒപ്പം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ബൈ ഹുക്ക് ഓർ ബൈ ഓക്കെ ഓക്കെ ആണ് എന്ന് പറഞ്ഞാണ് അല്ലേ? ഓക്കെ ഹിലാൽ,
So how many of you want me to explain diastole and systole? Please comment. I know Krish for me doubt in the okay vehanam. Okay, explain. Fine, I will explain. So just listen. Listen to you talk. Shradhiku. So this is our heart. But Shradhikane. Appa idu nammalde right atrium. Idu nammalde left atrium. Idu nammalde right ventricle. Idu nammalde left ventricle. Okay. ഇനി ഇവിടേക്ക് ബ്ലഡ് വരുന്ന ഈ ബ്ലഡ് വെസലിന്റെ പേരെന്താണ്? വീനക്കാവ. ഓക്കെ, വീനക്കാവ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഉണ്ട്. വീനക്കാവ ഞാൻ ഇവിടെ കാണിച്ചു. ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിന് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകും? ഞാൻ ലങ്സ് ആണ് ഇവിടെ, ലങ്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ലങ്സ്. ഓക്കെ, ഇതേതാണ്? പൾമണറി ആർട്ടറി ആണ് അല്ലെ. എവേ ഫ്രം ദ ഹാർട്ട് പോകുന്നത് പൾമണറി ആർട്ടറി ആണ്. ഇനി ഞാൻ വേറൊരു കളർ എടുക്കുന്നു. ഇവിടുന്ന് ബ്ലഡ് തിരിച്ച് എങ്ങോട്ടേക്ക് വരുന്നു? നമ്മളുടെ പൾമോണറി വെയിൻ ത്രൂ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് അയോർട്ട വഴി ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് പോകുന്നു. ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് പോകുന്നു. റൈറ്റ്? യെസ്. അപ്പൊ ആ ഡിഫറെന്റ് ബോഡി പാർട്സിലുള്ള ബ്ലഡ് ഇനി എന്ത് ചെയ്യും? ഇനി വീണ്ടും നമ്മളുടെ വീനക്കാവ് വഴി തിരിച്ച് ഹാർട്ടിലേക്ക് വരും. ഇതല്ലേ സംഭവിക്കുന്നത്? ഞാൻ മൊത്തത്തിൽ ഒന്ന് പറയാണ്, ജസ്റ്റ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഞാൻ പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഈ പാത്വേ മനസ്സിലാക്കുക. അതായത് നമ്മളുടെ ഡിഫറെന്റ് ബോഡി പാർട്സ്, ശരീരത്തിന്റെ വിവിധ സെല്ലുകളിലുള്ള ബ്ലഡ് എങ്ങനത്തെ രൂപത്തിലുള്ള ബ്ലഡ് ആയിരിക്കും? അത് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഡീകാർബോക്സിജനേറ്റഡ് എന്നൊക്കെ ഞാൻ പറയുന്നു. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള. സോ അങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് വഴി നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ എത്തുക. ഓക്കെ, ആ റൈറ്റ് ഏട്രിയത്തില് അത് എത്തുന്ന സമയത്ത് ആക്ച്വലി നമ്മളുടെ ഇപ്പുറത്തുള്ള ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എവിടുന്ന് ബ്ലഡ് എത്തണം? ആക്ച്വലി ലങ്സ് എത്തണം. എന്ന് വെച്ചാൽ രണ്ട് ഏട്രിയത്തിൽ ബ്ലഡ് ഫിൽ ആവുന്നതും രണ്ട് വെൻട്രിക്കിളിൽ ബ്ലഡ് ഫിൽ ആവുന്നതും ഒരുമിച്ചാണ്. പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ റൂട്ട് അനുസരിച്ച് പറയുന്നത് മാത്രം. ഓക്കെ, അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് എത്തി. ആ ബ്ലഡ് ഇവിടെയുള്ള വാൽവ് വഴി എവിടേക്ക് എത്തും? വെൻട്രിക്കിൾസിലേക്ക് എത്തും. ദ സെയിം കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണ് എത്തുക. ഓക്കെ, ആൻഡ് ആ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് പൾമോണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകും. ലങ്സിൽ നമ്മൾ ബ്രീത്തിങ്ങിന്റെ സമയത്ത് ആരെ എത്തിച്ചിട്ടുണ്ട്? ബ്രീത്തിങ്ങിന്റെ സമയത്ത് ഓക്സിജനെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ് നമ്മളുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോവുക. ആൻഡ് ഇവിടെയുള്ള വാൽവ് വഴി അത് എവിടേക്ക് പോകും? അത് നമ്മളുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ഓക്കെ, അത് അയോർട്ട വഴി വീണ്ടും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിൽ എത്തിക്കും. ഇതാണ് ടെക്നിക്കലി നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൺട്രാക്ഷൻ ആണ് അല്ലെ. കൺട്രാക്ഷനും റിലാക്സേഷനും ആണ് ഇനി നിങ്ങൾക്ക് അറിയേണ്ടത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. സോ നമ്മൾ കൺട്രാക്ഷനെ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? കൺട്രാക്ഷനെ നമ്മൾ സിസ്റ്റോൾ എന്നും റിലാക്സേഷനെ നമ്മൾ ഡയസ്റ്റോൾ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ട്. അതേപോലെ നമ്മളുടെ വെൻട്രിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? വെൻട്രിക്കിൾസും കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് വിളിക്കും. അതേപോലെ നമ്മുടെ ഏട്രിയോ വെൻട്രിക്കിളും റിലാക്സ് ചെയ്യുന്നുണ്ട്. അതിനെ ഏട്രിയൽ ഡയസ്റ്റോൾ എന്നും വെൻട്രിക്കുലർ ഡയസ്റ്റോൾ എന്നും വിളിക്കും. ഓക്കെ, ഏട്രിയൽ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ, രണ്ടുപേരുടെയും കേസിൽ ഡയസ്റ്റോൾ ഉണ്ട്. ഇനി അത് കൂടാണ്ട് ഒരു ജോയിന്റ് സിസ്റ്റോൾ ഉണ്ടോ? ഇല്ല. അതായത് ഏട്രിയോ വെൻട്രിക്കിളും ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുന്ന ഒരു ഫേസ് ഇല്ല. രണ്ടുപേരും ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റോൾ ഇല്ല. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് റിലാക്സ് ചെയ്യുന്ന ജോയിന്റ് ഡയസ്റ്റോൾ ഉണ്ട്. സോ വി ഹാവ് ജോയിന്റ് ഡയസ്റ്റോൾ. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറഞ്ഞ പ്രോസസ്സിലെല്ലാം നടക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിൽ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ പ്രോപ്പർലി പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ ജസ്റ്റ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് സെന്റൻസിൽ ഒന്ന് പറഞ്ഞുതരും. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പുറത്തെ ഡയഗ്രാം വരച്ചിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരും. ഓക്കെ, അപ്പം ആരുണ്ട്? നമ്മുടെ കൺട്രാക്ഷൻ എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രാക്ഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ഹാർട്ട് എന്ന് പറയുന്നത് മയോജനിക് ആണ്, ഓട്ടോ എക്സൈറ്റബിൾ ആണ്. ആ ഒരു ഓട്ടോ എക്സൈറ്റബിൾ പ്രോപ്പർട്ടി നമ്മുടെ ഹാർട്ടിന് കൊടുക്കുന്ന ആരാണ്? ഇവിടെയുള്ള SA നോഡ് ആണ്. സോ വി ഹാവ് ആൻ SA നോഡ് ഹിയർ. റൈറ്റ്, അപ്പൊ
ഏറ്റവും ഫസ്റ്റ് നമ്മുടെ എസ് എ നോട് എന്ത് ചെയ്യും? എസ് എ നോട് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എസ് എ നോട് ജനറേറ്റ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്ച്വലി എസ് എ നോട് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഏട്രിയത്തിലാണല്ലേ ഇരിക്കുന്നത്. ഏട്രിയത്തിന്റെ ഭിത്തികളിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഏട്രിയത്തിനും വെൻട്രിക്കിൾസിനും സെപ്പറേറ്റ് ഭിത്തികളാണ്. അതുകൊണ്ട് തന്നെ ഏട്രിയത്തിന്റെ ഉള്ളിലുള്ള ഇമ്പൾസുകള് വെൻട്രിക്കിളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആകില്ല, ഡയറക്ട്ലി സ്പ്രെഡ് ആകില്ല. രണ്ടും രണ്ട് സെപ്പറേറ്റ് മസിൽസ് ആണ്. ഇന്റർകലേറ്റഡ് ഡിസ്ക്, അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽസ് ആണ് നമ്മുടെ ഹാർട്ടിനുള്ളത് അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മുടെ എസ് എ നോട് ഈ സിഗ്നൽ മുഴുവൻ നമ്മുടെ ഏട്രിയത്തിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഏട്രിയം കൺട്രാക്ട് ചെയ്യും. അപ്പോഴാണ് ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കുന്നത്. പറയുന്ന ഓരോന്നും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം എസ് എ നോട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏട്രിയം എന്ത് ചെയ്യും? സിസ്റ്റോൾ നടത്തും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന ഏട്രിയം കൺട്രാക്ട് ചെയ്യും, ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കും. ഏട്രിയം ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഏട്രിയത്തിലെ ബ്ലഡ് എവിടേക്ക് എത്തും? വെൻട്രിക്കിൾസിലേക്ക് എത്തും. ക്ലിയർ? യെസ്. അപ്പം ഏട്രിയം സിസ്റ്റോൾ നടത്തിയതിന് ശേഷം ഏറ്റവും ആദ്യം എസ് എ നോട് സിഗ്നൽസ് ഏട്രിയത്തിന്റെ വോളിലേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പൊ ഏട്രിയൽ സിസ്റ്റോൾ നടത്തി. അതിനുശേഷം കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷമാണ് ആ സിഗ്നൽ എവിടെ എത്തുള്ളൂ? വെൻട്രിക്കിൾസിന്റെ വോളിൽ എത്തുള്ളൂ. ഈ പറഞ്ഞ നമ്മളുടെ എ വി ബണ്ടിൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബണ്ടിൽ, പർക്കിഞ്ചി ഫൈബേഴ്സ്, ആ ഫൈബേഴ്സ് വഴി കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം മാത്രമാണ് ആ എസ് എ നോട് ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് നമ്മുടെ വെൻട്രിക്കിൾസിന്റെ വോൾസിൽ എത്തുള്ളൂ. അപ്പൊ മാത്രമാണ് നമ്മളുടെ വെൻട്രിക്കിൾസ് എന്ത് നടത്തുക? വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടത്തുക. ക്ലിയർ? യെസ്. സിസ്റ്റോളിന് ശേഷം, അതായത് ഏട്രിയം ഒന്ന് കൺട്രാക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു റിലാക്സ് ചെയ്യുന്ന ഫേസ്, ആ കൺട്രാക്ഷൻ നിർത്തി പഴയ പോലെ ആവുന്ന ഫേസ് ആണ് റിലാക്സേഷൻ. അതേപോലെ വെൻട്രിക്കിൾസ് സിസ്റ്റോൾ നടത്തിയതിന് ശേഷം ബ്ലഡ് ഇവിടെ സിസ്റ്റോൾ നടത്തുമ്പോൾ ബ്ലഡ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും, രണ്ട് സ്ഥലത്തും ഇങ്ങോട്ടേക്ക് ഈ രണ്ട് ബ്ലഡ് വെസലിലേക്കും ഫ്ലോ ചെയ്യും. അതിനുശേഷം അവർ ബാക്ക് ടു നോർമൽ പൊസിഷനിൽ പോകുന്നതിനാണ് നമ്മൾ അവരുടെ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റോളും ഡയസ്റ്റോളും എങ്ങനെ പ്രോപ്പർലി നടക്കുന്നു എന്നതും കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ഏട്രിയോ വെൻട്രിക്കിൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഏറ്റവും ആദ്യം നമുക്ക് എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നറിയോ? ജോയിന്റ് ഡയസ്റ്റോളിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ഹാർട്ടിന്റെ നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലേ, അപ്പൊ ഒരു ഹാർട്ട് ബീറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു സർക്കുലേഷൻ കഴിഞ്ഞു. ഒരു സർക്കുലേഷൻ കഴിഞ്ഞ് എല്ലാവരും 4 പേരും ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കുക. ആരും എന്ത് ചെയ്യുന്നില്ല? ആരും കൺട്രാക്ട് ചെയ്യുന്നില്ല. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. അപ്പം 4 പേരും ഇങ്ങനെ ആരും കൺട്രാക്ട് ചെയ്യേണ്ട, എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോയിന്റ് ഡയസ്റ്റോള് എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുക? ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്ത് ബ്ലഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. അതായത് നമ്മളുടെ വീനക്കാവേന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരും. അതേപോലെ പൾമോണറി വെയിനിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുന്ന സമയമാണ്. ആൻഡ് ഈ 2 വാൽവുകളും ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ജോയിന്റ് ഡയസ്റ്റോൾ ആണ്, അവർ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. സോ ഈ 2 ബ്ലഡ് വെസൽ വഴി ഏട്രിയത്തിലേക്കും ആ ഏട്രിയത്തിന്റെ ഇടയിലുള്ള വാൽവുകൾ വഴി 2 ബ്ലഡ് വെസലിലേക്ക് 2 വെൻട്രിക്കിൾസിലേക്കും ബ്ലഡ് എത്തുന്ന സമയമാണ് ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ജോയിന്റ് ഡയസ്റ്റോൾ എല്ലാവരും ബ്ലഡ് ഒക്കെ ഫിൽ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബ്ലഡ് വെൻട്രിക്കിൾസ് എത്തി, വെൻട്രിക്കിൾ ഫുൾ തിക്കായിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ എസ് എ നോട് എന്ത് ചെയ്യുന്നത്? എസ് എ നോട് ഒരു എക്സൈറ്റേഷൻ, ഓട്ടോ എക്സൈറ്റബിൾ ആണല്ലോ, അപ്പൊ അടുത്ത കൺട്രാക്ഷനുള്ള സമയമായി, അടുത്ത സൈക്കിളിനുള്ള സമയമായി. ആ സമയത്താണ് നമ്മുടെ എസ് എ നോട് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മുടെ ഏട്രിയത്തിന്റെ ബോളിൽ ഫുൾ സ്പ്രെഡ് ആയി. അപ്പൊ ഈ 2 ഏട്രിയം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. ക്ലിയർ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏട്രിയൽ സിസ്റ്റോൾ ആണ്. ഏട്രിയൽ സിസ്റ്റോൾ അത് എസ് എ നോട് കാരണമാണ് സംഭവിക്കുന്നത്. ക്ലിയർ? അപ്പം ആ ഏട്രിയം രണ്ടും കൺട്രാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് ബ്ലഡ് ഓൾമോസ്റ്റ് തൊട്ട് മുൻപ് ആദ്യത്തെ നമ്മളുടെ ഡയസ്റ്റോൾ ഫേസിൽ, ജോയിന്റ് ഡയസ്റ്റോൾ ഫേസിൽ ഓൾമോസ്റ്റ് ഒരു 30% ബ്ലഡ് മാത്രമേ വെൻട്രിക്കിൾസിൽ എത്തിയുള്ളൂ. പക്ഷെ ഇവർ നല്ലപോലെ കൺട്രാക്ട് ചെയ്ത സമയത്ത്, ഏട്രിയം കൺട്രാക്ട് ചെയ്ത സമയത്ത് ഒരു ഓൾമോസ്റ്റ് 70%, ബാക്കി ബ്ലഡും കൂടി ഇവിടേക്ക് ഫിൽ ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ആ ഒരു സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഇവിടെ ബ്ലഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വാൽവുകൾ അടയുന്നുണ്ട്, തിരിച്ച് ബ്ലഡ് തിരിച്ച് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ എസ് എ നോട് ജനറേറ്റ് ചെയ്ത ആക്ഷൻ പൊട്ടൻഷ്യൽ ഈ പറഞ്ഞ എ വി ബണ്ടിൽ ആൻഡ് പർക്കിഞ്ചി ഫൈബേഴ്സ് വഴി നമ്മുടെ വെൻട്രിക്കിൾസിന്റെ ബോൾസിലേക്ക് സ്പ്രെഡ് ആയത്. അപ്പൊ വെൻട്രിക്കിൾസിന്റെ ബോൾസിലേക്ക് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഇമ്പൾസ് കിട്ടിയത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജിൽ ഓൺ ദി സ്പോട്ടിൽ അവർ എന്ത് ചെയ്യും? ആ സിഗ്നൽ അവരുടെ ബോൾസിൽ കിട്ടിയതിന് ശേഷം വെൻട്രിക്കിൾസ് എന്ത് ചെയ്യും? വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യും. അതിനാണ് നമ്മൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തു. ആ സമയത്തേക്ക് ഇവിടുത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ വാൽവ് രണ്ടും ക്ലോസ് ആയിട്ടുണ്ട്, ഇവിടുത്തെ വാൽവ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ
ഇവിടെ താഴെയുള്ള ബ്ലഡ് വെസൽ, അതായത് പൾമണറി ആർട്ടറിയും അതേപോലെ അയോട്ട, അവിടേക്ക് ഇവിടുന്ന് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യും, ഇവിടുന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യും. ഇവര് രണ്ടും കൺട്രാക്ട് ചെയ്തു, ബ്ലഡ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തു. ക്ലിയർ? അതാണ് ആക്ച്വലി വെൻട്രിക്കുലർ സിസ്റ്റോളിന്റെ സമയത്ത് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുക, ആദ്യം ജോയിന്റ് ഡയസ്റ്റോൾ ആണ്, അതിനുശേഷം നമ്മുടെ ഏട്രിയം കൺട്രാക്ട് ചെയ്തു, ഏട്രിയൽ സിസ്റ്റോൾ അല്ലേ. അപ്പൊ ആ ഏട്രിയം കൺട്രാക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഏട്രിയത്തിന്റെ അവസ്ഥ എന്താ? ഓൺ ദ സ്പോട്ടിൽ തന്നെ നെക്സ്റ്റ് സെക്കൻഡിൽ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വെൻട്രിക്കിൾസ് ഇവിടെ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏട്രിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഏട്രിയം ഓൾറെഡി ഡയസ്റ്റോളായി, ഏട്രിയത്തിന്റെ സിസ്റ്റോൾ കഴിഞ്ഞ് ഏട്രിയം ഡയസ്റ്റോളിലേക്ക് പോയി. സോ ഇതിനിടയ്ക്ക് ഏട്രിയത്തിന്റെ ഡയസ്റ്റോൾ സംഭവിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുക. ആൻഡ് ഈ പറഞ്ഞ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തു, ബ്ലഡ് വെസലിലേക്ക് ഫ്ലോ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജിൽ തന്നെ എന്താണ്? വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ സംഭവിച്ചു. ഓക്കെ, അപ്പൊ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തിട്ട് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ സംഭവിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ഏട്രിയം ഏത് ഫേസിൽ തന്നെ ഇരിക്കുന്നത്? നമ്മുടെ ഏട്രിയം ഓൾറെഡി കൺട്രാക്ട് ചെയ്ത് അവർ റിലാക്സ് ചെയ്ത് ഓൾറെഡി ഇരിക്കുകയാണ് അല്ലെ. സോ ഈ ഒരു സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ജോയിന്റ് ഡയസ്റ്റോൾ സ്റ്റേജാ. ആദ്യം നമ്മുടെ ഏട്രിയം കൺട്രാക്ട് ചെയ്തു, ഏട്രിയം ഡയസ്റ്റോളിൽ പോകുന്നു, അപ്പം വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നു, പിന്നെ വെൻട്രിക്കിൾ ഡയസ്റ്റോളിൽ പോകുന്നു. ഈ സമയം ഓൾറെഡി നമ്മുടെ ഏട്രിയം ഡയസ്റ്റോളിൽ ഇരിക്കുകയാണ്. ഈ ഒരു സമയമാണ് നമ്മളുടെ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. എന്ന് വെച്ചാൽ വീണ്ടും ബ്ലഡ് ഫിൽ ചെയ്ത് അടുത്ത പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നതാണ് അർത്ഥം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ ആക്ച്വലി നമ്മളുടെ ഹാർട്ടിന്റെ കൺട്രാക്ഷൻ. ഇത് ക്ലിയർ ആണോടാ? ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? സപ്ന, ആ ന്യൂസ് വരട്ടെ, അതിനുശേഷം മാത്രം അതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് വിചാരിച്ച് ഇപ്പൊ പഠിക്കാതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പത്തെ ഓർഡർ പ്രകാരം സൺഡേ നമ്മളുടെ റീനീറ്റ് എക്സാം ആണ്. ക്ലിയർ? റീനീറ്റ് എക്സാം ആണ്, അതിനൊരു മാറ്റം ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ആ ഒരു നെഗറ്റീവ് ന്യൂസ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? യെസ്, ക്ലിയർ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക, 4 ദിവസത്തേക്ക് ഒന്ന് റിവൈസ് ചെയ്യുക, ഇനിയും മറന്ന് തെറ്റിക്കരുത്. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്തോളൂ. ഡ്യൂറിങ് വെൻട്രിക്കുലർ സിസ്റ്റോൾ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്താണ് സംഭവിക്കാന്ന് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്യാം. വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ് നമ്മളുടെ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്ന സമയം. ഓക്കെ, താങ്ക് യു, ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, അപ്പൊ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? അതായത് ഇമാജിൻ ചെയ്യാ, ഇത് രണ്ടും ആ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? Oxygenated blood is pumped into aorta and deoxygenated blood is pumped into the pulmonary artery. Oxygenated blood is pumped into pulmonary artery. Deoxygenated blood is pumped into artery. Oxygenated blood aortയിലേക്ക്, deoxygenated blood pulmonary vein-ലേക്ക്, oxygenated blood pulmonary vein-ലേക്ക്, deoxygenated blood pulmonary artery-ലേക്ക്. So please attend. Okay, confusion ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് അല്ലേ? ഓക്കെ, അതായത് അയോട്ടയിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി ത്രൂ ലങ്സിലേക്ക് പോകുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following events do not occur during joint diastole? All 4 chambers of heart are in relaxed state. Tricuspid and bicuspid walls open. Action potential is conducted from SA node to AV node. Blood from the pulmonary veins and vena cava flows into the left and right ventricle respectively through the left and right atria. The semilunar walls are closed. Answer you. Which of the following events do not occur during joint diastole? Do not occur during joint diastole. Joint diastole അറിയാം, ആ സമയത്ത് സംഭവിക്കാത്ത പ്രോസസ്. All 4 chambers of heart are in relaxed state. Tricuspid and bicuspid walls are open. Action potential is conducted from SA node to AV node. Blood from the pulmonary veins and vena cava flows into left and right ventricles respectively through left and right atria. The semilunar walls are closed. ആൻസർ പറയൂ. രണ്ടുപേർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആൻസർ ചെയ്യൂ. എല്ലാവരും, all of you should answer. All of you should answer. Everybody should answer.
only 2 answers. Why? ആകെ 2 പേരെ ആൻസർ ചെയ്തിട്ടുള്ളൂ. മക്കളെ എല്ലാവരും ആൻസർ ചെയ്യൂ. Everybody should answer. Do it fast. Come on. Quick. Come on. Why? ഒരുപാട് പേര് ക്ലാസ് കാണുന്നുണ്ട്, ബട്ട് സ്ട്രെങ്ത് ഓഫ് ദോസ് ഹു ആർ ആൻസറിങ് അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃഷ്ണ, അഫ്ന, വേറെ ആർക്കും ആൻസർ ഇല്ല? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറയൂ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറയൂ. ദ ആൻസർ ഇസ് 3 അല്ലേ? റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ് എല്ലാ ചേമ്പേഴ്സും. 2 വാൽവുകളും ഓപ്പൺ ആണ്. നമ്മുടെ വീനക്കാവ് ആൻഡ് പൾമണറി വെയിൻ വഴി എത്തുന്ന ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് ഏട്രിയം വഴി എത്തുന്നു. പക്ഷെ സെമി ലൂണാർ വാൽവുകൾ ക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എന്താണ്, SA നോഡിന്ന് എവി നോഡിലേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നില്ല. അത് കൺട്രാക്ഷന്റെ സമയത്ത്, സിസ്റ്റോളിന്റെ സമയത്താണ് സംഭവിക്കുക. സോ ഓൺലി 3 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, the below figure is the diagrammatic representation of standard ECG. Okay, ECG ഇതാണ്. അപ്പൊ P wave, QRS complex, T wave, ventricular depolarization, atrial depolarization, ventricular repolarization. Match you. Match. ദേ match you. Match it fast. പെട്ടെന്ന് മാച്ച് ചെയ്യണേ. കൺഫ്യൂഷൻ ഉണ്ട്. നാഫി ഇപ്പൊ ജോയിൻ ചെയ്ത ആളാണെങ്കിൽ നമ്മളൊരു 5 minutes മുമ്പ് ഇത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുക കേട്ടോ. അതൊന്ന് കണ്ടിട്ട് ആൻസർ ചെയ്യുക. ഇനി അതും കൺഫ്യൂഷൻ തീരുന്നില്ല എങ്കിൽ നമ്മൾ 1 ഷോട്ട് എടുത്തിട്ടുണ്ട് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ചാപ്റ്ററിൽ, ഇതേ ചാനലിൽ തന്നെ. അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, കാരണം ഇനിയും നമുക്കത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയമില്ല. കുറച്ച് നേരം മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തോളൂ, ഒരു 5 minutes ബിഫോർ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. അതൊന്ന് കാണുക. ഓക്കെ, ഇനി അല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ ഓപ്ഷനിലാണ് ഡൗട്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കാമേ. യെസ്, P wave atrial depolarization, QRS ventricular depolarization, T ventricular repolarization. Fine. Okay, അടുത്തത്, which of the following option represent the pulmonary circulation in human being? Okay, human being ഇൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. പൾമണറി സർക്കുലേഷൻ ഇൻ ഹ്യൂമൻ ബീങ്. പൾമണറി ആണ്, നമുക്ക് ഡബിൾ സർക്കുലേഷൻ ആണ്. പൾമണറി ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ട്. അപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ പൾമണറി സർക്കുലേഷൻ ഏത് പാത്വേ ത്രൂ ആണ് നടക്കുന്നത്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ഹാർട്ട് അല്ലേ? ഓക്കെ, ഓക്കെ, സി റൈറ്റ്. അതായത് ലങ്സ് ആൻഡ് ഹാർട്ട് ഇൻ ബിറ്റ്വീൻ ആണ് നടക്കുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിൽ പോകുന്നു, അവിടെ നിന്ന് ഓക്സിനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഓറിക്കിളിൽ പോകുന്നു. ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി നമ്മൾ സിസ്റ്റമിക് ആണ് പറയുക. റൈറ്റ്. അപ്പൊ അടുത്ത ചോദ്യം, എ സ്പെഷ്യൽ കോറോണറി സിസ്റ്റം ഓഫ് ബ്ലഡ് വെസൽ പ്രസന്റ് ഇൻ ആ ബോഡി എക്സ്ക്ലൂസീവ്ലി ഫോർ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ടു ആൻഡ് ഫ്രം ദി കോറോണറി സിസ്റ്റം. കോർണിയോസൈറ്റ്സ്, കോർണിയ, കോറൈസൈക്കിൾ, ഹാർട്ട് ഓർ കാർഡിയാക് മസ്കുലേച്ചർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. കാർഡിയാക് സിസ്റ്റം അല്ല, സോറി, കൊറോണറി സിസ്റ്റം എവിടേക്കാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്? സിമ്പിൾ, സില്ലി ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഹാർട്ട് ഓർ കാർഡിയാക് മസ്കുലേച്ചർ ആണ് അല്ലെ കൊറോണറി സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത്, അമോണിയ ആൻഡ് എക്സ്ക്രീഷൻ ചാപ്റ്റർ. അമോണിയ ആൻഡ് യൂറിയ വേസ്റ്റ് പ്രൊഡക്ട്സ് ഡിറൈവ്ഡ് ഫ്രം ദ മെറ്റബോളിക് ബ്രേക്ക് ഡൗൺ ഓഫ്. അമോണിയയും യൂറിയയും മെറ്റബോളിക് ബ്രേക്ക് ഡൗൺ ഓഫ് എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ്? എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആണ് നമ്മുടെ അമോണിയ ആൻഡ് യൂറിയ എന്ന് പറയുന്നത്. അത് എന്തിന്റെ ബ്രേക്ക് ഡൗൺ എന്നാണ് ഫോം ചെയ്യുന്നത്? ലിപ്പിഡ്സ്, carbohydrates, proteins, sugars. Come on, വേഗം ചെയ്യൂ മക്കളെ, വേഗം. ഡിയും ബിയും ഒക്കെ വരുന്നുണ്ടല്ലോ. ഹൗ?
പ്രോട്ടീൻ. ഒരു ആൻസറേ ഉള്ളൂ, പ്രോട്ടീൻ. അമോണിയ ആൻഡ് യൂറിയ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഓക്കെ, വേഗം ആൻസർ ചെയ്യൂ. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? മെനി ബോഡി ഫിഷസ്, aquatic amphibians and aquatic insects are ammonitic. Ammonia is readily soluble. Ammonia is generally excreted by body surface or through gills as ammonium ions. All of the above. Okay, ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. Correct statements. Sia. Muhammad. Correct statements. Ada correct statement കണ്ടുപിടിക്കൂ. Correct statement. B. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്? ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്നാണോ പറയുന്നത്? നിങ്ങളിത് പ്രോപ്പർ ആയിട്ട് വായിക്കുന്നില്ല. What are you doing? What are you doing? Are you not reading this properly? അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റ കുട്ടി ആൻസർ പറഞ്ഞില്ല. സോ സാഡ്, സോ സാഡ്. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. only 4 days remaining for your exam. ഞാൻ നിങ്ങളുടെ കോൺഫിഡൻസ് കളയല്ല. എന്താണത്? എയും ബിയും സിയും വായിക്കുമ്പോൾ തന്നെ പോയിട്ട് ആൻസർ മാർക്ക് ചെയ്യുന്നത്? ഇതിലെന്താ സിമ്പിൾ അല്ലേ? ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, മെനി ബോണി ഫിഷസ്, aquatic amphibians, aquatic insects are ammonitic. അതിലെന്താണ് പ്രശ്നം? അടുത്തത് അമോണിയ ഇസ് റെഡിലി സോളിബിൾ അല്ലേ? അമോണിയ വെള്ളത്തിൽ സോളിബിൾ ആയതുകൊണ്ടല്ലേ aquatic organisms അമോണിയനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് അമോണിയ ഇസ് ജനറലി എക്സ്ക്രീറ്റഡ് ബൈ ബോഡി സർഫസ് ഓർ ത്രൂ ഗിൽസ് ആസ് അമോണിയം അയോൺസ്. ഇത് ഇൻട്രൊഡക്ഷൻ അല്ലേ? ഇത് ഇൻട്രൊഡക്ഷനിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? ഇതിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആവേണ്ട ആവശ്യമുള്ളൂ. ദിസ് ആർ ജസ്റ്റ് ബേസിക്സ്. എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ഓഫ് ദി എബോവ്. എങ്ങനെയാണ് ഇത് തെറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. തീരെ ബേസ് ഇല്ലാതെയാണോ ഈ ചാപ്റ്ററിന്? ഇത് അറിയില്ലാതെയാണോ ബാക്കി നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല. ഓക്കെ, നെക്സ്റ്റ്. All of the following structures are situated in the renal cortex except renal cortex medulla ഉണ്ട്. അപ്പം ഇതിൽ ആരൊക്കെയാണ് കോർട്ടെക്സിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എക്സെപ്റ്റ് എന്ന് വെച്ചാൽ കോർട്ടെക്സിൽ സിറ്റുവേറ്റ് ചെയ്യാത്ത ഒരാളുണ്ട്. അതാരാണ്? ലൂപ്പ് ഓഫ് ഹെൻലി, മാൽഫിജിൻ, കോർപ്പസൽ, PCT ആൻഡ് DCT. കോർട്ടെക്സിൽ സിറ്റുവേറ്റ് ചെയ്യാത്ത കിഡ്നി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ പുറമേ ഉള്ളത് കോർട്ടെക്സ്, ഉള്ളിലുള്ളത് മെഡുല്ല അല്ലെ? പുറത്തുള്ളത് കോർട്ടെക്സ്, ഉള്ളിലുള്ളത് മെഡുല്ല. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? All of the following structures are situated in renal cortex except എന്ന് വെച്ചാൽ മെഡുല്ലയിൽ ഇരിക്കുന്ന ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഡുല്ലയിൽ ഇരിക്കുന്ന ആരാണ്? മെഡുല്ല. മണ്ടത്തരം വിളിച്ചു പറയരുത്. മെഡുല്ലയിൽ ഇരിക്കുന്നത് ആരാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. മെഡുല്ലയിൽ ഇരിക്കുന്നത് ആരാണ്? ഡിയും ബിയും 1 ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയല്ലേ മക്കളെ വരയ്ക്കുക? നോക്ക്, ഇങ്ങനെയാണ് വരയ്ക്കുക. റൈറ്റ്. അപ്പൊ ആരാണ് കോർട്ടെക്സിൽ വരുന്നത്? ഓക്കെ, ആരാണ് കോർട്ടെക്സിൽ വരുന്നത്? ആരാണ് മെഡുല്ലയിൽ വരുന്നത്? ബോത്ത്. ഹിലാൽ, ബോത്ത്. ഓക്കെ, രണ്ടുമാണ്. ഹിലാൽ, ബോത്ത്. നോക്ക്, ആരാണ് കോർട്ടെക്സിൽ വരുന്നത്, ആരാണ് മെഡുല്ല വരുന്നത്? നോക്ക്, PCT, DCT, മാൽഫിജിയൻ അതായത് ബൊമാൻസ്, ക്യാപ്സുൽ, ഗ്ലോമറുലസ് എല്ലാം എവിടെ വരുന്നു? കോർട്ടെക്സിൽ വരുന്നു. ഹെൻലീസ് ലൂപ്പാണ് എവിടേക്ക് വരുന്നത്? മെഡുല്ലയിൽ വരുന്നത്. ഓക്കെ, സോ ലൂപ്പ് ഓഫ് ഹെൻലി. വെരി ഗുഡ്. അടുത്ത ചോദ്യം. Match the following. Column 1 with column 2. Delivers blood to glomerulus, carries urine to pelvis, also acts in water reabsorption, collects filtrate from Bowman's capsule, loop of Henle. ഇപ്പുറത്തെ ascending and descending limb, renal artery, collecting duct, PCT. Okay. Match ചെയ്യൂ. പറഞ്ഞു തന്ന രീതിയിൽ മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. ബി മാച്ച് ചെയ്തിട്ട് കാര്യമില്ല. 3 3 വരുന്നുണ്ട്. C 2 2 വരുന്നുണ്ട്. D 2 1 വരുന്നു. എയുടെ കേസിലും 2 2 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും 2 ഓപ്ഷൻ മാച്ച് ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ മാച്ച് ചെയ്തോളൂ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നിങ്ങൾ മാക്സിമം പെട്ടെന്ന് ചെയ്താൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാണ്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട വരും കേട്ടോ. ഓക്കെ, അപ്പം നോക്കാം.
delivers blood to glomerulus. Renal artery ആണ് ഗ്ലോമറുലസിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്നത്. carries urine to pelvis, also acts in collecting duct ആണ്. collects filtrate from Bowman's capsule. ആരാണത്? PCT. Loop of Henle, ascending and descending limb ഉണ്ട്. Okay. So right answer is option A. അടുത്ത ചോദ്യം, which of the following statement is correct? Renal vein take blood away from the kidney. Loop of Henle conserves water. Podocytes occur in inner wall of Bowman's capsule. Ultrafiltrate nephric filtrate is plasma minus proteins. Proteins ഇല്ലാത്ത പ്ലാസ്മേനെയാണ് നമ്മൾ ultrafiltrate ആയിട്ട് നെഫ്രോണിൽ വരുന്ന ultrafiltrate. After glomerular filtration, ultrafiltration നടന്നു കഴിയുമ്പോൾ കിട്ടുന്ന filtrate എന്ന് പറയുന്നത് plasma minus proteins ആണ്. Filtrateന്റെ composition. So which of the following statements are correct? ഇതിലെ correct statement ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. Okay. So let me see. ആരാണ് first answer ചെയ്യുന്നത് നോക്കട്ടെ. Give me quick answers. പെട്ടെന്ന്. Option A. Gayatri. Option A. ഇത് നിങ്ങൾ ഈ ക്വസ്റ്റിന്റെ ഉത്തരമാണോ പഴയ ക്വസ്റ്റിന്റെ ഉത്തരമാണോ പറയുന്നത്? ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്? ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓപ്ഷൻ എ? ആൻസർ ഇല്ലേ? എടാ ഓരോ സെന്റൻസും ഒന്ന് വായിക്കുക. ബെസ്റ്റ്. തെറ്റാണ്, നല്ല പൊട്ട തെറ്റാണ്. റീനൽ വെയിൻ ടേക്ക് ബ്ലഡ് അവേ ഫ്രം ദി കിഡ്നി അല്ലെ? റീനൽ ആർട്ടറി ബ്ലഡ് കൊണ്ടുവരുന്നു, കിഡ്നിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് റീനൽ വെയിൻ ആണ്. കറക്റ്റ് ആണ്. ലൂപ്പ് ഓഫ് ഹെൻലി കൺസേർവ്സ് വാട്ടർ, അതിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. പോഡോസൈറ്റ്സ് ഒക്കർ ഇൻ ഇന്നർ വോൾ ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ അല്ലേ മക്കളെ? ബൊമാൻസ് ക്യാപ്സ്യൂള് ഇൻട്രിൻസിക് രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫിൽട്രേഷൻ സ്ലിറ്റ് പോർസ് ഉള്ള പോഡോസൈറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലേ ഉള്ളത്? അൾട്രാ ഫിൽട്രേറ്റ് നെഫ്രിക് ഫിൽട്രേറ്റ് അതിൻ്റെ ഉള്ളിൽ പ്ലാസ്മ മൈനസ് പ്രോട്ടീൻസ് ആണ്. അതായത് ബ്ലഡിലെ പ്ലാസ്മയാണ് അതിൽ നിന്ന് വരുന്നത്. പക്ഷെ ആ പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് ഗ്ലോബുലിൻസ്, ഫൈബ്രിനോജൻസ് ആൻഡ് ആൽബുമിൻ ഈ പറഞ്ഞ ഫിൽട്രേറ്റിലേക്ക് വരുന്നില്ല. അതിനെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് എടുത്ത് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ആ പ്ലാസ്മയിലെ ബാക്കി കോമ്പണൻസ് മാത്രമാണ് ഫിൽട്രേറ്റ് ആയിട്ട് വരുന്നത്. അതും ശരിയാണ്. എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയില്ല. പിന്നെയും ബാലാജി, ഇറ്റ്സ് നോട്ട് എ, ഇറ്റ്സ് ഡി. ഓൾ ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. Okay guys, okay, fine. Maybe it will be a lag in the comment. Okay, I thought again you are doing mistakes. നിങ്ങൾക്ക് വിഷമായി പോയി, നിങ്ങൾ എല്ലാ ചോദ്യത്തിനും തെറ്റിക്കാണല്ലോ എന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മേ ബി ദിസ് വൺ കമന്റ് ബോക്സിൽ വരുന്ന ഒരു ലാഗ് ആയിരിക്കും. ഐ തോട്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും തെറ്റിക്കുകയാണ് എന്ന് വിചാരിച്ചു. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസേഴ്സ് നിങ്ങൾ പറഞ്ഞു കഴിയൂ. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. കഴിഞ്ഞു എന്ന് കരുതുന്നു. സോ മൂവിങ് ഓൺ. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ആൻസർ ഇസ് ഡി. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂസ്. ഫൈൻ. നമ്മൾ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്താണല്ലോ. സോ ദർ മൈറ്റ് ബി നെറ്റ്വർക്ക് ഇഷ്യൂസ്. നെറ്റ്വർക്ക് സ്ലോ ആയിട്ടുണ്ടാകാം. ഓക്കെ ഫൈൻ. അപ്പൊ അടുത്ത ചോദ്യം എടുത്തോട്ടെ. കേട്ടോ. Juxtaglomerular apparatus, a special sensitive cellular region is formed in PCT and DCT. PCT and DCT at the location of their contact. PCT and loop of Henle at the location of their contact. DCT and afferent arteriole at the location of their contact. So give me answer for this question. So give me answer for this question. Is it D?
Yes, DCT and afferent arteriole at the location of their contact. Good, good. So next question. In which of the following counter current operates? ഇതിൽ എവിടെയാണ് counter current operate ചെയ്യുന്നത്? In ascending loop of Henle, in descending limb of loop of Henle, in ascending limb or descending limb of vasa recta, between two limb of Henle's loop and those of vasa recta. ഇതിൽ എവിടെയാണ് counter current operate ചെയ്യുന്നത്? Counter current. Counter current. Find out the answer. Again, you are giving the answer D. Gayatri, Anna, Shwetha, Muhammad. Okay. 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 Yes, D. Very good, very good. അടുത്ത ചോദ്യം. Antidiuretic hormone ADH secretion increases when the hypothalamus is stimulated by. Antidiuretic hormone അതായത് ADH secretion, antidiuretic hormone ADH secretion increases when the hypothalamus is stimulated by. എപ്പോഴാണ് അത് ഇൻക്രീസ് ചെയ്യുക? Angiotensin receptors, glucose receptors, osmoreceptors, renin receptors. Okay. Hypothalamus stimulate ചെയ്യുന്നത് ഏത് receptors ആണ്? Simple question. Yes, very good. Who did that? Anna, for the first time. അന്നയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. Osmoreceptors. Simple ആണ് അല്ലേ? Osmoreceptors. Okay, അടുത്ത ചോദ്യം. The outline of principal event of urination is given below in unordered manner. അതായത് ഓർഡർ തെറ്റിച്ചിട്ട് നമ്മളുടെ micturiation events കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് കറക്റ്റ് ഓർഡറിലാക്കാം. Stretch receptors on the wall of urinary bladder sends signals to CNS. The bladder fills with urine and becomes distended. Micturition സംഭവിക്കും. Micturition എന്ന് വെച്ചാൽ just a process of release of urine ആണ്. CNS pass on motor messages to initiate the contraction of smooth muscles of bladder and simultaneous relaxation of urethral sphincter. The correct order of steps for urination is. ഏതാണ് ഈ micturition ആണോ? എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൈൻ, എക്സ്പ്ലെയിൻ ചെയ്യാം. നോ ഇഷ്യൂസ്, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ യൂറിനറി ബ്ലാഡർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, യൂറിനറി ബ്ലാഡർ. ഫൈൻ, ഇത് യൂറിനറി ബ്ലാഡർ ആണ്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു മിനിറ്റ്. ഓക്കെ, കിഡ്നി ആണേ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, രണ്ട് കിഡ്നി എന്ന് പറയുന്ന യൂറിറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, ഓപ്പണിംഗ് ആയിട്ടുള്ള യൂറീത്ര. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് വൺ. Antidiuretic hormone secretion increases when the hypothalamus is stimulated by. അതായത് ആക്ച്വലി നമ്മളുടെ ഓസ്മോ റെഗുലേഷൻ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലേ? ഓസ്മോ റെഗുലേഷൻ നടത്തുന്ന ആൾക്കാരാണ് ആന്റിഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ. ആന്റിഡയൂറസിസ് അതായത് ഡയൂറസിസ് നടക്കാണ്ട് വാട്ടർ പ്രിസർവ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് യൂറിൻ ആക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ആന്റി ഡയൂറസിസ് ആണ് അവർ ചെയ്യുക. ഓക്കെ, അപ്പം അവർക്ക് ആന്റിഡയൂററ്റിക് ഹോർമോൺ റിലീസ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ യൂറിൻ കോൺസെൻട്രേറ്റ് ആക്കണമെങ്കിൽ ഓസ്മോ റെഗുലേഷന്റെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ സൊല്യൂട്ടിന്റെ ഒക്കെ അളവ് കാണിച്ചുകൊണ്ട് ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആള് ഓസ്മോ റെഗുലേഷന്റെ ലൈക്ക് സൊല്യൂട്ട് കോൺസെൻട്രേഷന്റെ ഒക്കെ സിഗ്നൽ ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ അത് സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സിന്റെ പേര് ഓസ്മോ റിസപ്റ്റേഴ്സ് എന്നാണ്. ഓക്കെ, അതായത് നമ്മളുടെ വാട്ടർ സോൾട്ട് ബാലൻസ്
അതാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. വാട്ടർ സോൾട്ട് ബാലൻസ് താളം തെറ്റുമ്പോഴാണ് നമ്മളെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാണെന്ന്. ദാറ്റ് ഡസ് നോട്ട് നീഡ്. ഓക്കെ, അപ്പൊ ഇതെന്താണെങ്കിലും നിങ്ങൾ ഓർഡറിലാക്കൂ. ഇത് ഓർഡറിലാക്കൂ കേട്ടോ. ഇതിന്റെ ആൻസർ ആണ് സി പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ബ്ലാഡർ ഇങ്ങനെ ഫിൽ ആയിക്കൊണ്ടിരിക്കും. ഫിൽ ആവുന്നതിനനുസരിച്ച് യൂറിനറി ബ്ലാഡർ ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ യൂറിനറി ബ്ലാഡറിലുള്ള റിസപ്റ്റേഴ്സ്, സ്ട്രെച്ച് റിസപ്റ്റേഴ്സിന് ആ കാര്യം മനസ്സിലായിട്ട് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും. ആ സമയത്ത് തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ സെൻസറി മോട്ടോർ മെസ്സേജ് അല്ല സെൻസറി മെസ്സേജ്, തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത് മോട്ടോ മെസ്സേജ്. അപ്പൊ തിരിച്ച് നമ്മുടെ ബ്രെയിൻ മോട്ടോ മെസ്സേജ് കൊടുക്കും. നമ്മുടെ യൂറിനറി ബ്ലാഡറിലുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്യും, സ്മൂത്ത് മസിൽസ്. ആ സമയത്ത് യൂറിത്രൽ സ്ഫിങ്ചർ, ആ അറ്റത്തിരിക്കുന്ന സ്ഫിങ്ചർ റിലാക്സ് ചെയ്യും. ആ സമയത്ത് യൂറിൻ പുറത്തേക്ക് പോകും. ദാറ്റ് ഇസ് മിക്ടുറേഷൻ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. കോളം 1 വിത്ത് കോളം 2, യൂറീമിയ, കീറ്റോനൂറിയ, ഗ്ലൈക്കോസൂറിയ, ബ്ലഡ് ഡയലൈസർ, കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ, ഹെൻലീസ് ലൂപ്പ്, കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ, ആർട്ടിഫിഷ്യൽ കിഡ്നി, ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യുറീമിയ എന്താണ്? അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. കീറ്റോനൂറിയ, കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ, ഗ്ലൈക്കോസൂറിയ, ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, ബ്ലഡ് ഡയലൈസർ, ആർട്ടിഫിഷ്യൽ കിഡ്നി, കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ, ഹെൻലീസ് ലൂപ്പ്. ഓക്കെ, സോ ഇത് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ A5 നോക്കാം. A5, B2, C4, D ഏതാണ്? D3 and E1 അല്ലേ? D3 and E1, ദാറ്റ് ഇസ് ഓപ്ഷൻ എ. വെരി ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യം, കിഡ്നി സ്റ്റോൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ. കിഡ്നി സ്റ്റോൺ, deposition of sand particles, crystallization of calcium oxalate, precipitation of protein, KCl or NaCl. ഇതിൽ എന്താണ് കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറുന്നത്? കിഡ്നി സ്റ്റോൺ Okay, do it fast. Make it fast. Answer. Yes, calcium oxalate crystallization ആണ് kidney stone. അടുത്തത്, calcium binds dash in the skeletal muscles and leads to exposure of the binding site for dash on the filament dash. അടുത്ത ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യൂ. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് 5:30 എനിക്ക് തോന്നുന്നു. by 6 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഹ്യൂമൻ ഫിസിയോളജി. ഓക്കെ, സോ പെട്ടെന്ന് ചെയ്യൂ. പെട്ടെന്ന്. Calcium ion bind dash in the skeletal muscle and leads to exposure of the binding site for dash on the filament dash. Fast. Yes. D ആണോ? ഒരാള് ഡി എഴുതി, അടുത്തയാളും അതേപോലെ തന്നെ ഡി എഴുതണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുമ്പോൾ ഓപ്ഷൻ മാറിപ്പോയതാന്ന് പറയണം. എന്താണേലും തൊട്ട് മുൻപത്തെ ചോദ്യത്തിന് ഉത്തരം ഡി അല്ല, സിയും ഡിയും ഒക്കെ വന്നിട്ടുണ്ട്. വായിച്ചു നോക്കുക. കാൽഷ്യം ബൈൻഡ് ഓൺ ഡാഷ് ഇൻ ദ സ്കെലിറ്റൽ മസിൽസ്. കാൽഷ്യം അയൺ പോയിട്ട് എവിടേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്? നിങ്ങൾ ആക്ടിൻ മയോസിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ ഓപ്ഷൻ നോക്കുക, ട്രോപ്പോണിൻ, ആക്ടിൻ ആൻഡ് ട്രോപ്പോമയോസിൻ. ഇതിൽ എവിടേക്കാണ് പോയിട്ട് കാൽഷ്യം ബൈൻഡ് ചെയ്യുന്നത്? ആൻഡ് ലീഡ്സ് ടു എക്സ്പോഷർ ഓഫ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ ഡാഷ് ഓൺ ദ ഫിലമെന്റ് ഡാഷ്. എന്താണോ തെറ്റിക്കുന്നത്? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ? അപ്പൊ മസിൽ കൺട്രാക്ഷൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്താണ്? മസിൽ കൺട്രാക്ഷൻ അറിയില്ല എങ്കിൽ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾ
നമ്മൾ ഗ്ലോബുലിൻ ഫിലമെന്റ്സിനെ നോക്കുകയാണെങ്കിൽ, ഞാൻ ചെറിയൊരു ഫിലമെന്റ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇതിനെ നോക്കുകയാണെങ്കിൽ അതെ കോൺസെപ്റ്റ് പഠിക്കാണ്ട് നിങ്ങൾക്ക് ഇത്രയും റീനീറ്റിനുള്ള ഒരു ചാൻസ് കിട്ടി. പിന്നെയും എന്താണ് ഇത് പഠിക്കാതിരിക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് വീണ്ടും 1 മാസം സമയം കിട്ടി, എന്നിട്ട് എന്താണ് അറിയില്ലാത്ത കോൺസെപ്റ്റ് പഠിക്കാത്തത്? കോൺസെപ്റ്റ് പഠിക്കേണ്ട എങ്ങനെയാ ക്വസ്റ്റ്യൻ ചെയ്യുക? ആദ്യം കോൺസെപ്റ്റ് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞതാണ്. എല്ലാ ദിവസവും റിവൈസ് ചെയ്യണം ഇത്ര സമയം. 1000 വീഡിയോസിലും ഷോർട്സിലുമാണ് പറഞ്ഞത്. എല്ലാ ലൈവിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് അതിനുള്ളൊരു സമയം ഡെഡിക്കേറ്റ് ചെയ്യണം എന്നത്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ട്രോപ്പോണിൻ 3 യൂണിറ്റ്സ് ആണുള്ളത്. ട്രോപ്പോണിൻ ടി, ട്രോപ്പോണിൻ ഐ, ട്രോപ്പോണിൻ സി. TNT, TNI, TNC. ഓക്കെ, അപ്പൊ ഈ ട്രോപ്പോണിന്റെ TNCയിലേക്കാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുക? കാൽഷ്യം വന്നിട്ട് ബൈൻഡ് ചെയ്യുക. ഓക്കെ, സോ ട്രോപ്പോണിൻ ആണ് ആൻസർ വരുന്നത്. 2 ട്രോപ്പോണിൻ ഉണ്ട്, ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ആൻഡ് exposure of the binding site for dash on the filament, dash ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആക്റ്റിൻ ഫിലമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. സോ exposure of the binding site for myosin. മയോസിന് ആക്ടിന്റെ മുകളിലേക്ക്, ഇവിടേക്ക് ഇങ്ങനെ തലയെടുത്ത് വരുന്ന മയോസിന് ആക്ടിന്റെ മുകളിലേക്ക് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പറയൂ. ആ കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ പോയി പഠിച്ചോളാം. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എ എഴുതിയിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എ എഴുതിയിട്ട് എന്താണ് കാര്യം? ഓക്കെ, അടുത്ത ചോദ്യം. The above figure is related with the myosin monomer, myromyosin ആണ്. Identify A to C. ഇതിൽ ABC ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ABC ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ എക്സാം ഹോളിൽ കൂടെ എല്ലാ ക്വസ്റ്റിനും വായിച്ചിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാൻ ഉണ്ടാവില്ല. അത് നിങ്ങൾ തന്നെ പഠിക്കണം. എല്ലാ ചാപ്റ്ററിന്റെ വൺഷോട്ട് എടുത്ത് തന്നു. ഇപ്പോഴും അത് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് പോർഷനിലാണ് ഡൗട്ട് എന്ന് വെച്ചാൽ അവിടെ പോയി നോക്കാവുന്നതാണ്. ആരും ഡിലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആക്സസ് ഇല്ലാതെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ അതേപോലെ അത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് തെറ്റിക്കുന്നതെന്ന് എനിക്കറിയില്ല. സോ സാഡ് ദാറ്റ് യു ആർ ഡൂയിങ് ദിസ്. ഓക്കെ, യെസ്, ഓപ്ഷൻ സി ആണ്. വേഗം ആൻസർ അറ്റൻഡ് ചെയ്തോളൂ. നിങ്ങൾ സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും കുറവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഹെഡ് ആണ്. ബി ക്രോസ, സി ATP ബൈൻഡിങ് സൈറ്റ്. NCERT-യിൽ ആ ഡയഗ്രാം ആസ് സച്ച് ചോദിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ പാനിക് ആക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. നമുക്ക് 4 days മാത്രമേ ബാക്കിയുള്ളൂ. ആ സീരിയസ്നെസ്സോടുകൂടെ തന്നെ ഇരിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പെട്ടെന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊരു 3-4 hours എടുത്തിട്ട് റിവൈസ് ചെയ്യണം. ബാക്കി സമയം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയി കിട്ടും. ഓക്കെ, അപ്പൊ എവിടെയാണ് ഓരോ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തെറ്റ് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഏരിയാസ് പോയിട്ടൊന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, ആനിമൽ കിങ്ഡത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത് പ്രത്യേകം ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട, പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇനിയും 4 days ഉണ്ട്. അപ്പോൾ ആ 4 days യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ സ്ട്രെസ് ആവുകയോ ടെൻസ്ഡ് ആവുകയോ ആൻസൈറ്റി ഒന്നും എടുത്ത് കൊണ്ടുവരുകയോ ചെയ്യേണ്ട. സ്ലീപ് പ്രോപ്പർലി, ഹാവ് ഗുഡ് ഫുഡ്, നല്ലപോലെ വെള്ളം കുടിക്കുക, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, mentally and physically take care ചെയ്യാം. Okay, which of the following statement about visceral muscles is correct? Visceral muscles base ചെയ്തിട്ടുള്ള question ആണ്. They are non-striated muscles. They are involuntary muscles. They have various functions. All of the above. Yes. Okay, visceral muscles base ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. Non-striated ആണ്, striations ഇല്ല, involuntary ആണ്, പല ഫങ്ഷൻസും ഉണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, റൈറ്റ്. ഗംഗ സി അല്ല ട്ടോ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെർട്ടിബ്ര ഇൻ അഡൽട്ട് ഹ്യൂമൻ ആർ ഫ്യൂസ്ഡ് വൺസ്? ബോൺസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന വെർട്ടിബ്രയിലെ ഏതാണ് ഫ്യൂസ്ഡ് വൺ? thoracic and lumbar, thoracic and cervical, sacral and coccygeal, cervical and coccygeal. Right. ഏതാണ് ഉത്തരം? നെക്സ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം പറയൂ. ഹായ് ഹരി. യെസ്, ഓപ്ഷൻ 3 സേക്രൽ ആൻഡ് കോക്സിജിയൽ ആണ് ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ. സേക്രൽ ആൻഡ് കോക്സിജിയൽ മറക്കരുത്. സേക്രൽ ആൻഡ് കോക്സിജിയൽ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തത്. The accompanying diagram shows right pectoral girdle and upper arm. Okay, identify A to G. കുറേ എണ്ണം ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. This one,
ഇതാണ് എന്ത് എ, ഈ കാണിച്ചിരിക്കുന്നത് ബി, ഇത് സി, ഇത് ഡി ഇ എഫ് ജി എഫ് ജി. ഓക്കെ, അതായത് ഇത്രയും ഭാഗം എഫ്, ഇത്രയും ഭാഗം ജി. ഓക്കെ, അപ്പൊ നോക്കിക്കോളാ ഇപ്പുറത്ത്. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തോളാം കേട്ടോ, ഐഡന്റിഫൈ ചെയ്തോളാം. എ ഐഡന്റിഫൈ ചെയ്യാം, ഏതാണ് നമുക്ക് ഒരുമിച്ച് ഐഡന്റിഫൈ ചെയ്യാം, 2 പേജിൽ കിടക്കുന്നുണ്ട്. സോ എ എന്ന് പറയുന്നത് നമ്മൾ ബ്യൂട്ടി ബോൺ എന്ന് വിളിക്കുന്ന ഈ ഒരു ബോൺ ആണ്, ദാറ്റ് ഇസ് ദ ക്ലാവിക്കിൾ അല്ലേ. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്ക് ക്ലാവിക്കിളിനെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. എ ക്ലാവിക്കിൾ. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് ആക്ച്വലി ആൻസർ കിട്ടി കേട്ടോ, ക്ലാവിക്കിൾ ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ബാക്കി നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ബി, ദിസ് വൺ എന്താണ്, യെസ് സ്കാപ്പുലയാണ്. ഇനി ഈ വലിയ ബോൺ ഹ്യൂമറസ്, ഡി ആൻഡ് ഡി റേഡിയ ആൻഡ് അൾനയാണ് നമുക്കറിയാം. സോ ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന. അടുത്ത കാർപ്പൽസ് ആൻഡ് മെറ്റകാർപ്പൽസ് ആണോ നോക്കാം. യെസ്, ആദ്യം കാണുന്നത് ഇവിടെ ഉള്ളത് കാർപ്പൽസ്, ഇവിടേക്കുള്ളത് മെറ്റകാർപ്പൽസ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ്. ഇതിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം. Scapula has the spine which projects as acromion process. Below acromion process is a glenoid cavity. Each clavicle, that is collarbone, articulates with the acromion. Clavicle is long S-shaped bone with the 4 curvature. ഈ clavicle എന്ന് പറയുന്നത് S-shaped ആണ് with the 4 curvatures. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആൻസർ അറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണ് ഇതിലെ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇതിലെ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, which is a false statement here. ഇതിലെ തെറ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാം. ഫാസ്റ്റ്, ക്വിക്ക് മക്കളെ, വേഗം വേഗം ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യൂ. ഫാൾസ്. മിസ്, ലോങ്സ്റ്റ് ബോൺ ഫീമർ, 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 തുടയില്ല, ഫീമർ ലോങ്സ്റ്റ് ബോൺ. ഓക്കെ, യെസ്. എ അല്ല, നോക്ക്, ഡി അല്ലേ നിങ്ങളുടെ കോളർ ബോണിന് എസ് ഷേപ്പ് ആണോ, എസ് രൂപത്തിലാണോ ഇരിക്കുന്നത്? ആരാണ് എ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഡി ആണ്. ഇതല്ലേ തെറ്റ്, കോളർ ബോൺ എസ് ഷേപ്പ് ആണോ ഇരിക്കുന്നത്? നോ, ഡി. അടുത്ത ചോദ്യം വേഗം മാച്ച് ചെയ്തോളൂ. ജോയിന്റ്സ് ആണ്, ഹിഞ്ച് ജോയിന്റ്, പിവോട്ട് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്, സാഡിൽ ജോയിന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇപ്പുറത്തെ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗർഡിൽ, കാർപ്പിൾസ് ആൻഡ് മെറ്റകാർപ്പിൾസ്, ബിറ്റ്വീൻ കാർപ്പിൾസ്, അറ്റ്ലസ് ആൻഡ് ആക്സിസ്, നീ ജോയിന്റ്. ഓക്കെ, വേഗം മാച്ച് ചെയ്തോളൂ. ഇപ്പുറത്തെ ഓപ്ഷൻ ഉണ്ട്, യാ എ 5 ആണോ 1 ആണോ എന്ന് കണ്ടുപിടിക്കുക. ബി 3. ഓക്കെ, 1 2 2. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തോളൂ വേഗം വേഗം. സോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യൂ, പെട്ടെന്ന്. കോളം 1 വിത്ത് കോളം 2. ഡു ഇറ്റ് ഫാസ്റ്റ്. എ ഞാൻ നോക്കിയിട്ടില്ലേ, എ ആണോ? എ ആണോ? ഒന്നുകൂടെ നോക്കൂ, ഒന്നുകൂടെ നോക്കൂ, ഒന്നും കൂടെ നോക്കിക്കോളൂ. ഒരാള് 1 പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും 1 പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ടോ? നിങ്ങൾ ആ ഒരു ശീലത്തിലേക്ക് പോയോ? കമന്റ് ബോക്സിൽ ഓൺലൈൻ ആയിട്ടല്ല കേട്ടോ എക്സാം എഴുതുന്നത്. ഈ പറഞ്ഞ ആളുകൾ ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ചിന്തിക്കണം. ആ കമന്റ് ബോക്സ് ശ്രദ്ധിക്കല്ലോ. ഒരു ക്വസ്റ്റ്യൻ കണ്ട അത് ഒറ്റയ്ക്ക് ചെയ്യൂ, കമന്റ് ബോക്സിലേക്ക് നോക്കല്ലേ. ഇത് പ്രോപ്പർലി ചെയ്യേ. ഹിഞ്ച് ജോയിന്റ് ഏതാണ്? ഹിഞ്ച് ജോയിന്റ്, നീ ജോയിന്റ്, വിജാഗിരി പോലെ അല്ലെ, ഇങ്ങനെ. ഓക്കെ, അപ്പൊ A5. അപ്പൊ നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. ഇത് 2 നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി B4 ആണോ 3 ആണോ എന്നത് ചെക്ക് ചെയ്യുക. B4 ആണോ? പിവോട്ട് ജോയിന്റ്, ഇറ്റ് ഇസ് ബിറ്റ്വീൻ ദ കാർപ്പൽസ്, ബിറ്റ്വീൻ ദ കാർപ്പൽസ്. B4 ആണ്. സോറി, ഞാനും തെറ്റിച്ചു. ഓക്കെ, ബി ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് C3 D2 E1 ആണോ എന്ന് കൺഫേം ചെയ്യാം. സി ഗ്ലൈഡിങ്, കാർപ്പൽസ്, സാഡിൽ 2, ബോൾ ആൻഡ് സോക്കറ്റ്. യെസ്, ഇവിടെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് വരുന്നത്. പെക്ടോറൽ ഗേർഡിലും ഹ്യൂമറസും ഇവിടെയാണ് നമ്മളുടെ ബോൾ ആൻഡ് സോക്കറ്റ് വരുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം. The neurons in all animals are capable of detecting various stimuli in environment, receiving and transmitting stimuli to CNS, processing various internal and external stimuli. അടുത്ത ചാപ്റ്റർ ട്ടോ.
അടുത്ത ചാപ്റ്റർ, നെക്സ്റ്റ് ചാപ്റ്റർ. നോട്ട് മാം മൈ ഓപ്ഷൻ ഫോർ ദിസ് ഓപ്ഷൻ. ഓക്കെ ഗായത്രി, ഓക്കെ ആയിക്കോട്ടെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇത് അറ്റൻഡ് ചെയ്യൂ. ന്യൂറോൺസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. സോ നമ്മളുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്റർ ആണ്. സോ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ ഡിറ്റക്ടിങ് വേരിയസ് സ്റ്റിമുലൈ ഇൻ എൻവയോൺമെന്റ്, റിസീവിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് സ്റ്റിമുലൈ ടു CNS, processing various internal and external stimuli. Which is the right answer? Yes, option 1. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഗുഡ്. അടുത്തത്, മാച്ച് ദ ഫോളോയിങ്. കോളം 1 വിത്ത് കോളം 2. മൾട്ടിപോളാർ ന്യൂറോൺ, ബൈപോളാർ, യൂണിപോളാർ ന്യൂറോൺ. ഓക്കെ, മാച്ച് ചെയ്യൂ. ഇതാ ഇപ്പുറത്തുണ്ട് കേട്ടോ, ഇപ്പുറത്ത് പ്രോപ്പർ മാച്ച് ഉണ്ട്, ഫൈൻഡ് ചെയ്തോളൂ. പ്രോപ്പർ മാച്ച്, ഇത് പെട്ടെന്ന് മാച്ച് ചെയ്യുക, എന്നിട്ട് അപ്പുറത്ത് നോക്കുക, മാച്ച് ചെയ്യുക, നോക്കുക. യൂണിപോളാർ എവിടെ കാണാം? എംബ്രിയോണിക് സ്റ്റേജ്. ബൈപോളാർ റെറ്റിന ഓഫ് ഐസ്. മൾട്ടിപോളാർ സെറിബ്രൽ കോർട്ടെക്സ്. ആൻസർ ചെയ്താ വരാ? A3, B2, C1, right? Yes. Again, option A. Very good. Balaji. അപ്പോൾ അടുത്ത ചോദ്യം again match the following question ആണ്. Synaptic vesicle, receptors of postsynaptic membrane, electric synapse, chemical synapse. Bind to neurotransmitters, contain neurotransmitters, rare in human system, slow conduction of nerve impulse. ഇപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എന്താണെങ്കിലും പെട്ടെന്ന് മാച്ച് ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ rare in human, electrical synapse അല്ലേ? ഓക്കെ, synaptic vesicle, അതിൻ്റെ ഉള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കണ്ടക്ട് ചെയ്യും. റിസെപ്റ്റർ ഓഫ് പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ, സ്ലോ കണ്ടക്ഷൻ കെമിക്കൽ സൈനാപ്സ് ആണ്. ഇവിടെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യുക. ഓക്കെ, സോ A2, B1, C3, D4. റൈറ്റ് ആൻസർ ഇസ് അഗെയിൻ ഓപ്ഷൻ എ. ഓക്കെ, ഇത് നീറ്റ് എക്സാമിന് അത്ര കോൺഫിഡൻസ് ഇല്ല, എക്സാം എഴുതാൻ. ഗീത സഞ്ജയ്, എന്ത് പറ്റി? ഇതാരാണ്? ഓക്കെ, ഇതാരാണ്? ഒരു ബ്ലസ്സി ബിജു. എൻ്റെ പേരിൽ ആരെങ്കിലും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നതാണോ? ഹു ഈസ് ദാറ്റ്? ഐ തിങ്ക് സം ഫേക്ക് അക്കൗണ്ട് എൻ്റെ പേരിൽ വന്നിരിക്കുന്നു. ഫൈൻ. എന്ത് പറ്റി ഗീത? വൈ? എന്തിനാ കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുന്നത്? 4 ദിവസമല്ലേ, ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട. മാനേജ് യുവർ ഓൺ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമുക്ക് എപ്പോഴും ഇതൊക്കെ കൺട്രോൾ ചെയ്ത് തരാൻ വേറെ ആൾക്കാരുണ്ടായിരിക്കില്ല. ഡോണ്ട് ഡിപ്പെൻഡ് ഫോർ മോട്ടിവേഷൻ ഫ്രം ഔട്ട്സൈഡ്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. നിങ്ങൾക്ക് ഇത്രമാത്രം ആലോചിച്ചാൽ പോരെ. വാട്ട് എവർ ഇറ്റ് ഇസ്, ഈസി ഓർ ഡിഫിക്കൾട്ട്, അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതായത് നിങ്ങൾ എങ്ങനെയാണോ വർക്ക് ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തത്, എന്ത് സ്ട്രാറ്റജിയാണോ ഫോളോ ചെയ്തത്, നിങ്ങളെ എങ്ങനെ ട്രെയിൻ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ, നിങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസ്, നിങ്ങൾക്ക് ആളുകൾ പറഞ്ഞു തന്നു, നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്തു. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ എല്ലാം ഒരു ഔട്ട്കം ആയിരിക്കും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ. ഇനി നമ്മൾ ടെൻഷൻ അടിച്ച കാര്യമില്ല. മേക്ക് യുവർ മൈൻഡ് കൂൾ. മൈൻഡ് കൂളാക്കി വെക്കുക കേട്ടോ. അപ്പം മൈൻഡ് കൂളാക്കി വെക്കുക, എന്താണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ ഒരു വാറിന് ഇറങ്ങിക്കഴിഞ്ഞു, എന്താണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഡു ഓർ ഡൈ മെന്റാലിറ്റിയിൽ വേണം ഇനി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, നമ്മൾ എന്താണെങ്കിലും ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞു. സോ ഇത് നല്ലപോലെ ഫേസ് ചെയ്യും. നമ്മളിപ്പോൾ ഇനിയുള്ള സമയം പഴയതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള സമയം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം, നമ്മളുടെ മാക്സിമം ചെയ്യുക. മറ്റുള്ളവരുടെ റിസൾട്ട് കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. നമ്മൾ പോവുക, നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക, ആ റിസൾട്ട് ഫേസ് ചെയ്യുക. ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും, ടെൻഷൻ അടിക്കേണ്ട. പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നല്ലപോലെ നമുക്ക് കിട്ടും. നമ്മൾ നല്ലപോലെയാണ് എക്സാം ഹാളിൽ പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി അപ്പം നോക്കാം. ഓക്കെ, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ലോകം അവസാനിക്കാൻ പോകുന്ന കേസാണോ? അല്ല, എന്താണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. From the following diagram of axon, terminal and synapse, identify at least 2 correctly labeled structures. Okay, അപ്പം ഇതില് A ഉണ്ട്, B ഉണ്ട്, അതല്ല ആക്ച്വലി B ഇതാണ്. B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. ഇത് അപ്പൊ ഇത് മാച്ച് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് മാച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. രണ്ടും നോക്കിയിട്ട് മാച്ച് ചെയ്യുക.
എന്താണ് എ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ? സൈനാപ്റ്റിക് വെസിക്കിൾ, ന്യൂറോ ട്രാൻസ്മിറ്റർ. രണ്ടിടത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബിയിലും ഡിയിലും. അടുത്ത് നോക്കുക, ബി. അല്ലെങ്കിൽ 1 by 1 ആയിട്ട് ഓരോ ഓപ്ഷൻ നോക്കിക്കോ. എയിൽ പറയുന്നു ബി റിസപ്റ്റർ. ബി റിസപ്റ്റർ ആണോ? അല്ല. ബിയിൽ പറയുന്നു എ സൈനാപ്റ്റിക് വെസിക്കിൾ ആണ്, ഇ റിസപ്റ്റർ ആണ്. യെസ്, കറക്റ്റ് ആണ്, ഈ റിസപ്റ്ററും ബി എന്ന് എ എന്ന് പറയുന്നത് സൈനാപ്റ്റിക് വെസിക്കിൾ ആണ്. ഇനി ഓപ്ഷൻ സി നോക്കുക. പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ ആണ് സി. സി പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ. ഡി കെ പ്ലസ് അയൺസ്. സോറി, കെ പ്ലസ് അയൺസ് ഒന്നും ഇവിടെ ഇല്ല. ഡി എൻ എ പ്ലസ് അയൺസ്. അപ്പൊ തന്നെ സിയും ഡിയും തെറ്റാണ്. സോ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്ക്, എൻ എ പ്ലസ് അയൺസും കെ പ്ലസ് അയൺസും വന്നതുകൊണ്ട് സിയും ഡിയും അവിടെ തന്നെ തെറ്റാണ്. ഓക്കെ, ഇനി ഇത് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. യെസ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, മാച്ച് ദി ഫോളോയിങ്. സെറിബ്രം, cerebral cortex, corpus callosum, association areas. Gray matter of brain, major part of human brain, tract of nerve fibers, neither sensory nor motor in function. Okay, ഇപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്, മാച്ച് ചെയ്യാം. മാച്ച് ചെയ്യൂട്ടോ. മാച്ച് ചെയ്യൂ. എന്താടോ പിന്നെ എയും ബിയും ഒക്കെ വരുന്നേ? അല്ലെ പഴയ ക്വസ്റ്റ്യൻ്റെതാണോ? വീണ്ടും എയും ബിയും ഒന്നും ചെയ്തേക്കല്ലേ. ഒരു ആൻസർ പറയൂ, ഒറ്റ ആൻസർ. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ. ഷുവർ? യെസ്. ഓക്കെ, 2. ഓക്കെ, അടുത്ത ചോദ്യം. Refer to the diagram showing sagittal section of human brain. Okay, identify the parts labeled as A, B, C and D. A, B, C, D. Okay, match you. A എന്ന് പറയുന്നത് സെറിബ്രം, തലാമസ്, കോർപ്പസ് കാലോസം, ഹൈപ്പോതലാമസ്. ഏതാണ്? എ. എ എന്ന് പറയുന്നത് ആക്ച്വലി കോർപ്പസ് കാലോസം ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ദിസ് വൺ. ബി എന്ന് പറയുന്നത് മെഡുല്ല, സെറിബെല്ലം, തലാമസ്, കോർപ്പസ് കാലോസം. തലാമസ്. ഓക്കെ, സി എന്ന് പറയുന്നത് ഏതാണ്? ദിസ് വൺ. സി ഇസ് ദ പോൺസ് റീജിയൻ ആൻഡ് ഒബ്വിയസ്ലി ദിസ് ഇസ് ദ എന്താണ്? സെറിബ്രൽ aqueduct. So right answer is option C. How many of you got the answer? Yes. Fine. അടുത്ത ചോദ്യം. Damage of limbic system would affect the emotional behavior of a person. That is assertion. Reason പറയുന്നു the amygdala is the emotion center of the brain. How will you find the answer for this question? പിന്നെയും ഡിയും സിയും ഒക്കെ വരുന്നുണ്ട്. ഡിയും സിയും ഒക്കെ എങ്ങനെയാ ഇതിൽ വരുന്നത്? എയും സിയും. ഡാമേജ് ഓഫ് ലിംബിക് സിസ്റ്റം വുഡ് അഫക്ട് ദ ഇമോഷണൽ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ. ലിംബിക് സിസ്റ്റം ആണ് നമ്മളുടെ ഇമോഷണൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയാം.
ഒരുപാട് തവണ നീറ്റിന് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അമിഗ്ഡല ഇസ് ദ ഇമോഷൻ സെന്റർ ഓഫ് ദ ബ്രെയിൻ. അതും കറക്റ്റ് ആണ്. നോക്കുക, അമിഗ്ഡല ഇസ് ദ ഇമോഷൻ സെന്റർ ഓഫ് ബ്രെയിൻ. അതുകൊണ്ട് തന്നെ ഡാമേജ് ഓഫ് ലിംബിക് സിസ്റ്റം വുഡ് അഫക്ട് ദ ഇമോഷണൽ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ. കാരണം എന്താ, ലിംബിക് സിസ്റ്റം അമിഗ്ഡലയും സെയിം ആണല്ലേ, ലൈക്ക് ഒന്നിന്റെ ഉള്ളിലാണ് ഒന്നിരിക്കുന്നത്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ എന്താണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അമിഗ്ഡല ഇമോഷൻ സെന്റർ ഓഫ് ബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ലിംബിക് സിസ്റ്റം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇത് അഫക്റ്റ് ആണ്, കാരണം അമിഗ്ഡല ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ക്ലിയർ? അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ്? ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ഫ്രം ഹ്യൂമൻ ഫിസിയോളജി ട്ടോ. ഹ്യൂമൻ ഫിസിയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സോ ഹോർമോൺസ് പ്രൊവൈഡ് കെമിക്കൽ കോർഡിനേഷൻ, ഇന്റഗ്രേഷൻ ആൻഡ് റെഗുലേഷൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. Hormones regulate metabolism, growth and development of our organs. Besides hypothalamus, pituitary, pineal, thyroid, adrenal, parathyroid, thymus, etc., GIT, heart, kidney, etc. also produce hormones. Hormone can be used again and again like a biocatalyst. Okay. Which one? Biology. Amygdala is present inside the limbic system. That's the reason. Okay. So amygdala is the present inside limbic system. So if limbic system is damaged, obviously amygdala is also damaged. So amygdala is the emotion center of brain. That's why when this limbic system get damaged, actually the emotional behavior of the person will change. Clear? Yes, ഇതിൽ ഏതാണ് false statement? False statement. Yes, very good. നമുക്ക് biocatalyst പോലെ hormone again and again യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ബ്ലഡ് സ്ട്രീമിലേക്ക് വരുന്നു, ഇത് എൻസൈം ഒന്നും അല്ല, ബ്ലഡ് സ്ട്രീമിലേക്ക് വരുന്നു, പിന്നെയും അതിനെ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അടുത്ത ചോദ്യം, following is the diagrammatic representation of the pituitary gland and its connection with the hypothalamus. Select the correct option regarding the same. അതായത് ഇതാണ് 1 കൊടുത്തിരിക്കുന്നത്, ഇത് 2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുക, അത് ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. സോ 1 എന്താണ് 2 എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, 1 എന്താണ് 2 എന്താണ്? 1 എന്ന് പറയുന്ന ആന്റീരിയർ ആണ്, 2 എന്ന് പറയുന്ന പോസ്റ്റീരിയർ ആണ്. ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ആരാണ് ന്യൂറൽ ടിഷ്യൂ വെച്ച് ഫോം ചെയ്തിരിക്കുന്നത്, ആരാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ വെച്ച് ഫോം ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ദ തിങ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ന്യൂറൽ ടിഷ്യൂ ആണോ, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണോ? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എപ്പിത്തീലിയൽ ടിഷ്യൂ ആണോ, കണക്റ്റീവ് ടിഷ്യൂ ആണോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആന്റീരിയർ പിറ്റ്യൂട്ടറി ന്യൂറൽ വെച്ചിട്ടല്ല ഫോം ചെയ്തിരിക്കുന്നത്. സോ ഓർത്ത് വെച്ചോളാം, അറിയില്ലാത്ത ആളുകൾ. ആന്റീരിയർ പിറ്റ്യൂട്ടറി എപ്പിത്തീലിയൽ ടിഷ്യൂസ് വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. പോസ്റ്റീരിയർ ആണെങ്കിൽ ന്യൂറൽ വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഓപ്ഷൻ തെറ്റാണ്. ആക്ച്വലി പോസ്റ്റീരിയർ ന്യൂറൽ വെച്ചിട്ടും ആന്റീരിയർ എപ്പിത്തീലിയൽ വെച്ചിട്ടുമാണ്. ഓക്കെ, സോ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്, യെസ്, വെരി ഗുഡ്, ഓപ്ഷൻ ബി. ആരാണത്? ദിയ. ഇറ്റ്സ് ട്രൂ. ഓക്കെ, സോ അടുത്ത ചോദ്യം, malfunctioning of endocrine glands deviates body from homeostasis and causes several disorders. Which of the following disorders correctly matched with its respective endocrine gland? Okay, so gigantism, hyposecretion of growth hormone, dwarfism, secretion of growth hormone, acromegaly, secretion of hyposecretion of growth hormone, gigantism, hyposecretion of somatostatin. Okay, correct match. Gigantism hyposecretion അല്ല, ഹൈപ്പർ ആണ്. സോ റോങ്. ഡ്വാർഫിസം ഹൈപ്പർ അല്ല, ഹൈപ്പോ ആണ്. അക്രോമെഗാലി ഹൈപ്പർ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, ജൈജാൻറ്റിസം ഹൈപ്പർ ഓഫ് സൊമാറ്റോസ്റ്റാറ്റിൻ അല്ല, ഇത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഇസ് ഇൻകറക്ട്ലി മാച്ച് വിത്ത് ഇറ്റ്സ് ടാർഗറ്റ് ഓർഗൻ ഓർ സെൽ? ഓക്കെ, ടാർഗറ്റ് ഓർഗൻ ഓർ സെല്ലുമായിട്ട് ഇൻകറക്റ്റ് മാച്ച്, നോട്ട് ദ റൈറ്റ് മാച്ച്, incorrect match. Find out the incorrect match. MSH, melanocyte stimulating hormone, melanocytes. Oxytocin, smooth muscles. Vasopressin, distal tubules of kidneys. ADH, glomerulus. Find out. Incorrect match. MSH, melanocyte stimulating hormone. Correct one. Oxytocin, smooth muscles. മറ്റേ ഡെലിവറിയുടെ ഒക്കെ സമയത്ത്. വാസപ്രസിൻ, ഡിസ്റ്റൽ ട്യൂബ്യൂൾ ഓഫ് കിഡ്നി. ഓക്കെ, ADH എന്ന് വെച്ചാൽ ആന്റി ഡയോറിറ്റിക് ഹോർമോൺ, ഗ്ലോമറുലസിന്റെ മുകളിലല്ല ആക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ആക്ച്വലി സെയിം ആളാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് വന്നു അല്ലേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് നോട്ട് റെഗുലേറ്റഡ് ബൈ ദ ഹോർമോൺ ഓഫ് ദ പൈനിയൽ ഗ്ലാൻഡ്? പൈനിയൽ ഗ്ലാൻഡ് റെഗുലേറ്റ് ചെയ്യാത്ത ഫംഗ്ഷൻ, പൈനിയൽ ഗ്ലാൻഡ്
റെഗുലേറ്റ് ചെയ്യാത്ത ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയൂർണൽ റിതം ആൻഡ് ബോഡി ടെമ്പറേച്ചർ, മെറ്റബോളിസം ആൻഡ് പിഗ്മെന്റേഷൻ, growth of bones and defense capability, diurnal rhythm and defense capability. ആരാണ് ഫസ്റ്റ് ആൻസർ പറയുന്നത് നോക്കട്ടെ. who is the one ഗായത്രി, വെരി ഗുഡ്. ഗ്രോത്ത് ഓഫ് ബോൺസ് ആൻഡ് ഡിഫൻസ് നമ്മളുടെ പൈനിയൽ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ അല്ല, ബാക്കിയെല്ലാം പൈനിയലിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. തൈറോയ്ഡ് ഹോർമോൺസ് റിക്വയർഡ് ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻസ് ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ്? തൈറോയ്ഡ് ഇൻക്രീസ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ് ഇൻ മോസ്റ്റ് ബോഡി ടിഷ്യൂസ്. തൈറോയ്ഡ് റെഗുലേറ്റഡ് ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. അതിൻ്റെ ഉള്ളിൽ അയൺ ആറ്റംസ് ഉണ്ട്, അത് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജൻ ഫോർമേഷൻ. ഇതിൽ എന്തുകൊണ്ടാണ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് തൈറോയ്ഡ് ആവശ്യമാണ് എന്ന് പറയുന്നത്? ഓക്കെ, let me see who will give the answer first. Who will answer first? Let me see. Let me check. Who will give the answer first? Who will give the answer first? Let me check. Is that C? Is that A? A? Yes. It's A. C alla to. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട്, അയോൺ ഉള്ളത് കൊണ്ടോ ഗ്ലൈക്കോജൻ ഫോർമേഷൻ ഉള്ളത് കൊണ്ടോ അല്ല നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് തൈറോയിഡ് റിക്വയർഡ് ആണെന്ന് പറയുന്നത്. ബേസൽ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. എ. കാൽസിറ്റോണിൻ ആൻഡ് PTH, പാരാതോർമോൺ, എക്സിബിറ്റ് ആൻ ആന്റഗോണിസ്റ്റിക് ഇഫക്ട് ഓൺ ബ്ലഡ് ലെവൽസ് ഓഫ് കാൽഷ്യം അയോൺസ്. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ എക്സിബിറ്റ് ആന്റഗോണിക് ഇഫക്ട്സ് ഓൺ ദ ബ്ലഡ് വെസൽസ്. രണ്ടുപേരും ആന്റഗോണിസ്റ്റിക് ഇഫക്ട്, അതായത് കാൽസിറ്റോണിനും PTHും കൂട്ടവും കുറയ്ക്കുകയും ചെയ്യുന്നു, ഇൻസുലിനും ഗ്ലൂക്കോഗണും കൂട്ടവും കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എ ആൻഡ് സി ഡിഫറൻസ് പറയുമോ? ലൈക്ക് ഇത് തമ്മിലൊരു ബന്ധവും ഇല്ലല്ലോ. നോക്ക്, നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് തൈറോയ്ഡ് ഹോർമോൺസ് റിക്വയർഡ് ആണ്, കാരണം ബേസൽ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട്. സി എന്താ? തൈറോയ്ഡ് ഹോർമോൺസ് കണ്ടെയ്ൻ അയഡിൻ ആറ്റം. അയഡിൻ ആറ്റം ഉള്ളത് കൊണ്ട് അയഡിൻ ആണോ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ട ആള്? അല്ല. അയഡിൻ ഉള്ളത് കൊണ്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അത് വേണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയഡിൻ ആക്ച്വലി വേണം തൈറോക്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അത് ഈ ആൻസറുമായിട്ട് ബന്ധമില്ല. അത് തൈറോക്സിന്റെ പ്രൊഡക്ഷൻ അയഡിൻ വേണം എന്നുള്ള ഒരു കാര്യം മാത്രം. ഓക്കെ, അപ്പൊ ഇത് ആൻസർ ചെയ്യൂ. ദിസ് വൺ. ഗ്ലൂക്കഗണും കാൽസിറ്റോണിനും PTHും ആന്റഗോണിസ്റ്റിക് ഇഫക്റ്റ് ആണ്. ഇൻസുലിനും ഗ്ലൂക്കഗണും ആന്റഗോണിസ്റ്റിക് ഇഫക്റ്റ് ആണ്. പക്ഷെ ഇതൊന്നും ഒന്നിന്റെയും explanation അല്ല. സോ നമുക്ക് പറയാം both statements are true but not as the correct explanation. Right? അല്ലേ? യെസ്, നിങ്ങൾ ഓൾറെഡി ബി പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ അടുത്ത ചോദ്യമേ, the endocrine gland that functions as a component of the lymphatic system. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന endocrine gland. Endocrine gland that function as a component of lymphatic system. Lymphatic system. B. Yes, thymus. അവിടെയാണ് T lymphocytes ഒക്കെ മെച്ചൂർ ചെയ്യുന്നത് അല്ലെ? Which of the following categories of hormones is correctly matched with its example? Catecholamines, adrenaline and noradrenaline, emergency hormones, adrenaline and insulin ആണോ? അല്ല. ഇപ്പൊ തന്നെ നമുക്ക് ചെയ്തു പോവാം. adrenaline and noradrenaline ആണ്. Glucocorticoids, aldosterone, mineralocorticoids, cortisol. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറിപ്പോയി. So this is also wrong. The right answer is Am I audible now? Okay.
ഓക്കെ, ഇപ്പോൾ ഓഡിബിൾ ആണോ? Am I audible now? ഓക്കെ, ഇപ്പോൾ ഓഡിബിൾ ആണോ? എടാ, ഇപ്പോൾ ഓഡിബിൾ ആണോ എന്നൊന്ന് പറയാമോ? Is this audible now? ഇപ്പോൾ ഓഡിബിൾ ആണോ എന്നൊന്ന് പറയണേ. യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ, ഫൈൻ 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 ഫൈൻ. എന്നാൽ ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. ആൻസർ 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 ആൻസർ. ഈ ചോദ്യത്തിന്റെ ഉത്തരം വേഗം പറയൂ. Okay, am I audible now? If I'm audible, please give the answer. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് ചെയ്യുക കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്, നിങ്ങളൊന്ന് ആൻസർ ചെയ്തോളൂ. നമ്മളുടെ ഫിസിയോളജിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്തോളൂ. യെസ് യെസ്, ഓക്കെ. അതായത് ഓപ്ഷൻ എ ആണല്ലേ ആൻസർ. അതായത് ഗ്ലൂക്കോഗൺ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് മാറ്റും. ഓക്കെ, ഇനി മക്കളെ
സോ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ വി വിൽ ടേക്ക് എ 10 minutes ബ്രേക്ക് ട്ടോ. ഒരു 10 minutes ബ്രേക്ക്. 10 minutes ബ്രേക്ക്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയേ ചെയ്യാനുള്ളൂ. ക്ലാസ് റീസ്റ്റാർട്ട്സ് അറ്റ് 6:25. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ഫ്രഷ് ആകുക. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യട്ടെ. ഇനി നമുക്ക് റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത്. ഓക്കെ, നമുക്ക് ഒരു 20 minutes ഇത്രയും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കണം. സോ നിങ്ങളൊന്ന് റെഡി ആകുക കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ,
ഓക്കെ, സോ നമ്മളെ ലൈവ് നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ഈ ഒരു 10-20 മിനിറ്റ്സിൽ. ഓക്കെ, ഹായ് കൃഷ്ണ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കൃഷ്ണ ഇവിടെ തന്നെ ഉണ്ട്. സോ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, വെള്ളമൊക്കെ ഒന്ന് കുടിച്ചോട്ടെ. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ കേട്ടോ. അവിടെ തന്നെ ഉണ്ടാ. ഓക്കെ, കം ലെറ്റ്സ് ഡു ഫാസ്റ്റ്ലി. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാനുണ്ട്. സോ റീപ്രൊഡക്ഷൻ യൂണിറ്റ്. ഓക്കെ, നമുക്ക് റീപ്രൊഡക്ഷൻ യൂണിറ്റും അതേപോലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എവല്യൂഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത് കേട്ടോ. മാം, മാമൽസ് എക്സാമ്പിൾസ് കോഡ് വേണം. ഓക്കെ, സെറ്റാക്കാം, നോക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഓൾറെഡി കുറേ കോഡ് ഞാൻ തന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജിലുമായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ച് സെറ്റാക്കുക, മാമൽസിന്റെ കോഡ് സെറ്റാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, read the following statements about male reproductive system and choose the incorrect statement from the given options. Okay, അപ്പം male reproductive system base ചെയ്തിട്ടാണ്. It is located in the pelvis region. The testes are situated outside the abdominal cavity within a pouch called scrotum. Each testis has about 350 testicular tubules. Penis, the male external genitalia, is made up of special tissues to facilitate insemination. Okay. ഏത് ആൻസർ വരാ? ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളൊരു 15 മിനിറ്റ്സില് കറക്റ്റ് നോക്കിക്കോ. 15 മിനിറ്റ്സില് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യും. സോ ജസ്റ്റ് നോക്കാം. യെസ്, സിയും ഡിയും ഒക്കെ വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാ സിയും ഡിയും ഒക്കെ വരുന്നത് നോക്ക. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിസ് റീജിയൻ. ശരി, ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി, സ്ക്രോട്ടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. 350 അല്ല 250 ടെസ്റ്റിക്കുലാർ compartments ആണ്. പെനിസ് made up of special erectile spongy tissue ആണ്. That is also correct. So 3 മാത്രമേ തെറ്റുള്ളൂ. That means option D is the right answer. Okay. അടുത്ത ചോദ്യം, how many mammary lobes are found in each breast? ഓരോ ബ്രസ്റ്റിലും എത്ര ലോബുകളാണ് കാണാൻ പറ്റുന്നത്? ഓരോ ബ്രസ്റ്റിലും എത്ര ലോബുകളാണ് കാണാൻ പറ്റുന്നത്? വേഗം ചെയ്യണേ, വേഗം ചെയ്താൽ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. 250. ഇതിന്റെ ആൻസർ പറയൂ. ഞാൻ മാമറി ലോബ്സിൽ 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടോന്ന്. പിന്നെ ഉണ്ടല്ലോ, നമുക്കിനി എല്ലാ ചാപ്റ്ററിലെയും ഒരു 10-35 ക്വസ്റ്റ്യൻ ആണ് ബാക്കിയുള്ളത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഏറ്റവും മാക്സിമം സ്പീഡിൽ ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. യെസ്, 15 to 20 lobes ആണുള്ളത്. അടുത്ത ചോദ്യം, read the following statement about mammary glands and choose the incorrect statement. Okay, mammary glands contain glandular tissue and fat. Mammary lobes of breast contain alveoli which secrete milk. The milk secreted by alveoli is stored in the lactiferous duct. Okay, അപ്പോൾ ഇതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇത് ചൂസ് ചെയ്യൂ വേഗം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സമയം കളയാനില്ല. ഫാസ്റ്റ്. യെസ്, ബി. അതായത് ലാക്ടിഫറസ് ഡക്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമല്ല, നമ്മൾ ആൽവിയോളയിലാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. സോ ദിസ് ഇസ് റോങ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം, mons pubis is a cushion of fatty tissue covered by skin and pubic hair. The labia majora are paired folds of tissue under the labia minora. Labia majora are paired folds of tissue under labia minora. മൈനോറയുടെ ഉള്ളിലാണ് മെജോറ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. Assertion reason ആണ്. Mons pubis is a cushion of fatty tissue covered by skin and pubic hair. വേഗം ചെയ്യൂ, വേഗം. Anna, very good. This is true, but this is false because മെജോറയുടെ അണ്ടറിലാണ് മൈനോറ വരുന്നത് അല്ലെ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. അസർഷൻ കറക്റ്റ്, റീസൺ ഇൻകറക്റ്റ്. അടുത്ത ചോദ്യമേ, among the following identify the cell which undergo mitotic division during spermatogenesis. Spermatogenesisന്റെ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്നതില് മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്ന ആരാണ്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമാറ്റോഗോണിയ. ഇതിൽ മൈറ്റോസിസ് നടത്തുന്നത് ആരാണ്? മൈറ്റോസിസ് നടത്തുന്നത് സ്പെർമാറ്റോഗോണിയ അല്ലെ. സ്പെർമാറ്റോഗോണിയ ആണ്
വീണ്ടും മൈറ്റോസിസ് നടത്തിയിട്ട് ഒരുപാട് സ്പെർമാറ്റോഗോണിയനെ ഫോം ചെയ്യുന്നത്. അതിൽ ചില സ്പെർമാറ്റോഗോണിയാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിനാണോ ഉത്തരം പറഞ്ഞേ? എന്താണോ നിങ്ങൾ ഇന്നിങ്ങനെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മൈറ്റോസിസ് ആണോ ചെയ്യുന്നേ? ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മൈറ്റോസിസ് എന്ന് പറഞ്ഞാല് നല്ല ദേഷ്യം വരും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ എന്താണ് നടക്കുക? എന്താണോ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാരും ഇങ്ങനെ പറയുന്നു. വാട്ട് നോൺസെൻസ്! ഇത് നമ്മളുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ ചെയ്യുന്ന സെൽ ഡിവിഷൻ ഏതാണ്? പറയൂ, കമന്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റില് എന്ത് സെൽ ഡിവിഷൻ ആണ് നടക്കുന്നത്? കമന്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്തിലാണ് നിങ്ങൾ ഓപ്ഷൻ വായിക്കാണ്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മൈറ്റോസിസ് എഴുതി വെച്ചത്? Then tell me, Hercules. Okay, do it. ആൻസർ പറയൂ. യെസ്, മിയോസിസ് 1. പിന്നെ എന്താണ്? ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. ഐ നോ യു നോ ദ ആൻസർ. നിങ്ങൾക്ക് ആൻസർ അറിയാം എന്ന് എനിക്ക് അറിയാം. മൈൻഡ് ഡൈവേർട്ട് ആകരുത്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഓൺ ടു ദ ക്വസ്റ്റ്യൻ, ഓൺ ടു ദ ഓപ്ഷൻസ്. മുന്നത്തെ ക്വസ്റ്റ്യനിലോ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യനെ കുറിച്ചോ വേറെ ഒന്നിനെ കുറിച്ചോ ആലോചിക്കരുത്. പ്രസൻസ് ഓഫ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ് വൈൽ റീഡിംഗ് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഞാൻ പറഞ്ഞു അത് ഇങ്ങനെയല്ല നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. കമന്റ് ബോക്സിലേക്ക് നോക്കി ആൻസർ അറ്റൻഡ് ചെയ്യരുത്. ആ ക്വസ്റ്റ്യൻ മാത്രം നോക്കുക. അതർവൈസ് ഇത് നിങ്ങൾക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരമില്ലാതായി പോകരുത്. ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യൂ. നിങ്ങളായിട്ട് ആൻസർ ചെയ്യൂ. കമന്റ് ബോക്സ് നോക്കരുത്. ഒരാള് എഴുതിയെന്ന് വിചാരിച്ചാൽ എല്ലാവരും അങ്ങ് എഴുതാണ്. ഓൾവേസ് യു ആർ ഡൂയിങ് ദിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The difference between spermiogenesis and spermiation. The difference between spermiogenesis and spermiation. Spermiogenesis ഉം spermiation ഉം തമ്മിലുള്ള ഡിഫറൻസ്. Okay, okay, Hercules and everybody do this. Otherwise, you will lose mark. അതുണ്ടാകാൻ പാടില്ല. That's why I'm telling. Okay, spermiogenesis ഉം spermiation തമ്മിലുള്ള ഡിഫറൻസ്. Spermiogenesis, spermatid are formed, while in spermiation, spermatozoa ഫോം ചെയ്യുന്നു. Spermiogenesis, spermatozoa ഫോം ചെയ്യുന്നു. Spermiationൽ spermatids ഫോം ചെയ്യുന്നു. Spermiogenesisൽ spermatozoa സെർട്ടോളിന്ന് ഫോം ചെയ്ത് റിലീസ് ചെയ്യുന്നു into the cavity of seminiferous tubule, while spermiationൽ spermatozoa ഫോം ചെയ്യുന്നു. Dയില് spermiogenesis, spermatozoa formed, while in spermiation, spermatozoa are released from the Sertoli cell into the cavity of seminiferous tubule. Yes, option D അല്ലേ? Spermiogenesis എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്പെർമാറ്റോസോവ സ്പെർമാറ്റിഡിൽ നിന്ന് ഫോം ചെയ്യുന്നു. പക്ഷെ സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു റിലീസ് ഇൻ ടു ദ ലൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. അടുത്ത ചോദ്യം, റിഫർ ടു ദ ഗിവൻ ഫ്ലോ ചാർട്ട്. ഇൻ ഇറ്റ് സം സ്പേസസ് ആർ മെൻഷൻഡ് ആസ് A, B, C and D. Identify the correct option for them from the chords given below. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് ആക്ട് ചെയ്യുന്നത് ആരാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി FSH പിന്നെ വേറൊരാളും കൂടെ സെക്രീറ്റ് ചെയ്യും. ലേഡിക എവിടെ പോയിട്ട് ആക്ട് ചെയ്യും? ആരാണ് FSH എവിടെ പോയി ആക്ട് ചെയ്യുമ്പോഴാണ് ചില ഫാക്ടേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇപ്പുറത്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യൂ. എ, ഹൈപ്പോതലാമസ് എന്ത് റിലീസ് ചെയ്യും? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് ആണ് അല്ലെ? നമുക്ക് നോക്കാണ്ട് തന്നെ അറിയാം. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് ആന്റീരിയർ പിറ്റ്യൂട്ടറി FSHനെ LH-നെയുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് വൺ LH. സി, FSH സെർട്ടോളിയുടെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത്. ലേഡിക എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ആൻഡ്രജൻസ്. ആൻഡ്രജൻസ് ആണ് അവിടുത്തെ ഓപ്ഷൻ. യെസ്, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, which among the following has 23 chromosomes? ഇതിൽ ആർക്കാണ് 23 chromosomes ഉള്ളത്? Who has 23? സ്പെർമാറ്റോഗോണിയ എത്രയാ? 46. സൈഗോട്ട് 46. ഊഗോണിയ 46. സെക്കൻഡറി ഊസൈറ്റ് ഡിവിഷൻ കഴിഞ്ഞതാണ്. ഓക്കെ, അല്ലേ? ആൻസർ യാ അന്ന. ഓക്കെ, സി റൈറ്റ്. അടുത്ത ചോദ്യം, ഡ്യൂറിംഗ് acrosomal reaction, the sperm, acrosomal reaction, sperm comes in contact with the zona pellucida of the ova, undergoes reaction within the uterine environment of female, undergoes reaction within the epididymis environment of the female, produces androgens in the uterus.
റൈറ്റ് ആൻസർ വേഗം പറയൂ. അക്രോസോമൽ റിയാക്ഷന്റെ സമയത്ത് സ്പേം എന്താണ് ചെയ്യുന്നത്? സ്പേം എവിടേക്കാണ് കോണ്ടാക്ട് വരുന്നത്, അല്ലെങ്കിൽ എന്ത് റിയാക്ഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്? വെരി സിംപ്ലി സ്പേം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് സോണ പെലൂസിഡ ഓഫ് ദി ഓവ. ഓക്കെ, അടുത്ത ചോദ്യം. All the haploid gametes produced by the female have. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഹാപ്ലോയിഡ് ഗമീറ്റ്സും എക്സ് ക്രോമസോംസ് ആണ്, വൈ ക്രോമസോംസ് ആണ്. 50-ൽ എക്സ്, 50-ൽ വൈ, 50-ൽ എക്സ്, 25-ൽ എക്സ്, 75-ൽ വൈ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. വേഗം ചെയ്യൂ. X chromosome, yes. Hercules, Zona pellucida, cellular അല്ലേ? അല്ല. എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അല്ലേ, ഒരു ലെയർ പോലെയാണ്, സെല്ലുലാർ അല്ല കേട്ടോ. അടുത്തത് കൊറോണ റേഡിയേറ്റൊക്കെ സെല്ലുലാർ ആണ്. അടുത്തത് the blastomeres in the blastocyst are arranged into trophoblast and inner cell mass. The trophoblast layer gets attached to the endometrium. നോക്കൂ, assertion reason question ആണ്, വേഗം ചെയ്തോളൂ. Blastomeres in the blastocyst are arranged into trophoblast and inner cell mass. The trophoblast layer gets attached to the endometrium. വേഗം വേഗം നോക്ക്. ബ്ലാസ്റ്റോസിസ്റ്റില് ബ്ലാസ്റ്റോമീസ് ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രോഫോബ്ലാസ്റ്റ് ഇംപ്ലാന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യാൻ. രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? ഓക്കെ 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 കൃഷ്ണ, ഓക്കെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? മക്കളെ ഗായത്രി എന്താണ് ഓപ്ഷൻ എ എഴുതുന്നത്? ഡിലീറ്റ് ആക്കിയിട്ട് ഗായത്രി, ഇറ്റ്സ് നോട്ട് ഓപ്ഷൻ എ, ഇറ്റ്സ് ഓപ്ഷൻ ബി. ഇത് എത്ര തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്താണ് മനസ്സിലാകാത്തതെന്ന് എനിക്ക് അറിയില്ല. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ, ഇത് രണ്ടും കറക്റ്റ് ആണെന്ന് മനസ്സിലായ പിന്നെ ഈ റീസൺ കാരണം നമുക്ക് അസേർഷൻ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ എൻഡോമെട്രിയം. അതുകൊണ്ട് ബ്ലാസ്റ്റോമിയസിനെ രണ്ടായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതായത് എൻഡോമെട്രിയത്തിൽ ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് ബ്ലാസ്റ്റോമിയസ് രണ്ടായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് ഒരു കണക്ട് ചെയ്ത സെന്റൻസ് ആണോ? അല്ല, രണ്ടും സെപ്പറേറ്റ്ലി ട്രൂ ആയിരിക്കുന്ന സെന്റൻസ് ആണ്. ഓക്കെ, അടുത്തത് ചൂസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്ലാസെന്റ. പ്ലാസെന്റനെ കുറിച്ചുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്ലാസെന്റ facilitates the supply of oxygen and nutrients to the embryo. It helps in the removal of carbon dioxide and excreted waste materials produced by the embryo. The placenta is connected to the embryo through the umbilical cord. Placenta acts like an endocrine tissue and produce several enzymes also. Okay. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പ്ലാസെന്റ ഒരുപാട് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ തന്നെ നമുക്കത് ഇൻകറക്റ്റ് കൊടുക്കാം. യെസ്, ഓക്കെ അഫ്ര, യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Placenta also acts as an endocrine gland. In the later phase of pregnancy, relaxin is secreted by placenta. This is true. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇത് തെറ്റിടാം. Relaxin is secreted by ovary അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? Assertion true, reason is false. Option C ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾ സിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ ആർ റിസ്കിയർ ബട്ട് റിലയബിൾ. The act of breastfeeding interrupt ovulation during menstrual cycle. The chance of conception are higher during the ovulation period. Natural methods of contraception do not interfere with the sexual drive of an individual. Okay, ഇതിലെ incorrect statement. Okay. അതായത് നാച്ചുറൽ മെത്തേഡ് റിസ്കിയർ ആണ്, ദാറ്റ്സ് ട്രൂ, ബട്ട് റിലയബിൾ. നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലയബിൾ സോഴ്സ് ആണോ? അല്ല, ഒരിക്കലും അല്ല. സോ ഇത് തന്നെയാണ് ഇതിനകത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡി അല്ല ബാലാജി, ഇറ്റ്സ് എ. നോക്ക്, നാച്ചുറൽ മെത്തേഡ് ഇസ് നെവർ റിലയബിൾ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ്. ഗായത്രി, വെരി ഗുഡ് ട്ടോ.
Very good, Gayatri. So, next question. അടുത്ത ചോദ്യം. What is the similarity between vault and diaphragm? Vault-ഉം diaphragm തമ്മിലുള്ള similarity. Similarity between vault and diaphragm. They both prevent ovulation in females. They are used to cover penis in males. They are used to cover cervix during coitus. They release copper ions to suppress sperm motility. Yes, vault and diaphragm. Similarity. Yes, option C. അവര് cervix cover ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം. Consider the following statement. Cervical cap and vault are not cost effective as they cannot be reused. Contraceptive efficiency of vaults and cervical cap can be increased by using spermicidal creams along with these barriers. Yes, ഇത് correct ആണ്. Reused. അവരെ reuse ചെയ്യാൻ പറ്റും. So this is wrong. അല്ലേ? Very simple question. Very simple question. Okay, who Asla? Okay, Gayatri. Okay. Okay. വേഗം വൈൻഡ് അപ്പ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ഹെൽത്തും എവല്യൂഷനും നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുണ്ടാവില്ല. മേ ബി മറ്റന്നാളിലെ സെക്ഷനിൽ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. മറ്റന്നാൾ വി ഹാവ് സുവോളജി, നാളെ ബോട്ടണി ആണ്. സോ ആഫ്റ്റർ ബോട്ടണിയിൽ ഞാനും സ്നേഹ മാമും കൂടി ആയിരിക്കും ക്ലാസ് എടുക്കുക. സോ മൈറ്റ് ബി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് സ്നേഹ മാം ആയിരിക്കും എടുക്കുക. അതായത് 12 to 4 ഒക്കെ വരെ സ്നേഹ മാം ആയിരിക്കും. ഒരു 4-ന് ശേഷമായിരിക്കും ഞാൻ ലൈക്ക് റിമൈനിങ് പോർഷൻ ഓഫ് ബോട്ടണി ഡീൽ ചെയ്യുക. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് സുവോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിൽ ഞാൻ മെയിൻലി ഹ്യൂമൻ ഹെൽത്തും എവല്യൂഷനും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പം ഇത് ഫോൾസ്, ഇത് ട്രൂ അല്ലേ? ഓപ്ഷൻ സി. ഓക്കെ, അപ്പം നാളെ എന്താണെങ്കിലും നാളെയും മറ്റന്നാളും ഒക്കെ ലൈവിൽ വരാം കേട്ടോ. അടുത്ത ചോദ്യം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി പറയാനുള്ള കാര്യങ്ങളും നാളത്തെ ആഫ്റ്റർനൂൺ 4 തൊട്ടുള്ള ഇതിലും അതുപോലെ മറ്റന്നാളിലെ ലൈവിലും ബാക്കി കംപ്ലീറ്റ് കാര്യം ലാസ്റ്റ് റാപ്പിഡ് ആയിട്ട് അവസാനമായിട്ട് നിങ്ങളുടെ അടുത്ത് ഏറ്റവും ഇതായിട്ടുള്ള കാര്യങ്ങൾ. സോ എല്ലാവരും മിസ് ചെയ്യാണ്ട് ആ ടൈമിൽ വരിക കേട്ടോ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് കോളംസ്. LNG20 ലിപ്പീസ് ലൂപ്പ്, മൾട്ടിലോഡ് 375, ഹോർമോൺ റിലീസിംഗ് ഐഡി, കോപ്പർ റിലീസിംഗ്, നോൺ മെഡിക്കേറ്റഡ്. ഇതിൻ്റെയൊക്കെ ഒരു കോഡ് വെച്ചിട്ട് ഞാൻ ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. LNG20, ഹോർമോൺ, ലിപ്പീസ് ലൂപ്പ്, നോൺ മെഡിക്കേറ്റഡ്, മൾട്ടിലോഡ്, കോപ്പർ റിലീസിംഗ് അയോഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇതേതാണ്? യെസ്. അപ്പൊ മാച്ച് ചെയ്യോ, ജസ്റ്റ് മാച്ച് ചെയ്യുക. ഓപ്ഷൻ വരുന്നത് ഡി ആണ്. ഓക്കെ, യെസ്. A1, B3, C2, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഇനി അടുത്തത് സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സഹേലി. ഓക്കെ, അപ്പൊ സഹേലിയെ കുറിച്ചുള്ളത് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ CDRI ലക്നൗ, India. Incorrect ആണ് കണ്ടുപിടിക്കേണ്ടത്. It contains high amount of progesterone and estrogen. It is taken once in a week. It has least side effects and high contraceptive value. Okay. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നാളെയും എല്ലാ ചാപ്റ്ററിനും നാളെ ബോട്ടണിയിലെ ലൈക്ക് ഐ വിൽ കംപ്ലീറ്റ് ബൈ 5 minutes. ഓക്കെ, അപ്പൊ നാളെ ബോട്ടണിയിലെ എല്ലാ ചാപ്റ്ററിനും ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5-10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഒരു 3.5 hours സെക്ഷൻ എൻ്റെ ഇതിൽ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നാളെ ബോട്ടണിയിലെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരാം കേട്ടോ. യെസ്, ഹൈ എമൗണ്ട് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ തെറ്റാണ്. ബിക്കോസ് അതെന്താണ്, നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ഡ്രഗ് ആണ്. നാളെ ലൈക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ 4 തൊട്ടിട്ടായിരിക്കും മേ ബി ആഫ്റ്റർനൂൺ സെക്ഷൻ. ഞാൻ മോർണിംഗ് സെഷൻ സ്നേഹ മാം ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. മറ്റന്നാളിലെ സുവോളജി കംപ്ലീറ്റ്ലി ഞാൻ തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഫൈൻ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നാളത്തെ മറ്റന്നാളത്തെ ലൈവ് കൂടെ ബയോളജിയുടെ കേസിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ് ഡസ് നോട്ട് ഗിവ് ദ ഡിഫൈൻഡ് ആക്ഷൻ ഓഫ് കോൺട്രാസെപ്റ്റീവ്? ഡസ് നോട്ട് ഗിവ് എ ഡിഫൈൻഡ് ആക്ഷൻ, അതായത് പ്രോപ്പർ ആയിട്ട് ഇത് പറയാത്തത്. IUDs increase phagocytosis sperm, suppress sperm motility and fertilizing capacity of sperm. Hormonal contraceptive prevent or retard entry of sperm, prevent ovulation and fertilization. Vasectomy prevent spermatogenesis. Barrier method prevent fertilization. ഏതാണ്? സി. യെസ്, വെരി ഗുഡ്. സി തന്നെയാണ്. കാരണം വാസക്ടമി ചെയ്തു എന്ന് വെച്ചാൽ ആ ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്, ഒരിക്കലും സ്പെർമാറ്റോജനസിസിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ആ പ്രോസസ് അത് അങ്ങനെ തന്നെ നടന്നോളൂ. ഓക്കെ, അടുത്തത് ഇൻ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എംബ്രിയോ ട്രാൻസ്ഫർ. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ എംബ്രിയോ ട്രാൻസ്ഫർ ഇസ് നോട്ട് പോസിബിൾ. ക്യാൻ ബി ഡൺ അറ്റ് 8 ബ്ലാസ്റ്റോമിയ സ്റ്റേജ്, ക്യാൻ ബി ഡൺ ആഫ്റ്റർ ദ 8 ബ്ലാസ്റ്റോമിയ സ്റ്റേജ് ഓൾസോ. നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. എംബ്രിയോ ട്രാൻസ്ഫർ 2 രീതിയിൽ ചെയ്യുന്നു. ഏതൊക്കെയാണ്?
ഒന്ന് എന്താ, ഒന്ന് സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ സിഫ്റ്റും അതേപോലെ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. യെസ്, ഓക്കെ. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി. അതായത് 8 ബ്ലാസ്റ്റോമിയ സ്റ്റേജിൽ, മോർല സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി എവിടേക്ക് കൊടുക്കാം? ഡയറക്ട്ലി നമ്മൾ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുക്കും. പക്ഷെ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണെങ്കിൽ above 8 blastomies ആണെങ്കിൽ നമ്മൾ ഡയറക്ട്ലി യൂട്രസിലേക്ക് കൊടുക്കും. സോ ബി ആൻഡ് സി ഈസ് വർക്കിംഗ്, റൈറ്റ്? യെസ്, ബി ഇസ് സിഫ്റ്റ് ആൻഡ് IUT. അടുത്തത് യെസ്, എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എവല്യൂഷനിലെ ക്വസ്റ്റ്യൻസും അതേപോലെ ഹ്യൂമൻ ഹെൽത്തിലെ ക്വസ്റ്റ്യൻസും മാക്സിമം മറ്റന്നാളിലെ ലൈവില് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ബട്ട് കുറച്ചും കൂടി അധികം ഹ്യൂമൻ ഹെൽത്തിലെയും എവല്യൂഷനിലെയും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യും. ബട്ട് എനിവേ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് 200 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 200, 180 അത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ യെസ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ എനിത്തിങ് എൽസ് മറക്കണ്ട. നാളെ ബോട്ടണി ആയിരിക്കും ഫോർനൂൺ സെഷൻ. ഫോർനൂൺ അല്ല, 12 to 4 ഒക്കെ സ്നേഹ മാം, ആൻഡ് 4 onwards ഇറ്റ് വിൽ ബി മൈസെൽഫ് ഹാൻഡ്ലിങ്. ഓക്കെ, ഞാൻ നാളെ എല്ലാ ചാപ്റ്റേഴ്സിലും കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എടുക്കുക. ആൻഡ് മറ്റന്നാൾ സുവോളജിയിൽ വീണ്ടും വരും. ആ സമയത്ത് ഇതിൽ നിന്നും വീണ്ടും ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൈനലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും എടുക്കുക. സോ ടേക്ക് കെയർ. അപ്പൊ നമ്മൾ രാവിലെ തുടങ്ങിയതാണ് അല്ലേ? രാവിലെ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാനും നിങ്ങളും ഒക്കെ നമ്മളുടെ എനർജി, നമ്മളുടെ എല്ലാം ഓൾമോസ്റ്റ് സെയിം രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സെയിം പേസിൽ എത്ര നേരം ഓൾമോസ്റ്റ് 7 hours ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് ഒക്കെ എടുത്തു. സ്റ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് നൈസ് ബീങ് വിത്ത് യു. Okay, thank you so much of love for me. Okay, same to you. Biological clock, pineal gland, Krishna pineal gland, which gland is known as biological clock? Pineal gland. Okay, pineal gland ആണ് നമ്മുടെ circadian rhythm ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് pineal gland ആണ് ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് അറിയപ്പെടുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ആഫ്റ്റർ ദ ലൈവ് നിങ്ങൾ ഇതിന്റെ താഴെ ഇടുക. ഇപ്പോഴല്ല, ആഫ്റ്റർ ദ ലൈവ് ഇടുക. സോ ദാറ്റ് ഇനി വരുന്ന കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ബാക്കിയുള്ള ആളുകളിൽ ആ കമന്റ്സ് കാണണം, എങ്കിലും മാത്രമേ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകുള്ളൂ. ഫൈൻ. ഓക്കെ, സി യു ലേറ്റർ. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ. നന്നായിട്ട് പഠിക്കൂ. പറഞ്ഞ പോലെ നല്ലപോലെ ഇരിക്കൂ, നല്ലപോലെ ഉറങ്ങൂ, നല്ലപോലെ ഫുഡ് കഴിക്കൂ, നല്ലപോലെ വെള്ളം കുടിക്കൂ, റിലാക്സ് ചെയ്യൂ, സ്ട്രെസ് മാനേജ് ചെയ്യൂ, ക്വസ്റ്റ്യൻസ്